ജോയിസ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് ഒരു ആന്റിയാണ്, കുമാരി എന്ന് പറയുന്ന ഒരു ആന്റി. ആ ആന്റിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയിസ് ടിവിയിലേക്ക് തന്റെ ജീവിതാനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിനായി ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ആന്റി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കൃപയാൽ സുഖമായിരിക്കുന്നു. ഓക്കെ ആന്റി, നമുക്ക് ആന്റിയുടെ ജീവിതാനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് മുന്നേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന ഹല്ലേലൂയ. അടിയനും പ്രിയ ദൈവദാസിയുമായി അങ്ങയുടെ പാദപീഠത്തിൽ അടുത്ത് വരുന്ന കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങ് നടത്തിയ വിധങ്ങൾ, അങ്ങയെ കണ്ടുമുട്ടിയ വിധങ്ങൾ, ഹല്ലേലൂയ, അങ്ങയുമായിട്ടുള്ള ജീവിതത്തിൻ്റെതായ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്യുവാന് പ്രിയാന്റിയെ കർത്താവ് സഹായിക്കണം. അതിനാവശ്യമുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവ് പകർന്നു കൊടുത്താട്ട് കേൾക്കുന്നവർക്ക് അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആത്മീക വർധനവുമായി തീരുവാന് പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ട് അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആന്റി, എവിടുന്നാണ് ഇപ്പൊ നമ്മളോടൊപ്പം ആന്റി ജോയിൻ ചെയ്തിരിക്കുന്നത്? പുനലൂരിന്ന്. ഓക്കെ ഓക്കെ. ആന്റിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ആന്റിക്ക് പങ്കുവെക്കാം. അപ്പോൾ തന്നെ അതിനു മുന്നമേ ആന്റിക്ക് എത്ര മക്കളൊക്കെ ഉണ്ട്? 2 മക്കള്, ഒരു മോനും ഒരു മോളും. ഓക്കെ. പിള്ളേരാരേലും കൂടെ താമസമുണ്ടോ? ഇപ്പൊ ആരും ഇല്ല കൂടെ. പിന്നെ കുറച്ച് ദിവസം മോന്റെ കൂടെ പോയി നിൽക്കും, പിന്നെ വന്ന് ഇവിടെ എല്ലാം കാര്യം ചെയ്തിട്ട് പിന്നെ കുഞ്ഞുങ്ങൾ ചിലപ്പോ വരും, ഇല്ല അവിടെ പിന്നെയും മോന്റെ കൂടെ പോയി ആഴ്ചയിൽ ഒരു 2-3 ദിവസം അല്ലെ കുറച്ച് ദിവസമൊക്കെ അവിടെ നിൽക്കും, പിന്നെ ഇഞ്ഞു വരും. അങ്ങനെ ഇപ്പം കർത്താവ് കൃപയാൽ ദിവസവും ദൈവം നടത്തുന്നു. ഓക്കെ ആന്റി, ആന്റിക്ക് എങ്ങനെയാണ് കർത്താവിനെ കണ്ടുമുട്ടിയതെന്നും കർത്താവുമായിട്ടുള്ള ചേർന്നുള്ള യാത്രയെ കുറിച്ച് ആന്റിയുടെ അനുഭവങ്ങളെ ആന്റിക്ക് ഇപ്പോൾ പറയാം. അതിനുള്ള സമയം ഞാനിപ്പോൾ ആന്റിക്ക് വേർതിരിച്ചു തരികയാണ്. ഈ ടിവിയിലേക്ക് വിളിച്ച് പിന്നെ കർത്തദാസിക്ക് എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇത് നമ്പർ തന്നെ എനിക്ക് ചോദിനെ അറിയത്തില്ല. നമ്പർ എന്നോട് ഇങ്ങനെ ഒരു ദൈവദാസി ഇങ്ങനെ എത്ര പ്രായം ഉണ്ടോന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും ദൈവത്തെ ആ ദാസിനോട് ചോദിച്ചു ഒരു നമ്പർ ഇങ്ങനെ സാക്ഷ്യം പറയാനാ കൊടുക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാക്ഷ്യം പറയുന്ന കാര്യം അപ്പൻ എന്നെ നടത്തിയതാണല്ലോ, ഒന്നും ഞാൻ പറഞ്ഞു ദൈവം അനുവദിക്കുവാണെങ്കിൽ ഞാൻ പറയാം, പക്ഷെ നമ്പർ കൊടു. അപ്പൊ എന്റെ നമ്പർ അങ്ങനെ മേടിച്ചു. ആ നമ്പര് പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു ചാനലിൽ കൂടാ. ഞാൻ പറഞ്ഞു ശരി, പ്രാർത്ഥിക്കാം. അപ്പൊ എന്നോട് ചെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഒരാഴ്ച എനിക്ക് നീട്ടി തരണം. എന്താ വെച്ചാൽ ഒരാഴ്ചയിൽ പ്രാർത്ഥിച്ച് നമുക്ക് പെട്ടെന്നൊരു കാര്യം ചെയ്യുന്നതിൽ അപ്പുറമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ട് ആ ഏത് കാര്യത്തിനും. അപ്പൊ ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കട്ടെ, ഒരാഴ്ച പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടേ വിളിക്കാം. അപ്പൊ അങ്ങനെ നമ്പർ തന്ന ആ നമ്പർ തന്നെ ആ ദേവദാസിക്ക് ഞാൻ എന്റെ സ്നേഹം നിർത്തി സമയം അറിയിക്കുന്നു. ഇതിലേക്ക് ക്ഷണിച്ച് ഈ നമ്പർ മേടിച്ച് അപ്പൊ തന്നെ എന്നെ വിളിക്കാനും കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. സാക്ഷി എന്നോടൊന്നും ചോദിച്ചില്ല, സാക്ഷ്യം പറയാൻ ഇതുപോലെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ശരി ഞാൻ പറയാം, ദൈവം അനുവദിക്കുമ്പോ ഒരാഴ്ച. അതുപോലെ ഞാൻ പറഞ്ഞു, അതിന് സമയം തന്നു. പക്ഷെ എന്നാലും കുറെ ദിവസം ഇങ്ങനെ പല തടസ്സങ്ങൾ വന്നു, അതെന്താണെന്നറിയത്തില്ല. അപ്പൊ എല്ലാം വിളിച്ചിട്ട് ദൈവത്തിന്റെ ദാസി പറയും ഭാരപ്പെടണ്ട, ദീർഘമാക്കുന്നത് നന്മയ്ക്കാ തിന്മയ്ക്കല്ല എന്നോട് പറയും. അങ്ങനെ പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. അങ്ങനെ ഇന്ന് ദൈവം ഒരവസരം എനിക്ക് ഈ ടിവിയിലേക്ക് വന്ന് പറയാന് എന്റെ ദൈവം എനിക്കൊരു അവസരം തന്നത് ഞാൻ മാനവും മഹത്വവും സകല പുകഴ്ച എന്റെ അപ്പന് ഞാൻ അർപ്പിക്കുന്നു. അപ്പന്റെ സ്നേഹമാണ് എന്നെ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നത്, എന്നെ നിർത്തിയത് എന്റെ അപ്പനാകൊണ്ട്. ആ അപ്പന് ഞാൻ സകല മഹത്വം ഞാൻ അപ്പൻ ഈ സമയം അർപ്പിക്കുകയാണ്. വൃത്തിയാലെ ദേവദാസിയും കുടുംബമായി ഈ ചാനൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു സഹോദരിയാ. പിന്നെ എന്റെ വീട്ടിലെന്ന് പറഞ്ഞാല് എന്റെ അച്ഛനെ, എന്റെ അമ്മ, എന്റെ 2 സഹോദരങ്ങളാണ്. എനിക്കുള്ളത് 2 സഹോദരങ്ങളാ. എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം പറയുവാണെങ്കിൽ ഞങ്ങൾ വെറും പാവപ്പെട്ട ഒരു കുടുംബം. പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ നല്ലൊരു കുടിയനായിരുന്നു. അച്ഛന് റബ്ബർ വെട്ട, ടാപ്പിംഗ് എന്നും പറയും, റബ്ബർ വെട്ടെന്നും പറയും, ഇവിടെയൊക്കെ പെട്ടെന്ന് റബ്ബർ വെട്ടെന്ന് പറയും. അങ്ങനെ എന്റെ അച്ഛൻ റബ്ബർ വെട്ടായിരുന്നു. ആ റബ്ബർ വെട്ടുന്നതിലും എന്റെ അച്ഛന് നല്ലൊരു മദ്യപാനിയായിരുന്നു. ഒരു കുടിക്കുന്ന നല്ല ശരിക്കും കുടിക്കുന്നത്. പക്ഷെ എത്ര കുടിച്ചാലും അച്ഛൻ രാവിലെ എണീറ്റ് ജോലിക്ക് റബ്ബർ വെട്ടാൻ പോകും. അമ്മയും കൂടെ പോകും. എന്റെ അമ്മയ്ക്ക് വലിയ കഴിവില്ല, വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്റെ അമ്മ കൂടെ
പോകും. പിന്നെ എന്റെ സഹോദരങ്ങള് രണ്ടുപേരും അവര് ചെറുതാ, ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങളാ. അങ്ങനെ ഇങ്ങനെ വളർന്നു വരുന്ന സാഹചര്യത്തില് പിന്നെ ഞങ്ങള് അച്ഛന് ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നു, ഇച്ചിരി 25 സ്ഥലവും നല്ലൊരു കൊച്ചു വീടാണെങ്കിലും അതെല്ലാം അച്ഛൻ എന്ത് ചെയ്തു, അത് കൊടുത്തിട്ട് ഈ ആറ്റിന്റെ തിട്ട പോലത്തെ സ്ഥലത്ത് 10 സെന്റ് സ്ഥലത്തോളം കാണുമെന്ന് തോന്നുന്നു. അവിടെ പിന്നെ വന്ന് അച്ഛന്റെ അമ്മയും അച്ഛനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വന്ന് പിന്നെ ഞങ്ങൾ ഈ സ്ഥലമൊക്കെ വെച്ച് ഞങ്ങൾ വന്ന് ആറ്റിന്റെ തിട്ട ഇങ്ങനെ ആ സ്ഥലത്ത് സാമാന്യം തെറ്റില്ലാത്ത ഓലയിട്ട വീടാ എങ്കിലും പിന്നെ ഈ പച്ചക്കട്ട കെട്ടിയ പണ്ടത്തെ ആ വീട് 2 മുറിയും നല്ലൊരു അടുക്കളയും അങ്ങനെയൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്. അത്രയാ കുടുംബത്തിന്റെ ആ പശ്ചാത്തലത്തിൽ ഞാൻ വളർന്നു വന്നു. അതെവിടായിരുന്നു ആന്റി? അതെവിടാ? അത് വന്മലെന്ന് പറയും. എവിടാ? മുക്കട ആറെന്ന് പറയാം. ആറിന്റെ ആ തിട്ട കഴിഞ്ഞ് അങ്ങ് വന്മളയിലോട്ട് പോകുന്ന ആ സ്ഥലത്താ. വന്മള അവിടെ ആയിരുന്നു. അങ്ങനെ വളർന്നു വന്ന സാഹചര്യത്തില് ഞാന് എന്റെ അമ്മ അച്ഛനും ഇങ്ങനെ കൊല്ലൂരായിരുന്നെങ്കിൽ എന്റെ വീട് എന്റെ അമ്മ ഞാൻ ജനിച്ചത് പിന്നെ കുന്നട എന്ന് പറയും, ഇളമണ്ണൂർ കുന്നട എന്നൊക്കെ കേട്ടിട്ടില്ല, അവിടെ ആയിരുന്നു. അപ്പൊ എന്റെ അമ്മയുടെ അമ്മ അന്നുണ്ടായിരുന്നു. എന്റെ അമ്മയുടെ കൂടെ ഈ അച്ഛൻ ഇങ്ങനെ കുടിക്കുകയൊക്കെ ചെയ്യും. 2 സഹോദരങ്ങൾ ഇളയരായപ്പോ എന്റെ അമ്മയുടെ അമ്മയെ എന്നെ വളർത്തിയത്. എന്റെ അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തി കുഞ്ഞമ്മയുടെ കൂടെ ഞാൻ നിന്ന് 5ാം ക്ലാസ് വരെയും പഠിച്ചതും നിന്നതും എല്ലാം അവിടെ. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ 6ാം ക്ലാസ് തുടങ്ങിയപ്പം ഈ എന്റെ അമ്മയ്ക്ക് ഒത്തിരി വയ്യാതായി, കുഞ്ഞമ്മയും കല്യാണം കഴിച്ച്. അങ്ങനെ എന്റെ അമ്മയുടെ കൂടെ ഞാൻ വന്നു കഴിഞ്ഞ് 6 ഇവിടെ കൊണ്ടുവന്ന് എന്റെ അമ്മയുടെ കൂടെ നിർത്തി ചേർത്ത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു 3-4 മാസമേ പിന്നെ 6ാം ക്ലാസ്സിൽ പോയുള്ളൂ. പിന്നെ പോയില്ല. പോകാനുള്ള സാഹചര്യം എല്ലാം കൊണ്ടും ഇല്ലായിരുന്നു. അന്നത്തെ വസ്ത്രത്തിന്റെ ആ ഒരു വിഷയമായിരുന്നു. എല്ലാവരും നല്ലതൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോ എനിക്ക് നല്ലത് ഇട്ടുകൊണ്ട് പോകാനൊന്നുമില്ല. ഞാൻ എന്നും ഒരെണ്ണം തന്നെ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയൊക്കെ വന്നപ്പോ ഞാൻ തന്നെ മടിച്ച് ഞാൻ തന്നെ പഠനം അങ്ങ് നിർത്തി. അങ്ങനെ പഠിക്കാൻ പോയില്ല. പിന്നെ അമ്മയുടെ കൂടെ തോട്ടത്തിലൊക്കെ ഇങ്ങനെ പോകും, അച്ഛൻ്റെ കൂടെ പോകും, പാലെടുക്കും. അങ്ങനെ പോയി എനിക്ക് 17ാമത്തെ വയസ്സിലായപ്പം എനിക്ക് കല്യാണത്തിന്റെ ഒരിത് വന്നു. എന്നെ തന്നെ ഇങ്ങനെ വന്ന് കണ്ട്, ഞങ്ങളുടെ മേളിൽ ജോലിക്ക് വരുന്ന ഒരാളായിരുന്നു. അങ്ങനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ തന്നെ ആ കല്യാണം അങ്ങനെ കഴിയാൻ ഇടയായി. എന്റെ 2 സഹോദരങ്ങൾ അവരും റബ്ബർ വെട്ടും. എന്റെ നേരെ ഇളയ ആങ്ങളെ തയ്യലും പഠിച്ച്, എന്റെ നേരെ ഇളയ ആങ്ങളെ റബ്ബറും വെട്ടും. ആ ആങ്ങളെ അന്ന് ബേക്കറിലും പോകുമായിരുന്നു. 10ലൊക്കെ കഴിഞ്ഞിട്ട്. അവർ ഒത്തിരി വിദ്യാഭ്യാസം ഇല്ല എങ്കിലും 10 വരെയൊക്കെ നല്ല പഠിച്ചു. അത് കഴിഞ്ഞപ്പോ അങ്ങനെ കല്യാണം കഴിഞ്ഞു. അപ്പൊ എന്റെ ഭർത്താവിന്റെ എന്റെ പ്രിയപ്പെട്ടവന്റെ വീട്ടുകാർക്ക് അത്ര അങ്ങോട്ട് വലിയ, ഞങ്ങൾ സാമ്പത്തികം ഒന്നും ഇല്ലല്ലോ അധികം, അപ്പൊ അത്ര അങ്ങോട്ട് താല്പര്യം ഇല്ലായിരുന്നു. എങ്കിലും കല്യാണം കഴിഞ്ഞ എന്റെ വീട്ടിൽ തന്നെ ഞാൻ നിന്നത്. കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് അധികം പോയിട്ടില്ല. അങ്ങനെ പോകായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 2 വർഷം വരെ യാതൊരു കുഴപ്പമില്ല, നല്ല സന്തോഷമായിരുന്നു, സമാധാനം. നല്ലൊരു അധ്വാനിയാ എന്റെ പ്രിയപ്പെട്ടവനെ. അന്ന് കൂടെ പഠിക്കുന്നതും പാറയടുക്കാനും പിന്നെ ഈ ലോഡിങ്ങിനും ഒക്കെ. അപ്പൊ നല്ല പൈസ ഉള്ള ഒരു ജോലിയായിരുന്നു. എന്ത് ജോലിയും ചെയ്യും, നല്ലൊരു അധ്വാനിയാ. പിന്നെ എന്റെ വീട്ടില് അന്നത്തെ ആ പ്രയാസങ്ങളില്ല, വസ്ത്രത്തിനായാലും ആഹാരത്തിനും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ നല്ലൊരു അധ്വാനി ആയതുകൊണ്ട് എന്ത് ജോലി ചെയ്യാനും നല്ല ആരോഗ്യമുള്ള നല്ലൊരു അധ്വാനി ആയതുകൊണ്ട് അങ്ങനെയുള്ള പ്രയാസമൊന്നും. പക്ഷെ ഒരു 2 വർഷം വരെ ഒരു കുഴപ്പമില്ല, നല്ല സ്നേഹമായിരുന്നു, സന്തോഷമായിരുന്നു, ജീവിതത്തിലെല്ലാം ആയി. അങ്ങനെ കഴിഞ്ഞു വന്നപ്പോ എനിക്ക് എന്റെ മോനായി. മൂത്തത് എന്റെ മോനായി കഴിഞ്ഞു. മോനായി കഴിഞ്ഞപ്പോ മുതല് പിന്നെ ഇച്ചിരിയൊക്കെ പിണക്കങ്ങളും പ്രശ്നങ്ങളും. അപ്പൊ എന്റെ ഭർത്താവ് ഇച്ചിരി കുടിക്കാൻ തുടങ്ങി, ചീട്ട് കളിക്കൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും പൈസ കളഞ്ഞധികമില്ല എങ്കിൽ തന്നെ അതങ്ങനെ തുടർന്ന് ഇച്ചിരിയൊക്കെ കുടിക്കാൻ തുടങ്ങി, പ്രശ്നങ്ങളാവാൻ തുടങ്ങി. അങ്ങനെ വഴക്കുകളൊക്കെ അങ്ങോട്ട് തുടങ്ങാൻ തുടങ്ങി. പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ അങ്ങനെ ജീവിതത്തിൽ ആ സ്വസ്ഥത സമാധാനം മാറാൻ തുടങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾക്ക് തന്നെ, എനിക്ക് എന്റെ അമ്മയുടെ ഇച്ചിരി വസ്തു ഉണ്ടാകാൻ വിട്ടിട്ടും എല്ലാം കൂടെ എന്റെ അമ്മയുടെ എന്റെ കുടുംബ വീടിന്റെ അടുത്ത് തന്നെ ഒരു കൊച്ചു വീടും സ്ഥലവും കൂടെ മേടിച്ചു. അവിടെ ഞങ്ങള് താമസിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ 3 വയസ്സ് കഴിഞ്ഞപ്പോ എന്റെ മോന് 3 വയസ്സായപ്പോഴത്തേക്ക് അടുത്ത മോളും ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അച്ഛനും എന്റെ വീട്ടുകാരും എന്റെ പ്രിയപ്പെട്ടവനും എല്ലാം കൂടെ ചേരാതായി. പ്രശ്നങ്ങളും വഴക്കും, ഒരു സമാധാനമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴങ്ങനെ ആയപ്പോണ്ട് പിന്നെ അവിടെ ഞങ്ങളങ്ങ് വിറ്റിട്ട് എന്റെ പ്രിയപ്പെട്ടവന്റെ വീടിന്റെ അടുത്ത് അവർക്ക് വസ്തു കൊണ്ടിച്ചിരി. അപ്പൊ അവിടെ തന്നെ പോയി ഒരു ചെറിയ വീട്, ഇതുപോലെ പച്ചക്കട്ട കിട്ടി ഓലയിട്ട് ഒരു ചെറിയ വീട് പെട്ടെന്ന് ഇങ്ങനെ വെച്ച് അവിടെ ഞങ്ങൾ താമസമായി കഴിഞ്ഞ് ഇങ്ങനെ അവിടെയും ചെന്നപ്പോഴും വഴക്കും പ്രശ്നവും കൊണ്ട് അവിടെയും പിന്നെ അവര് 4 പേരാ. എന്റെ വീട്ടിലെ 4 പേരാ. മൂത്തത് പെങ്ങൾ, ഇളയത് 3 ആണുങ്ങൾ. അങ്ങനെ 4 പേരാ. അമ്മയുണ്ട്, അച്ഛൻ ചെറുതിലെ മരിച്ചുപോയി. അങ്ങനെ അവരത്രയും പേര് ആ കുടുംബത്തിന്റെ ഇത്.
അപ്പൊ പെങ്ങള് കല്യാണം കഴിഞ്ഞു. എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒത്തിരി നാള് കഴിഞ്ഞിട്ട് ആ എന്റെ ചേട്ടൻ കല്യാണം കഴിക്കുന്നു. അങ്ങനെ എന്നാൽ പ്രശ്നമില്ല. ഇങ്ങനെ എങ്കിലും കുടിക്കും, എന്നെ അടിക്കും, ശരിക്കും അടിക്കും, എന്നെ ഇഷ്ടപ്പെടാതെ വരുന്നു, സമാധാനമില്ല. അപ്പൊ ഞാൻ അന്നേ ഈ ഓടി അമ്പലങ്ങളിൽ പോകും, അവിടെ സമാധാനം എന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളും ഞാനുമായിട്ടൊക്കെ പോകും. ഞാൻ ഒറ്റയ്ക്കായാലും അപ്പൊ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നപ്പോ അതിനടുത്ത് തന്നെ അവരുടെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, ഒരു അമ്പലമുണ്ട്. അപ്പൊ അവിടെ ഉക്കുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഓടിപ്പോകും, ചെന്ന് നിൽക്കും, കരയും. പക്ഷെ ഒരു ഇതുമില്ല, കൂടുതൽ പ്രശ്നങ്ങളും സമാധാനമില്ലാതെ, അസ്വസ്ഥതയില്ല, ഒരു സന്തോഷമില്ല. എല്ലാം ഉണ്ടെങ്കിലും ഇഷ്ടം പോലെ എല്ലാം അധ്വാനിച്ചു കൊണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ സമാധാനമില്ലാത്ത ജീവിതത്തിലേക്കായി തീർന്നു. അവിടെ അന്നേരം പ്രശ്നങ്ങളും വഴക്കൊക്കെ ആയപ്പോ ഞങ്ങൾ അവിടുത്തെ താഴത്തെ ആ വസ്തു അന്ന് അവിടുത്തെ വിറ്റ പൈസ കിടപ്പുണ്ടായിരുന്നു. ആ പൈസ ഇട്ട് അപ്പം പിന്നെ കുറച്ച് അധ്വാനിച്ച് നല്ല ആ പൈസയും കൂടിയിട്ട് ഞങ്ങൾ ഇച്ചിരി ദൂരം എന്റെ പ്രിയപ്പെട്ടവന്റെ വീടിന്റെ ഇച്ചിരി മാറി, ഇച്ചിരി ദൂരെ മാറി ഒരു 10-9 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ ഒരു കൊച്ചു വീട് ഇങ്ങനെ വെച്ച്. അപ്പൊ മോളുണ്ട്, മോനുണ്ട്, രണ്ടുപേരും പഠിക്കാൻ, ഒന്നിലായി, ഒരാള് പിന്നെ 2ലായി, പഠിക്കാനല്ല പോകാൻ തുടങ്ങി. അങ്ങനെ ആ വീട്ടിലെ അപ്പം കട്ട കെട്ടിയ ഒരു ഇങ്ങനെ ആണെങ്കിൽ ഓടിട്ട വീടാണ്. പക്ഷെ ഓടിങ്ങനെ ഇട്ട് ഈ പിന്നെ തെങ്ങിങ്ങനെ അർത്ഥ കൊച്ചു വീട്. അപ്പൊ അപ്പുറത്ത് സ്ഥലം കിടപ്പുണ്ട്, അവിടെ വീട് വെക്കാനുള്ള പ്ലാനിലൊക്കെ ഇരിക്കുക. അപ്പൊ അങ്ങനെ വീട് വെക്കാനൊക്കെ ഇങ്ങനെ പ്ലാനിൽ ഇരുന്ന സമയത്താണ് പിന്നെ പലപ്പോഴും വഴക്കും പ്രശ്നമാക്കും. പിന്നെ എനിക്ക് ജീവിക്കണമെന്നുള്ള ഒരു ചിന്തയില്ല. എനിക്ക് എപ്പോഴും അങ്ങ് പാരം. എനിക്ക് എന്റെ ചിന്ത മൊത്തം എന്തിനാ, എനിക്ക് സാമ്പത്തികമില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എന്നെ കാണാൻ കൊള്ളത്തില്ല, ഒന്നിനും ഒരു യോഗ്യതയില്ല, ഒരു കഴിവില്ല, എനിക്ക് ഒന്നിനും ഒരു കഴിവില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അങ്ങ് കരയാനല്ലാതെ ഒന്നിനും കഴിവില്ല. പക്ഷെ പിന്നെ എന്നാൽ എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാം ചെയ്യും. എന്റെ ജീവിതത്തിൽ എപ്പോഴും ഭാരം, താങ്ങാൻ വയ്യാത്ത വേദന, ഭാരങ്ങൾ വന്ന്. അപ്പൊ എന്റെ ഭർത്താവ് മിക്കപ്പോഴും കുടിച്ചിട്ട് വന്ന് ശരിക്കും എന്നെ അടിക്കും. അത് കുഞ്ഞുങ്ങൾക്കും അറിയാം, അടിക്കും, വഴക്കും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴേ ചിലപ്പോഴൊക്കെ പേടിയാ, വൈകിട്ട് വരും. അങ്ങനെ ഇരുന്നപ്പോഴാ അങ്ങനെ ഞാൻ ഇങ്ങനെ ജീവിതം ഇങ്ങനെ മരിച്ചാൽ മതി എപ്പോഴും ചിന്തയാകാം. മരിച്ചാൽ മതി, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, ഒരു സമാധാനം ഇല്ലാത്ത ജീവിതത്തിൽ എന്തിനാ ജീവിക്കുന്നത്? കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്, അവരെങ്ങനെയോ ആവട്ടെ. അവരെ പോലും പോലെ ചിലപ്പോഴും ഓർക്കും, അവരുടെ കാര്യം ഓർക്കുമ്പോ പ്രയാസമാണ്. കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് നമ്മള് എങ്ങനെ മരിക്കുന്നതൊക്കെ. അപ്പൊ അങ്ങനെ ചിന്തിച്ചിരുന്നപ്പം ഞാൻ അമ്പലത്തിൽ ഓടി പോകുന്ന എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷെ സമാധാനമില്ലായിരുന്നു, സ്വസ്ഥതയില്ല. അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ഞാൻ പറയാം, 1994 ഡിസംബർ 24 അതിന്റെ തലേന്ന് എന്നെ അടിച്ച്, അതിന്റെ തലേന്ന് ശരിക്കും എന്നെ അടിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ മരിക്കുക മാത്രമേ ഇനി ഇതുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് ഇനി ഓരോന്നൊക്കെ പറയും. എനിക്കത് സഹിക്കാൻ വയ്യാത്ത ഒരു വേദന പോലെ എപ്പോഴും. അപ്പൊ രാവിലെ അതിനുമുമ്പ് തന്നെ ഈ ബന്ധക്കോസുകാരൊന്നും, അപ്പൊ ഞങ്ങളുടെ വീടിന് തൊട്ട് താഴെ ഒരു ബന്ധക്കോസുകാരുണ്ട്. അവരിങ്ങനെ ആരാധിക്കും, ഭയങ്കര ബഹളമൊക്കെ വെക്കും. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളുടെ വീടിന്റെ അവിടെ പോയി നിന്നിട്ട് ഓർക്കും, ഇവരെങ്ങനെ ഇത്രയും ബഹളം വെക്കുന്നത്, ഇവരെന്തോ. അപ്പൊ അവരിങ്ങനെ കാണാൻ പറ്റത്തില്ലെങ്കിൽ നല്ല ബഹളം, പാട്ടുകള്, അങ്ങനെയൊക്കെ ഇതെങ്ങനെ ഇത്രയും ഇങ്ങനെ പിന്നെ തന്നെയല്ല ഞാനിത്തിരി ആഡംബരം അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒത്തിരി കളറുള്ള ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ആഡംബരം അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്ന സമയത്ത് 1994 ഡിസംബർ 24 ശനിയാഴ്ച 9:15 ഞാൻ ഓർത്ത് ഇനിയും മരിക്കുക, ഇനിയും ജീവിതമേ വേണ്ട. അന്നേരം ആരും അറിയത്തില്ല, ട്രെയിൻ ചാടി പോകാം എന്നുള്ള ഒരു ചിന്ത മാത്രം എപ്പോഴും. അങ്ങനെ രാവിലെ എല്ലാം ഒരു ആടുകൊണ്ട് അതിനെല്ലാം ചെയ്ത് ജോലിയെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ട് മോനെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ ഇനി അച്ഛന്റെ കൂടെയുള്ള ഇതെനിക്ക് വയ്യ, ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. അന്നേരം ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ 2 പേരും നല്ലപോലെ പഠിച്ച് നല്ലതായിട്ട് ജീവിക്കണം, നല്ല കുഞ്ഞുങ്ങളാകണം എന്നിങ്ങനെ പറഞ്ഞു. അമ്മയ്ക്ക് ഇനിയും വയ്യ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോ മോൻ എന്നെ എളുപ്പം പറഞ്ഞു, ഇല്ലമ്മേ ഞാനങ്ങ് അമ്മയുടെ വീട്ടിൽ പോകും, അച്ഛന്റെ കൂടെ നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പൊ മോൾ എന്നോട് പറഞ്ഞു, ഇല്ലമ്മേ ദൈവമുണ്ട്, അമ്മ ദൈവത്തെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ ഇനി രക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടോ? അപ്പൊ പറഞ്ഞു, ഉണ്ടമ്മേ രക്ഷിക്കുന്ന ദൈവമുണ്ട്, അമ്മ ദൈവത്തെ വിളിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു ദൈവത്തെ നമുക്കറിയത്തില്ല. നമ്മുടെ ആ ചുറ്റുപാടിൽ നമുക്കുള്ളവര് തന്നെയല്ല ഇങ്ങനെ കഴിയുന്നുണ്ട്. ആരും വരുവോ പറയോ ഒന്നും നമുക്ക് ഇതേപ്പറ്റി ഒന്നും അറിയത്തില്ല. ആരെങ്കിലും തന്നെ ഈ യേശുവിനെ പറ്റി പറഞ്ഞാൽ ഞാൻ എളുപ്പം പറഞ്ഞ ഞങ്ങളുടെ ദൈവവും കേൾക്കുന്നല്ലോ, ഞങ്ങളുടെ ദൈവവും ഉണ്ടല്ലോ, ഞങ്ങൾ വിളിക്കുന്ന ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിലോട്ട് നമുക്ക് ശ്രദ്ധ ഒട്ടും വരുത്തില്ല. പക്ഷെ അന്ന് ആ സമയം അങ്ങനെ പറഞ്ഞു. എന്റെ മോൾ ഇങ്ങനെ പറഞ്ഞപ്പം കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോന്നേ ആ അതിവേദനയോട് ഞാൻ ഇങ്ങനെ ഇരുന്ന്, ഞാൻ മുറിക്കകത്തേക്ക്, ഞാൻ പറഞ്ഞല്ലോ കൊച്ചൊരു വീടാ, ഓടാണെങ്കിലും കുഞ്ഞൊരു വീട്, അതിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞിരിക്കൊണ്ട് ഒരു നല്ല തെങ്ങിന്റെ ഒത ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ആ റൂമിന്റെ അവിടെ. ഇങ്ങനെ ഒരു വരാന്ത പോലെ ചെറുത് വന്നിട്ട് ഇങ്ങനെ ആ വരാന്തയിൽ കൂടി ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ ഒരു അടുക്കള, ഒരു ചെറിയ കാര്യം, ഇപ്പുറത്തെ ഒരു റൂമാ. അപ്പൊ ഞാൻ റൂമിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പം ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ക്രൂശുമേ തൂങ്ങി യേശുപ്പൻ എന്റെ മുന്നിലേക്ക് ഇനി വന്ന്.
അപ്പൊ ഞാൻ പറയാം കർത്താവെ ആദ്യമായിട്ട് വിളിക്കുക. അപ്പൊ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ എന്റെ ആ ക്രൂശുമേ തൂങ്ങിയ ആ തെങ്ങിന്റെ അവിടെ ആദ്യം കണ്ടിട്ട് എന്റെ അടുത്ത്, അപ്പൊ അതിന്റെ അവിടെ കട്ടിൽ കിടക്കുന്നു. അതിന്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് തോന്നി ആ രക്തം എന്റെ തലയിൽ കൂടി ഇങ്ങനെ ഒഴുകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ പറയുന്ന അന്നേരം ആദ്യം വിളിക്കും ഞാൻ, കർത്താവെ എന്നെ ഇല്ലാതായി, ഞാൻ ഇല്ലാതെ പോന്ന ഇത് എന്നെ നടത്തണേ, ഇങ്ങനെ പറഞ്ഞു തീരുകയും ഇങ്ങനെ ഇച്ചിരി നേരം ഞാൻ നേരിട്ട് കണ്ണ് തുറന്ന് തന്നെ കണ്ണടച്ചൊന്നുമല്ല, അങ്ങനെ കണ്ടു കഴിയും ആ രൂപം അങ്ങ് ആ യേശുപ്പച്ചന്റെ ആ ഇതങ്ങ് മാറിപ്പോയി. ആ നിമിഷം എന്റെ മരണം നീങ്ങിപ്പോയി. ആ നിമിഷം എന്റെ മരണം നീങ്ങിപ്പോയിട്ട് ആരും തരാത്ത സമാധാനം, ആരും തരാത്ത ഒരു സന്തോഷം, എന്തോ ഒരു ബലം, എന്തോ ഒരു അതെങ്ങനെ പറഞ്ഞറിയിക്കത്തില്ല, അതുപോലത്തെ ഒരു സമാധാനം എന്റെ ജീവിതത്തിലേക്ക് ദൈവം യേശുപ്പൻ എനിക്ക് തന്നു. അങ്ങനെ തന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക്, ആരും പറയുന്നല്ല, പെട്ടെന്ന് എനിക്ക് തോന്നി വേദപുസ്തകം വായിക്കണമെന്ന്. ഞാൻ പറയല്ല 5 വരെ പോയിട്ടുള്ളൂ. പിന്നെ അതേപ്പറ്റിയുള്ള വായനയോ മങ്ങളോ അത് ഇതൊക്കെ ഇങ്ങനെ അറിയാവുന്ന അക്ഷരം വെച്ച് വായിക്കുമെങ്കിലും പിന്നെ ഒരു എഴുത്തോ വായനയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത് കൊണ്ട് അതിലോട്ട് വലിയ താല്പര്യമോ കാര്യങ്ങളില്ലാത്തത് അത്രയ്ക്കും അക്ഷരം കൂട്ടി വായിക്കാൻ എന്റെ പേര് മാത്രമേ മലയാളത്തിൽ എനിക്ക് എഴുതാൻ അറിയൂ, ബാക്കിയൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ എന്റെ കൂട്ടുകാരി, ഞാൻ അവിടെ ചെന്നപ്പോ അല്ലെ എന്റെ ഒരു ഒറ്റ സുഹൃത്ത്, അത്ര സ്നേഹിക്കുന്ന ഒരു കൂട്ടം, അന്ന് അവര് മർത്തോമാല, ഇന്ന് ബന്ധക്കോസില. അപ്പൊ ഞാൻ ചെന്ന് ഗ്രേസ്മാമോട് പറഞ്ഞു, ഗ്രേസ്മാമ എനിക്ക് ആ വേദോത്സവം. അപ്പൊ അവർക്ക് വിശ്വസിക്കാൻ വയ്യ, നീ എന്തോ ഈ പറയുന്നത്, നീ വേദോത്സവം. ഞാൻ പറഞ്ഞില്ല മാമ, ഞാൻ എന്റെ യേശുവിനെ കണ്ട്, എന്റെ യേശുവിനെ മാത്രം മതി, എന്റെ യേശു എന്നെ മരണത്തിൽ നിന്ന് ജീവിച്ച്, എന്റെ യേശു പിന്നെ ജീവിക്കുന്ന ദൈവമാണ്. അന്നേരം അതുകൊണ്ട് എനിക്ക് ആ വേദപുസ്തകം. അപ്പൊ അവരും ഒന്നും ചിന്തിച്ചില്ല, അവരൊരു പാട്ടുപുസ്തകം, അവർ അന്നൊക്കെ ഇന്നത്തെ കാലത്ത് ഒത്തിരി വേദപുസ്തകമൊക്കെ എല്ലാവർക്കും ആളമാണ്, അന്ന് അങ്ങനെ ഇല്ലല്ലോ ഒരു വേദപുസ്തകം. അവര് ഒരു പേപ്പറിനകത്തോട്ട് എളുപ്പം എടുത്തൊരു വേദപുസ്തകം ഒരു പാട്ടുപുസ്തകം കൂടെ എടുത്ത് പൊതിഞ്ഞ് എന്റെ കൈ തന്നു. എനിക്ക് എന്തെന്നോ സന്തോഷം, എന്ത് സമാധാനം, മരണം നീങ്ങി പോയല്ലോ. അപ്പൊ അത് ആ സന്തോഷം ഇങ്ങനെ എന്റെ ഉള്ളത്തി. അപ്പൊ അത് കൊണ്ടുവന്ന് വെച്ച് ഞാൻ വായിക്കാൻ തുടങ്ങും. പക്ഷെ ഒന്നും എനിക്കറിയത്തില്ല, പിന്നെ ഉൽപ്പത്തി തുറന്നാ വായിക്കാൻ തുടങ്ങുന്ന ആദ്യം ഒത്തിരി പേരുകൾ മാത്രം, ഒന്നും എനിക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലായില്ലെങ്കിലും മനസ്സിലാക്കുന്ന യേശുപ്പച്ചൻ എനിക്ക് സമാധാനം, ആ സമാധാനം കത്തിക്കൊണ്ടിരുന്നതിൽ നിന്ന് ഐസ് വെച്ച് തണുപ്പിക്കുമ്പോൾ ആ സമാധാനത്താൽ എന്നെ നിറയ്ക്കാൻ തുടങ്ങി, ആ സന്തോഷത്താൽ എന്നെ നിറയ്ക്കാൻ തുടങ്ങി. ഇനി ജീവിക്കണമെന്നുള്ള ആശ തന്ന്, ആ പ്രത്യാശ തന്ന് എന്നെ ധൈര്യപ്പെടുത്തി ആ വചനം വായിക്കും. അപ്പൊ പിറ്റേന്നൊക്കെ പിന്നെ ഞാൻ എങ്ങും പോകത്തില്ല, പിറ്റേന്ന് എളുപ്പം കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യുക. എനിക്ക് വേദപുസ്തകം വായിക്കണം, ആ ഒരു സന്തോഷം. എളുപ്പം ജോലികളൊക്കെ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, എളുപ്പം വേദപുസ്തകം. അപ്പൊ ഞാൻ ഒത്തിരി തമാശ പറയുകയൊക്കെ ചെയ്യാം. അപ്പൊ ആ കൂട്ടൊക്കെ ചുറ്റോടുള്ളത് അധികം അടുക്കാൻ പോയില്ല. പിന്നെ എനിക്ക് കൂടുതൽ കാര്യം പറയാൻ, ജോലികളൊക്കെ തീർക്കുക, കാര്യമെല്ലാം ചെയ്യും, എല്ലാം എളുപ്പം ചെയ്തിട്ട് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്തുവാ ഒരു ചാക്ക, അന്നൊക്കെ ഒരു പായൊക്കെ ഉള്ളല്ലോ, അതോ ഒരു ചാക്ക മിക്കവാറും എടുത്തിട്ട് ഞാൻ എളുപ്പം പായോ എടുത്തിട്ട് എളുപ്പം ഈ വേദപുസ്തകം വായിക്കുക. അറിയത്തില്ല, പക്ഷെ എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കാൻ കുറെ പേരുകൾ മാത്രം. അന്നേരം അതെല്ലാം ഇങ്ങനെ, പക്ഷെ ഞാൻ വായിക്കും തോറും സമാധാനവും സന്തോഷവും, എന്തോ ജീവിക്കാനുള്ള പ്രത്യാശ, ജീവിക്കാനുള്ള ധൈര്യം, എന്തൊക്കെ എന്റെ അപ്പൻ എന്റെ ഉള്ളത്തിലേക്ക് അങ്ങ് തന്നുകൊണ്ടേ. അങ്ങനെ ഞാൻ വായിച്ചോണ്ടിരിക്കും. എളുപ്പം പറയാം, ആദ്യം 21 ദിവസം വരെ ഒരു പ്രശ്നവും എന്റെ പ്രിയപ്പെട്ടവനില്ലായിരുന്നു. കുഴപ്പമില്ല, ഒന്നും പറയത്തില്ല ഞാൻ. പക്ഷെ പോകുന്നില്ല, അമ്പലത്തിൽ പോകുന്നില്ല എന്നറിയാം, കുഞ്ഞുങ്ങളും പിന്നെ പോയിട്ടില്ല, എല്ലാം പോകുന്നില്ലെന്നറിയാം. അങ്ങനെ ആണെങ്കിലും 21ാമത്തെ ദിവസം മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി. എന്നോട് പറഞ്ഞു, നീ എന്താ? അപ്പൊ ജോലി കഴിഞ്ഞ്, അപ്പൊ ലോഡിങ്ങിനെ പോകുമായിരുന്നു. അപ്പൊ ജോലി കഴിഞ്ഞ് വരുമ്പം ഞാൻ അമ്പലത്തിൽ കയറി ചെല്ലുന്നില്ല, ആരുമായിട്ട് വലിയ സഹകരണമില്ല, എന്തോ ഒരു പുസ്തകം എടുത്തു വെച്ച് വായിക്കുക, അങ്ങനെയുള്ള ഇത് പോകുന്ന എന്തുവാ കാര്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കാണും. കൂട്ടുകാർ പറയുമായിരിക്കുമല്ലോ, അവർ വെള്ളമടിക്കുന്നവരെല്ലാം കൂടെ കൂടുമ്പോഴൊക്കെ എന്ത് ചുറ്റോടുള്ളവർ എന്ത് പറയുന്നത് നമുക്കറിയാം. അങ്ങനെ പറഞ്ഞ് പ്രശ്നങ്ങളാവാൻ തുടങ്ങി, കെറുവാവാൻ തുടങ്ങി, എന്നെ അതിന്റെ പേരിൽ അടിക്കാൻ തുടങ്ങി, പ്രശ്നങ്ങൾ അങ്ങ് മൂക്കാൻ തുടങ്ങി. അങ്ങനെ ആയി. നീ പ്രാർത്ഥിക്കുന്നോ? അവിടെ ആരെങ്കിലും വരുന്നോ? അപ്പൊ എവിടെ പോകണോ, ആര് വരണോ ഒന്നും എനിക്കറിയത്തില്ല. അതിനിടയ്ക്ക് തന്നെ വലിയൊരു ദൈവം ഒരു പ്രവൃത്തി എന്റെ ജീവിതത്തിൽ ചെയ്തെന്ന് പറഞ്ഞാല്, ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഈ വേദപുസ്തകം കൊടുക്കണമല്ലോ. അപ്പൊ ആ വേദപുസ്തകം കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ ആരോട് ചോദിക്കാൻ, ആര് തരാൻ എനിക്ക് വേദപുസ്തകം? ഇനി അവരുടെ വേദപുസ്തകം കൊടുക്കാൻ വേണം. അപ്പൊ ഈ കൊടുക്കേണ്ട എന്റെ തലേന്നുണ്ട് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ എന്റെ പ്രിയപ്പെട്ടവന് ഇതുള്ളവര്. അപ്പൊ ആ കൊച്ച് ബോംബെന്ന് വന്നപ്പോ എന്നോട് ഇത്തിരി പലകാരം മുട്ടായി എല്ലാം കൂടെ കൊണ്ടു തന്നിട്ട് ഞാൻ അന്നേരം എടുത്തു കാര്യം പറയുന്ന പോലെ പാടുന്നേ, കാര്യം പറയുന്ന പോലെ വേദപുസ്തകം വായിക്കുന്നേ. ഒന്നും അറിയത്തില്ല, പ്രാർത്ഥിക്കുന്നതല്ലേ യേശുവിനോട് കാര്യം പറയുക, ഇതുപോലെ കാര്യം പറയാമെന്ന് പ്രാർത്ഥിക്കാം, ഇന്നും അത്ര അറിയത്തില്ലെങ്കിലും. അങ്ങനെ പറഞ്ഞപ്പം എന്നോട് വന്നു, ചേച്ചി ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് പിന്നെ മോനെ, ലോകത്തെ സമാധാനം തരുന്നേ ഒരു രക്ഷകൻ, സമാധാനം സന്തോഷം തരുന്ന ദൈവത്തെ ഇപ്പൊ ഞാൻ വിളിക്കും. ചേച്ചി ഞങ്ങളും അവിടൊക്കെ അങ്ങനെയൊക്കെ പോകും, നല്ലയാന്ന് പറഞ്ഞിട്ട് എന്നോട് ചേച്ചിക്ക് ഒരു വേദപുസ്തകം വേണം.
ഞാൻ പറഞ്ഞു വേണം മോനെ. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നപ്പം എന്റെ ഓട്ടോയിൽ ഇരുന്ന് വേദപുസ്തകം കിട്ടി, ഞാനതെടുത്ത് എന്റെ പെട്ടിക്കകത്ത് വെച്ചത്. ദൈവത്തിന്റെ കരുതൽ എനിക്ക് വേണ്ടി മുന്നമേ അപ്പൻ എന്നെ വിളിച്ചപ്പോഴേ എന്റെ അപ്പൻ എനിക്ക് വേദപുസ്തകം കൂടെ കരുതി എന്നുള്ള എന്റെ വലിയൊരു അടയാളമായിരുന്നു. അപ്പൊ അത് അവർ കൊണ്ടു തന്നു. ഞാൻ ആ പാഠ്യപുസ്തകം തിരിച്ചു കൊടുത്തില്ല, വേദപുസ്തകം അവർക്ക് കൊടുത്തു. പക്ഷെ ഈ വേദപുസ്തകം അടുത്തത് കർത്താവ് എനിക്ക് തന്നു. ആരോട് ചോദിക്കണം അറിയത്തില്ല, പക്ഷെ കരുതുന്ന അപ്പൻ. നമ്മളെ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു അപ്പനും കൂടെ ആദ്യം തന്നെ എന്റെ കർത്താവ് എനിക്ക് എന്റെ അപ്പൻ എനിക്ക് മനസ്സിലാക്കി തന്ന എന്നെ മുന്നോട്ട് കൊണ്ട്. അവിടുന്ന് 10-21 ദിവസമായി. പിന്നെ പ്രശ്നങ്ങളായി, ചെലവിന് തരാതായി, വഴക്കായി, എന്നെ അടിക്കാൻ തുടങ്ങി, എന്നെ ഇടിക്കാൻ തുടങ്ങി. നീ പ്രാർത്ഥിക്കുക, നീ അങ്ങനെ പോവാ ഇങ്ങനെ പോവാന്ന് പറഞ്ഞ് പ്രശ്നമായി. പറയട്ടെ, 1995 അതിന്റെ ഇടയ്ക്ക് ഭയങ്കര പ്രശ്നങ്ങൾ, ചെലവിന് എത്തില്ല, വിഷയങ്ങൾ, പ്രശ്നങ്ങളൊക്കെ. ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഇരുന്നപ്പോ എന്റെ ഈ കുറ്റിക്ക് നീ പ്രാർത്ഥിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ഒരടി അടിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ തീപ്പൊരി പോലെ ഇങ്ങനെ പറഞ്ഞു, തീപ്പൊരി പോലെ കണ്ണിക്കൂടെ തീപ്പൊരി പോലെ ഇങ്ങനെ ഒരു അടിയുടെ ആ ഓക്ക്. എന്നാലും എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല. എന്റെ യേശു ജീവിക്കുന്നു. എന്റെ അപ്പം മരണത്തിൽ നിന്ന് വിടിവിച്ച്. അതുകൊണ്ട് എനിക്ക് ഈ ലോകത്തെ പറ്റിയോ അങ്ങനെ ഒരു ഭാരോ പ്രയാസോ ഒന്നും തന്നെയല്ല. അങ്ങനെ കഴിഞ്ഞ് അത് അങ്ങനെ ആ പ്രശ്നമായി 1995 ഏപ്രിൽ മാസം 25-ാം തീയതി രാത്രി വന്നപ്പോ അപ്പൊ വരുന്നതിന് മുമ്പ് ഞങ്ങളങ്ങ് പാടുന്ന കാര്യം പറയുന്നാലും അപ്പൊ കുഞ്ഞുങ്ങളും ഞാനും കൂടെ. അപ്പൊ അന്ന് ഇങ്ങനെ പ്രശ്നങ്ങളായപ്പോ അവര് വാതൊക്കെ ചെന്ന് നിൽക്കും, അച്ഛൻ വരുന്നു. അമ്മ പറയാം അച്ഛൻ വരുന്നില്ല, അമ്മ പാടിക്കോ അല്ലെ പ്രാർത്ഥിച്ചോന്ന് പറയാം. അറിയത്തില്ല പ്രാർത്ഥിക്കാനെന്ന് ചോദിച്ചപ്പോ രക്ഷിക്കണേ, അനുഗ്രഹിക്കണം, പ്രശ്നങ്ങൾക്കൊക്കെ നീ അവിടുന്ന് കാക്കണം, ഇത്രക്കേ അറിയത്തുള്ളൂ. ഈ അറിയാവുന്നവര് കുറെ വചനവും വായിക്കും, കാര്യം പറയുന്നവര് പാട്ടുപാട്, കാര്യം പറയുന്നവര് വേദോത്സവം എത്ര പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് അന്ന് ഈ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നോ ഇല്ലയോ എന്തുവാന്ന് അറിയാനെക്കൊണ്ട് നേരെ വരാതെ വേറൊരു വഴി കൂടെ വന്നു. അത് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇവരും ഇങ്ങനെ വന്ന് എന്റെ പ്രിയപ്പെട്ട മിറ്റത്ത് ഇങ്ങനെ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ ഈ വേദപുസ്തകം എടുത്ത് മോൾ അന്ന് അലൂമിനിയത്തിന്റെ സ്റ്റീലും കൊണ്ട് ഒരു പെട്ടിയുണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്നു. അപ്പൊ ആ പെട്ടിയുടെ ഇടയ്ക്ക് ആ പാഠപുസ്തകം വേദപുസ്തകം കൊടുക്കും. അപ്പൊ കേറി വന്നിട്ട് പറഞ്ഞു, അപ്പൊ ഇച്ചിരി പൈസ കൊടുത്തിട്ട് എന്നോട് ചോദിച്ചു പൈസ കിട്ടി. ഞാൻ പറഞ്ഞില്ല. അപ്പൊ വരുന്നതിനെ കാപ്പി ഇട്ട് കൊടുക്കുന്ന വരും, എനിക്ക് കാപ്പിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ പിന്നെ എങ്ങനോ കഴിഞ്ഞോ, ഇനി ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നില്ല, വേദപുസ്തകം എന്തെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേദപുസ്തകം. അപ്പൊ എന്നെ ഒത്തിരി അടി കൊള്ളുന്നോണ്ട് എനിക്കൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ എളുപ്പം ചാടി അങ്ങ് മിറ്റത്തിറങ്ങിയപ്പോ ചോദിച്ചു വേദപുസ്തകം എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു വേദപുസ്തകം മോളെ ഇനി വല്ലതും ചെയ്യോ, മോനെ ചെയ്യോ ഇല്ലയോ വല്ലതും ചെയ്യോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു മോളെ വേദപുസ്തകം അങ്ങ് എടുത്തു കൊടുക്കും, മോളെ പഠിക്കാൻ പോകുന്ന പെട്ടിക്കകത്തിരിപ്പണ്ട് വേദപുസ്തകം എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വേദപുസ്തകം എടുത്ത് മോളെന്ത് ചെയ്ത് വേദപുസ്തകം എടുത്ത് കൊടുത്തു ഉടനെ പറഞ്ഞു മോന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചൂടെ. അപ്പൊ അവൻ പറഞ്ഞു അച്ഛൻ അങ്ങ് ചൂടെ. അപ്പൊ മോള് പറഞ്ഞു അച്ഛൻ അങ്ങ് ചൂടാവും. അപ്പൊ മോടെ കൈ കൊണ്ട് കൊടുത്തപ്പോ എനിക്ക് വയ്യ അച്ഛന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ അതൊന്നും ചെയ്തില്ല, എടുത്ത് എറിഞ്ഞതേ ഉള്ളൂ. ആ വേദപുസ്തകം അങ്ങ് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് അടിക്കുമെന്ന്, എന്നെ തീർത്തും എനിക്കറിയാം അടിക്കുന്നത്. അപ്പോഴേ ഞാൻ മിറ്റത്തേക്കുമല്ലേ. അപ്പൊ എന്നോട് സ്നേഹത്തോട് വിളിച്ചിട്ട് കയറി വന്നിട്ട് നീ ഇതൊക്കെ എടുത്ത് വെച്ചോ, ഇനി നിന്റെ കൂടെ ഞാൻ നിൽക്കുന്നില്ല, എന്റെ വീട്ടിൽ അമ്മയുണ്ട്, അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോവാ എന്ന് പറഞ്ഞു. അപ്പം നീ ഇനി ആരെയോ പ്രാർത്ഥിക്കോ എന്തോ ചെയ്തോ, ഞാൻ നേട്ടി യാതൊരു ഇതില്ല. അപ്പൊ ഞാൻ അന്നേരം പറയുന്നു, ഞാൻ ചേട്ടാന്നാ വിളിക്കുന്നതെന്ന്. അന്നേരം എന്റെ പ്രിയപ്പെട്ടവനോട് ഞാൻ പറഞ്ഞു ഇതുപോലെ എന്നെ ഇനി അടിക്കരുത്, വേണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ പൊക്കോളാം, എന്നെ ഇനി അടിക്കരുത്, അടി കൊള്ളാൻ ഇനി എനിക്ക് വയ്യ, നിന്നെ ഒന്നും ചെയ്യത്തില്ല, സ്നേഹത്തോട് വാകുമാരി നിന്നെ ഞാനൊന്നും ചെയ്യത്തില്ല, ഇനി എന്തിനാ ഞാൻ നിന്നെ അടിക്കുന്നത്, ഞാനങ്ങ് പോവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ കേറി വന്ന് കഴിഞ്ഞപ്പം ഒരു ഇങ്ങനെ വെട്ടൂത്തി കുനിഞ്ഞെടുത്തായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇന്നും ഒരു സത്യം എനിക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു സാക്ഷിയായിട്ട് നിൽക്കേണ്ടത് കൊണ്ടായിരിക്കും എന്റെ അപ്പൻ എന്നെ വിടിവിച്ചെന്ന് തോന്നുന്നു. എങ്ങനെന്ന് ആ സത്യം അറിയത്തില്ല. അത് ഇട്ടിട്ട് ഓടി വന്നെന്നെ അപ്പോഴത്തേക്ക് ഇതെടുത്തപ്പോ ഞാൻ ഓടി വാതൊക്കെ വന്നു. ഇങ്ങനെ ഒരു മുറി, ഇങ്ങനെ ഒരു വാതൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഞാൻ എളുപ്പം എടുത്ത് ഇങ്ങനെ അങ്ങ് വയ്യ എന്നെ തൊഴിച്ചങ്ങ് ഇങ്ങനെ മുറ്റത്തോട്ട് വന്നപ്പോ തൊഴിച്ചങ്ങ് താഴെയിട്ട് ആ വീഴ്ചയുടെ ഇതിലെ തലചെന്നടിച്ചോ എങ്ങനെയാ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് അവിടെ പെട്ടെന്ന് എണീക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയായി. അപ്പൊ അവിടെ ഇട്ട് വലിയൊരു കമ്പ് പോയെടുത്തൊരു വിറക് ഇങ്ങനെ തീയരിക്കുന്ന ഇങ്ങനെ മുറിച്ച്, അപ്പൊ അത് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് എന്റെ കയ്യോ കാലോ തല്ലി ഓടിക്കണം നീ ഇങ്ങനെന്ന് പറഞ്ഞായിരിക്കും ഓടിപ്പോയി. അതെടുത്ത് ഞാൻ ഓടി. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് ഇങ്ങനെ 9 മണി സമയമായി. അപ്പൊ ഞങ്ങളുടെ അവിടുന്ന് വീടിന്റെ അവിടുന്ന് നേരെ രാത്രി 8:45 9 മണിയായി. ഇപ്പൊ എല്ലാരും ടി വി കാണുന്നതൊക്കെ. അപ്പം ടി വി
വാക്കത്തി എടുത്ത് വെട്ടാൻ വന്നിട്ട് എങ്ങനെ പോയി നിന്നും അറിയത്തില്ല. ഞാൻ പുറമോട്ട് നോക്കുന്നില്ലല്ലോ. എങ്ങനെ അത് താഴെ പോയി അതെന്തോ ചെയ്ത് എങ്ങനെ ഇട്ടു ഒന്നും എനിക്ക് അറിയത്തില്ല. അത്രയും മാത്രമേ കാണുള്ളൂ. എങ്ങനെ പോയെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പുറമോട്ട് നോക്കും. ഞാനും ഓടുമല്ലേ മുറ്റത്തോട്ട് ഓടി വരുമല്ലേ, രക്ഷപ്പെടാൻ ഓടുമല്ലേ. അപ്പൊ അവിടുന്ന് ഓടി അടുത്തൊരു വീടുണ്ട്. അപ്പൊ ഞങ്ങളുടെ അവിടുന്ന് ഇറങ്ങി ഇച്ചിരി റോഡുണ്ട്. റോഡിന്റെ അവിടുന്ന് അടുത്ത് ഇച്ചിരി ഓടണം. അവരുടെ തൈ റബ്ബറുകളാ. ആ തൈ റബ്ബറിന് ഇടയ്ക്കൂടാ അവരുടെ വീട്ടിലേക്ക് ഓടിപ്പോണം. ആ വീട്ടിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു പറയുന്ന ശേഷം പട്ടി എന്നെയൊന്നും ചെയ്തില്ല. അവര് കതവ് തുറന്നില്ല. അപ്പൊ മേളിലെ കേറൊക്കത്തിലെ തിട്ടയാ, താഴോട്ട് കണ്ടത്തിന്റെ വയര് കെട്ടി കല്ല് കെട്ടി. അപ്പൊ ഇരുട്ടുമല്ലേ, എങ്ങോട്ടും പോവയ്യ. ഞാൻ അവിടെ അങ്ങ് വീണുപോയി. ആ ഊടിന്റെ ഊക്കൽ വില്ലേ ഇടിച്ചു വീണേന്റെ ആയി. അവിടെ ഇട്ട് എന്റെ ശരീരത്തെ ആവോളം അടിക്കാൻ തുടങ്ങി. അവിടെ പിടിച്ചെന്നെ മുടിക്കൊക്കെ കുത്തിപ്പിടിച്ചാ പിടിച്ച് മേലെ പൊക്കുക, എന്നെ അടിക്കും. പുറമൊക്കെ ഇടിച്ച് അങ്ങ് ഇടിക്കുക. നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ നല്ല ഇടിക്കുക, എന്നെ തെള്ളിയിടുക. കല്ല് ഇങ്ങനെ തിട്ടയുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരുക, നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരുക. അപ്പൊ ഈ മുടിയെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന ഇങ്ങനെ ഇടിക്കും. ഇവിടൊക്കെ ഇങ്ങനെ ഇടിക്കുകയും എന്നെ ശരീരത്തെ പട്ടി കടിച്ചെന്നാ പറയുന്നത്. ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. അന്നേരം ആ ദേഷ്യവും കൂടെ കാണും. തന്നെയെല്ലാം ഞാൻ ഓടിയ ദേഷ്യവും എല്ലാം കൂടെ ആയപ്പോ സഹിക്ക വയ്യാതെ എന്റെ ശരീരത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെയ്യുന്നേ. അപ്പൊ ഇങ്ങനെ ഞാൻ ശരീരത്തിലെ അപ്പൊ വീഴുമ്പോഴൊക്കെ ഇവിടെ കാല് വെച്ച് ഇങ്ങനെ ചവിട്ടും. വയറ്റത്തൊക്കെ പടപടാ എന്തോ ശബ്ദം കേൾക്കും, ചവിട്ടും. പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഈ കയ്യപ്പൊക്കെ ഇടിക്കുകയും ഈ ചെവിയാണെങ്കിൽ ഇങ്ങനെ വീണോ എന്തോ ചവിട്ടി ഇവിടെ അങ്ങ് അടന്നു പോയി ചെവി ഇങ്ങനെ ഈ സൈഡ് അങ്ങനെ അടന്നിട്ട് അതങ്ങനെ വേദന. അപ്പൊ അങ്ങനെ ആ ചവിട്ടി എന്റെ ശരീരത്തിലെ ഈ ദണ്ഡനം മൊത്തം ഇങ്ങനെ അടിക്കുന്നെങ്കിലും ഞാൻ നല്ല ബലമായിട്ടാണ് നിൽക്കുന്നത്. അതെന്തോന്ന് അറിയത്തില്ല. അപ്പൻ എന്റെ കൂടി ഇരുന്ന് എന്നെ ബലപ്പെടുത്തുക. അപ്പൊ ആ അടി അത്രയും കൊണ്ട് കഴിഞ്ഞിട്ടും എനിക്ക് ശരീരത്തിന് അപ്പൊ ഒരു ഇതുണ്ട് വല്ലാതെ. അപ്പൊ അങ്ങനെ അടിച്ചു കൊണ്ടുപോയിട്ട് അപ്പോ നാട്ടുകാർ മൊത്തം കൂടുന്നുണ്ട് ഈ ബഹളം കേട്ടിട്ട്. ഞാനും കാര്യമല്ല, എന്റെ കുഞ്ഞുങ്ങളും കിടന്ന കാര്യമില്ല. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ചിലര് പറയും എന്തിനാ പ്രാർത്ഥിക്കാൻ പോയോണ്ടല്ലയോ, ചിലര് പറയും വിട് എന്ന് പറയും ഒക്കെ. പക്ഷെ അവസാനം വന്നപ്പോ എനിക്കറിയാം എന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ രക്ഷയോടില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഇനി പോകുന്നില്ല എന്ന് എന്തോ എന്റെ ഉള്ളത്തിൽ എന്റെ യേശപ്പച്ചൻ പറഞ്ഞു. എന്തോ ഞാൻ തീരുന്നില്ല, ഇനി ഞാൻ വീട്ടിലോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു കൊച്ചു തൈറ വരയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് ഈ ഇടത്തെ കൈ, ഈ വലത്തെ കൈ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കില്ലേ. ഈ വലത്തെ കൈ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടന്നപ്പോ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണല്ലോ. അപ്പൊ ഈ കൈ ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ട രണ്ട് കൈയും കൂടെ അങ്ങോട്ട് പിടിച്ചിട്ട് ഈ കൈ ഇപ്പൊ ഇങ്ങോട്ട് ഒലച്ചൊലച്ച് ഈ കൈയുടെ ഇവിടുത്തെ ഇതങ്ങ് ആവുക, തൊലിയൊക്കെ ഒരുമാതിരി പോകാൻ തുടങ്ങും. അപ്പം ഞാൻ ഒരു നൈറ്റി ഇട്ടേക്കുന്നത്. അപ്പൊ ഈ കൈ ഉണ്ടല്ലോ പിടിച്ച് രണ്ട് തിരിപ്പ് ഇവിടെ എല്ലാം ഉടച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ആ ദേഷ്യം കൊണ്ട് അപ്പൊ ഇങ്ങനെ തിരിച്ചത് ഈ ഒരു കുഴയങ്ങ് പോയി. രണ്ടാമത്തെ തിരിപ്പിന് ഈ കുഴയും ഈ രണ്ട് കൈയുടെയും കുഴയങ്ങ്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, നീ എന്നെ എടുക്കണമേ എന്ന്. അപ്പൊ അത്ര അതിവേദന. അപ്പൊ ഓടി ആ മർത്തമായി പോന്നു ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത്. അമ്മ പറഞ്ഞ് ഞാൻ എന്റെ അപ്പ യേശു അന്ന് കർത്താവേന്ന് കൂടുതൽ ഞാൻ പറഞ്ഞു, കർത്താവെ ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ, എന്നെ നീ എടുക്കണേന്ന് പറയും. തീരെ ഓടി വന്നിട്ട് പിള്ളേന്ന് എല്ലാരും വിളിക്കുന്നേ. ഓടി വന്നിട്ട് പറഞ്ഞു, ഇനി കുമാരിയുടെ ദേഹത്ത് തൊടരുത്, എന്നെ തൊട്ടിട്ട് കൈ വിടാൻ പറഞ്ഞു. പക്ഷെ കൈ ആ സമയം വിട്ട് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അവരെ കൊണ്ടുവന്ന് എന്നെ അതിൽ നിന്ന് വിടിവിച്ച് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലും എന്നെ അന്നേരം അങ്ങ് കൊണ്ടുപോയി. എന്റെ വീടും അന്ന് അടുത്ത വെട്ടിത്തട്ട എന്ന് പറയുന്ന സ്ഥലത്താ എന്റെ ഭർത്താവിന്റെ വീട്. അപ്പം കുഞ്ഞുങ്ങൾ രണ്ടുപേരുണ്ട്. അപ്പൊ എന്റെ വീടും അടുത്ത. അപ്പോഴത്തേക്ക് എന്റെ നേരെ ഇളയാളെ കല്യാണം കഴിഞ്ഞ് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുമായി. അതിന്റെ നേരെ ഇളയാള് കല്യാണം കഴിഞ്ഞിട്ടില്ല, വന്ന് ബേക്കറി പോവാ. അച്ഛന് അമ്മയും പിന്നെ അപ്പോഴെ എനിക്ക് ഈ സഭയിൽ പോണമെന്നോ അല്ലെ സഭയിലുണ്ടെന്നോ പ്രാർത്ഥന ഇതൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഈ അന്നേരം അമ്മയും അച്ഛനും ആങ്ങളെയും കൂടെ വന്നിട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ അന്ന് പകല് മൊത്തം അവർ രാത്രി ആയാലും ഒത്തിരി സമയങ്ങളായില്ലേ. അപ്പൊ അവരുടെ വീട്ടിൽ തന്നെ അപ്പുറത്തെ ആ മത്തമ്മല അമ്മമ്മയുടെ വീട്ടിലും കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ അവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു, അവിടെ നിൽക്കുന്ന ഒരു കൊച്ച്, ഒരു ജോലിക്കൊക്കെ ഞാൻ നിൽക്കുന്നു. അത് ഓടി വന്ന് ഈ അതിവേദന, ശരീരം മൊത്തം വേദന, ഈ കയ്യല ഇതെല്ലാം തുടച്ച് കയ്യപ്പാനക്കാൻ വയ്യാതായിരുന്നു. അപ്പൊ ഈ നെറ്റിക്കത്തെ ഇതും ചെവിയിലെല്ലാം ചോരയെല്ലാം തുടച്ച് അന്ന് അങ്ങനെ അവിടൊരു കിടക്കാതിരുന്നു. അന്ന് കുഞ്ഞുങ്ങളും അവിടെ കിടന്ന് ഞാനും അവിടെ കിടന്നു. അപ്പൊ അന്ന് രാത്രിയിലെ ആ വേദന സഹിക്കാൻ വയ്യാത്ത ഒരു ശരീരത്തിന്റെ ആ അടി കൊണ്ട് എന്റെ ഭയങ്കര വേദന എന്റെ ശരീരം മൊത്തം. എങ്കിലും എന്തോ എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. ഈ വേദന ഞാൻ വഹിക്കുന്നതിലും എന്തോ ഒരു കരം എന്നെ താങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ അറിയാം എനിക്ക് വേദനയൊന്നും തരുന്നില്ല. ഇത് അടി കൊണ്ട് എന്റെ വേദന ഉണ്ട്. എന്റെ മനസ്സിന് ഇത് കൊണ്ടുപോയല്ലോ ഇങ്ങനെയാണല്ലോ, അങ്ങനൊന്നും ഒരു ചിന്ത എന്റെ ജീവിതത്തിലില്ല. എനിക്ക് ആ കാര്യത്തിലൊക്കെ കർത്താവ് എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പിറ്റേന്നായി അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് അമ്മമ്മ എന്തോ ചായയൊക്കെ തന്നു. പിറ്റേന്ന് രാവിലെ കുഞ്ഞുങ്ങൾ വീട്ടിൽ പോയി, ഞാൻ പോയില്ല. അപ്പോഴത്തേക്ക് വൈകിട്ട് എന്റെ പ്രിയപ്പെട്ടവൻ അന്ന് രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ടായിട്ടാ വന്നേ. അപ്പൊ വീട്ടിലെല്ലാം ചെന്ന് പറഞ്ഞു,
എല്ലാരോടും ചെന്ന് കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞ് എന്റെ ഇളയ ആങ്ങളെ, മൂത്താങ്ങളെ വന്നില്ല, ഇളയ ആങ്ങളെ പിന്നെ ഈ എന്റെ അമ്മയും അച്ഛനും കൂടെ, അച്ഛൻ കുടിയനാണെങ്കിലും വന്നപ്പോ പറഞ്ഞു അവിടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവക്ക് ഇനി നിൽക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവള് നിക്കട്ടെ കൂടെ, അല്ലെ വരുവാണെങ്കിലും വരട്ടെ, പിന്നെ ഞാൻ അതിലൊന്നും പറയത്തില്ല, അവിടെ താല്പര്യം ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പിന്നൊന്നും വിട്ടില്ല. എന്റെ ആങ്ങളെയും പറഞ്ഞു അവക്ക് അങ്ങനെ ഒരു സമാനം അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അവള് വരട്ടെ, ഇനി ഇത്രയും അടി കൊണ്ട് ഇങ്ങനെ നിൽക്കണ്ട. അപ്പൊ ഞാൻ ആ ഡ്രസ്സുകൾ ഇങ്ങനെ വേറെ ഒന്നും മാറിയിട്ടില്ല, വല്ലാത്ത ആവശ്യതയിൽ ഇങ്ങനെ ഞാൻ ഇരിക്കുക. അപ്പൊ ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇനി പിന്നെ ഞാൻ ഇങ്ങനെ ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ എന്റെ അപ്പന് വേണ്ടി ഞാൻ ഈ വീട് വിട്ടു വരുക എന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ട് വന്നപ്പം എല്ലാരും കൂടെ ചുറ്റോടുള്ളവരെല്ലാം കൂടി എന്റെ അച്ഛനും അമ്മയും എല്ലാരും കൂടെ വന്നിട്ട് പറഞ്ഞു, എന്നോട് വന്നൊന്ന് അടിച്ചെന്നല്ല ഉള്ളു, പലപ്പോഴും അടിക്കത്തില്ല, അത് പ്രശ്നമാക്കണ്ട, രഹസ്യത്തിൽ തന്നെ യേശുപ്പനെ വിളിച്ചാൽ മതി, ഇങ്ങനെ പോവണ്ട, കുഞ്ഞുങ്ങളില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തീരുമാനം വന്നപ്പോ ചോദിച്ചു, എല്ലാരും ചോദിച്ച് അമ്മയുടെ കൂടെ പോന്നോ അച്ഛന്റെ കൂടെ? അപ്പൊ രണ്ടുപേരും പറഞ്ഞു അമ്മയുടെ കൂടെ അങ്ങ് പോവാണ്. അപ്പൊ ഓടിച്ച് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ നിൽക്കുന്നില്ലല്ലോ. എന്റെ അമ്മ പറഞ്ഞു അവിടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവള് ഇങ്ങനെ അടിയും കൊണ്ടിട്ട് ഇനി നിൽക്കുന്ന എങ്ങനെ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അത്രയൊക്കെ ഉള്ളതേ ഉള്ളൂ. പക്ഷെ 3 പേരെയും ദൈവം എന്റെ വീട്ടിൽ, എന്റെ അച്ഛനെയും എന്റെ അമ്മയും എന്റെ സഹോദരനെയും ദൈവം ആ സമയം അവരെ കരങ്ങളെടുത്തത് ഇങ്ങനെ പറയാൻ, അവർക്ക് അത് ഇഷ്ടമാ, നിൽക്കണ്ട വാ എന്ന് പറയാം, അല്ലെ പിന്നെ എനിക്ക് എങ്ങും ഒരു ഇതില്ലാതെ വരില്ല. അപ്പൊ ദൈവം അത്രയും എന്റെ യേശുപ്പൻ മുന്നമേ അത് പറഞ്ഞു വെച്ചിരുന്നത് പോലെ തന്നെ അതങ്ങനെ ആ രീതി പോകാനിടയായി. ഞാൻ ഓടിച്ചെന്ന്, അപ്പൊ മോള് ഓടിച്ചെന്നിട്ട് ഒന്ന് അരി മേടിക്കുന്ന സഞ്ചിക്കകത്തോടെ അവിടെ പുസ്തകങ്ങളും അവിടെ 2-3 തുണികളും, മോന്റെ പുസ്തകങ്ങളും, അന്ന് മോൾ 5 പഠിക്കുന്നു, മോൻ 7 പഠിക്കുന്നു. അപ്പൊ പുസ്തകങ്ങളും വെച്ച് ആ സഞ്ചിക്കകത്ത് എന്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പം അതിനു മുമ്പ് തന്നെ ഒരു സംഭവം ഉണ്ടായി. എന്റെ ഇച്ചിരി ഒരു കമ്മലും ഒരു മാലയൊക്കെ ഉണ്ടായിരുന്നു, ഒരു മോതിരവും, അതും 2 വള എന്റെ കയ്യിലുണ്ടായിരുന്നു, അത് വരവായിരുന്നു. അന്നേരം ആ പിന്നെ മാലയും കമ്മലും ഒക്കെ തൊട്ടടുത്ത ഒരാള് പണയം വെക്കാൻ മേടിച്ചോണ്ട് പോയി കഴിഞ്ഞ് ഞാൻ തിരിച്ചു പിന്നിട്ടില്ല. ഈ 2 വരവ് വള കിടന്നു തന്നെ ഒരു ദിവസം എനിക്ക് തോന്നി, ഇതൊന്നും നമുക്ക് ജീവിതത്തിൽ ഒന്നും തരുന്നതല്ല, ഇതൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തന്നെ സ്വയം അത് ഊരി എന്ത് ചെയ്തു, ഞാനത് കളഞ്ഞു. പിന്നെ ഞാൻ ഇന്ന് വരെ അങ്ങനെ പിന്നെ തിരിച്ചത് അവര് മാലയൊക്കെ വരവ് മേടിച്ച് തന്നെ ഇട്ടില്ല. അങ്ങനെ ഒന്നുമില്ല എന്റെ പക്കല്, ഒന്നുമില്ല. അങ്ങനെ ആ രാത്രി അന്നേരം മോള് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അച്ഛ അമ്മയുടെ ഡ്രസ്സ്, അവൻ പറഞ്ഞു ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞു. ഒരു ഡ്രസ്സ് ഇല്ല അച്ഛാ, അമ്മയ്ക്ക് എടുത്തോണ്ട് ഒരു സാരി എങ്കിലും തന്നാന്ന് പറഞ്ഞു. ഒരു ബ്ലൗസും ഒരു സാരിയും കൂടെ മോള് ഓടിപ്പോയി എടുത്തോണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ആ ബ്ലൗസ് ഇട്ട്, ആ സാരി മാത്രം, ഒറ്റ ഒരു സാരി ഒറ്റ ഒരു ബ്ലൗസ് ഇട്ടോണ്ട് ഞാൻ ആ രാത്രി ഒന്നും അറിയത്തില്ല എനിക്ക് എങ്ങനെ ജീവിക്കുന്നു, അല്ല നാളെ എന്താണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ധരിച്ചു. പക്ഷേ അന്ന് വചനം അറിയത്തില്ല, വാക്കറിയത്തില്ല. ഞാൻ ഒറ്റ കാര്യം പറയേ, ജീവിച്ചാൽ എന്റെ യേശുവിന് വേണ്ടി മരിച്ചതല്ല ലാഭവും. പക്ഷെ അത് വചനമായിരുന്നു എന്ന് ഇന്നറിയാം, അന്ന് പക്ഷെ അറിയത്തില്ല. മോൾ ഓടിപ്പോയി സഞ്ചിക്ക തുണി പറക്കി. ആ രാത്രി എന്റെ അച്ഛന്റെ എന്റെ അമ്മയുടെ എന്റെ സഹോദരനുണ്ട്. ആ രാത്രി ഞാൻ എന്ത് ചെയ്തു, ഒന്നും നോക്കില്ല, ഒരു കുട്ടിയെ പോലെ നാളെ എങ്ങനെ ജീവിക്കുമെന്നോ, നാളെ എന്തായി തീരുമെന്നോ, എങ്ങനെ കഴിയുമെന്നോ, എവിടെ പാർക്കും, എന്തുണ്ണു എന്തുടുക്കും, എവിടെ പാർക്കും ഒന്നും എനിക്കറിയത്തില്ല. യേശു ജീവിക്കുന്നു, അത്രമാത്രം. എന്റെ 10 പൈസ പോലും ഇല്ല. പോട്ടെ, അന്നത്തെ 1 രൂപ എന്ന് പറയുന്ന ഒരു ഇതുപോലും എന്റെ പക്കലില്ല, ഒരു 50 പൈസ പോലും എന്റെ പക്കലില്ല. കരുതാനൊന്നുമില്ല, വസ്തുവില്ല, വീടില്ല, ഒന്നുമില്ല. ഞാൻ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട്, എന്റെ കൂടെ 2 കുഞ്ഞുങ്ങളും വന്നു. ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് രാത്രി ഞാന് ആ മോൾ അരിയും മേടിക്കുന്ന സഞ്ചിക്കകത്ത് അരി മേടിക്കുന്ന ആ സഞ്ചിക്കകത്തോട്ട് ആ തുണിയും വെച്ചിട്ട് കൂടെ 2 കുഞ്ഞുങ്ങളും ഞാനും വരും. പക്ഷെ പിറ്റേന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്റെ ശരീരമെല്ലാം ഈ അടി കൊണ്ടതിന്റെ അങ്ങ് നീര് പോലായി. പിന്നെ വല്ലാത്ത ശരീരമൊക്കെ അങ്ങ് വേദനയും, ഈ അടി കൊണ്ടത് നീരും, ഈ പുറമൊക്കെ ഇല്ലേ തുണിയിട്ടില്ല മുട്ട വെച്ചിട്ടൊക്കെ എങ്ങനെ അതുപോലെ തുണിയിടുന്ന പോലെ ശരീരം, കയ്യും വയ്യ, ഒരു വല്ലാത്ത. അപ്പൊ എനിക്കൊരിക്കലും ഞാൻ ജീവിച്ചിരിക്കുന്ന യാതൊരു പ്രതീക്ഷയില്ല. പക്ഷെ കുഞ്ഞുങ്ങളുണ്ട്, അച്ഛനെ എന്റെ കുടിഞ്ഞ് പോന്നെങ്കിലും അച്ഛനുണ്ട് എന്നേ ഉള്ളു. പക്ഷെ എന്റെ ശരീരം കൊണ്ട് ഒന്നും ആവുമോ, ഞാൻ നാളെ ജീവിച്ചിരിക്കും, ഒന്നും എനിക്ക് അറിയത്തില്ല, ഒന്നുമില്ല. പക്ഷെ അങ്ങനെ അറിഞ്ഞ സമയത്ത് എന്റെ പിന്നെ വീട്ടിൽ ചെന്നിട്ട് വസ്ത്രങ്ങളൊന്നുമില്ല. എന്റെ സമയം പോകുമ്പോ അന്നേരം പറഞ്ഞേക്കണം കേട്ടോ, സമയം തീരുമ്പോ. അന്നേരം അങ്ങനെ ആ സമയം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ അമ്മ പിന്നെ എന്നോട് പറഞ്ഞ്, മക്കളെ ഇനി എനിക്കൊരു ദൈവം വേണ്ട, നിന്റെ ദൈവത്തെ മതി എനിക്കും, ഞാനും നിന്റെ കൂടെ ഈ ദൈവത്തെ അറിയാൻ വരുക എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനും എന്റെ ഇളയ ആങ്ങളെ വിവാഹം കഴിച്ചിട്ടില്ല, അച്ഛൻ കുടിയനാണെങ്കിലും അച്ഛനും എതിർത്തൊന്നും പറഞ്ഞില്ല. അമ്മ എന്നോടൊപ്പം ആ വിശ്വാസത്തിലേക്ക് എന്റെ ദൈവം എന്റെ അമ്മയെ കൂടെ ആ കൂട്ടത്തിൽ എനിക്ക് തന്ന, എന്റെ അമ്മയെ കൂടെ എന്റെ ദൈവം എന്റെ കൂട്ടത്തിൽ തന്ന്, അതാ വലിയൊരു ദൈവത്തിന്റെ കരുണയെന്ന് പറയുന്നത്. അല്ലെങ്കിൽ
അല്ലെങ്കിൽ എനിക്ക് നിലനിൽക്കാൻ പറ്റത്തില്ലെന്ന് എന്റെ അപ്പൻ അറിയാം. അങ്ങനെ അമ്മയും കൂടെ എന്റെ കൂടെ വരുവാന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അപ്പ പിറ്റേന്ന് ഇതുപോലെ ഇങ്ങനെ അടി കൊണ്ട് വിശ്വാസത്തിന് വേണ്ടിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എന്റെ പ്രിയപ്പെട്ടവന്റെ വീടിന്റെ തന്നെ അടുത്തൊരു ചർച്ച്, ഏജ് ചർച്ച ഉണ്ട്. ആ ചർച്ചയിൽ നിന്ന് പാർഷൻ 2 സഹോദരങ്ങൾ കൂടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവര് നല്ല വില കൊടുത്ത് ദുഷ്ടന്റെ അടിമത്തത്തിൽ നിന്നൊക്കെ വിടിവിക്കാനെ കൊണ്ട് അവര് ഉപസിച്ച് 3 ദിവസം ഉപസിച്ച് അവര് പ്രാർത്ഥിച്ച് എല്ലാം ഇത് വിടുതൽ തന്ന് ദൈവം എനിക്ക് അവര് വലിയൊരു വില കൊടുത്ത എന്നെ അന്ന് ആ സമയം അവര് ആ ചർച്ചിലേക്ക് തന്നെ അവരാദ്യം തുടങ്ങിയ ഒരു ചർച്ച, ഒരു വാടകയ്ക്ക് വീടെടുത്ത് ആ ചർച്ച തുടങ്ങിയത് ആ പുതിയൊരു പാർശ്വമായിരുന്നു. അങ്ങനെ അതൊക്കെ ദൈവത്താൽ ഒരുക്കിയെന്ന് വേണം പറയാൻ. അങ്ങനെ വീട്ടിൽ വന്ന് പിന്നെ കൈ തിരുമ്മി 1 മാസത്തോളം കൈ ഇങ്ങനെ തിരുമ്മി ഒന്നും ചെയ്യാൻ വയ്യ, ഭയങ്കര വേദനയായി, ശരീരം കൊണ്ടൊന്നും വയ്യാത്ത ഇതായി. അത് കഴിഞ്ഞപ്പോ മുതല് അച്ഛൻ എന്തോ ഇത് അച്ഛൻ പ്രശ്നമായി. എന്റെ ആങ്ങളയോട് എല്ലാരും ചോദിച്ചു, നിനക്ക് ഒരു പെണ്ണിനെയും കിട്ടുമോ? നിന്റെ അമ്മയും പെങ്ങളും ബന്ധക്കോസിൽ പോയി ഇനി ഇങ്ങനെ പാടാനും തുള്ളാനും പോയിട്ട് നിനക്കിനി എവിടുന്ന് ഒരു പെണ്ണ് കിട്ടും? ആരെങ്കിലും നിനക്കൊരു പെണ്ണ് കിട്ടുമോ, തരുമോന്ന് ചോദിച്ചപ്പോ എന്റെ ആങ്ങളെ പറഞ്ഞു, അവർക്ക് അങ്ങനെ പോയി ഒരു സമാധാനമോ സന്തോഷമോ കിട്ടുന്നെങ്കിൽ എനിക്കൊരു പെണ്ണ് കിട്ടിയില്ലെങ്കിലും അത് എനിക്ക് സന്തോഷമോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അത്ര ഒരു ധൈര്യമായി. എന്നുവെച്ചാൽ ആൾക്കാർ പലരും പറഞ്ഞു കൊടുക്കുക എടുക്കുകയൊക്കെ ചെയ്യും. അമ്മയും ഞാനും കൂടെ പോയി ആ ചർച്ചിൽ. പിന്നെ എനിക്ക് സുഖമായി, കൈ സുഖമായി, എനിക്ക് ശരീരത്തിന് ബലം കർത്താവ് തന്നു. എനിക്കൊരു വസ്ത്രമില്ല ഇട്ട്, അമ്മയുടെ പഴയ ബ്ലൗസും പാവാടയും ആ സാരിയൊക്കെ ഞാൻ വീട്ടിൽ കൊടുക്കുന്ന, എനിക്ക് വസ്ത്രമില്ല, ആരോട് ചോദിക്കുന്നോ ആര് തരുമെന്നോ ഒന്നുമില്ല. പിന്നെ കുഞ്ഞുങ്ങൾ പറത്തിക്കൊണ്ട് വന്നോണ്ട് അവർക്ക് ഇച്ചിരി വസ്ത്രമുണ്ട്. പിന്നെ അച്ഛനിങ്ങനെ വെട്ടാൻ പോകുന്ന അമ്മയൊക്കെ കൂടെ പോകുന്ന ആങ്ങളൊക്കെ ഉണ്ടോണ്ട് ആഹാരം ഒരു നേരം കിട്ടും. അപ്പൊ അതിലുപരിയായിട്ട് ഞാൻ ഈ വിശ്വാസത്തിൽ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അവിടെ അടുത്ത് ഒരു വീട്ടിലെ ഇച്ചിരി ദൂരം പോകണം, 1 കിലോമീറ്ററോളം നടന്നു പോകണം. ആ വീട്ടിലെ ഒരു അമ്മ, നല്ലൊരു അമ്മാമ്മ. അപ്പൊ ആ അമ്മാമ്മയും മരുമോളും മാത്രമേ ഒരു കുഞ്ഞേ ഉള്ളൂ. അവരുടെ അമ്മമ്മയുടെ ഭർത്താവും ഈ മോടെ പിന്നെ ഭർത്താവ്, അവർ 2 അപ്പനും മോനും പേർഷ്യല്ല. അപ്പൊ ഞാൻ അവിടെ പോയി സുഖമായപ്പോ മുതല് അവിടെ പോകും, എനിക്ക് അവർ ഭക്ഷണം തരും, ഞാൻ അവിടെ പോയി കിടക്കും. അവരെനിക്ക് വലിയൊരു സഹായമായി. എന്റെ ദൈവം എനിക്ക് അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചാലും ഏകോ ചേർത്തുള്ളൂ, അവരെന്നെ ചേർത്ത് എപ്പോഴും എനിക്ക് ഭക്ഷണം തരാൻ, എനിക്ക് എന്നെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാനും എന്റെ ആവശ്യങ്ങൾക്കും എല്ലാം ദൈവം അവരെ ഒരുക്കി. നല്ലൊരു അമ്മമ്മയായിരുന്നു. അങ്ങനെ അവിടുന്ന് കഴിക്കുന്നത്. നേരത്തെ അച്ഛൻ കുടിച്ചിട്ട് വരുന്നതിന് മുമ്പേ ഞാനും മോൻ വരത്തില്ല, മോൻ എവിടെങ്കിലും കിടക്കും, ഞാനും എന്റെ മോളും കൂടെ ആ വീട്ടിലങ്ങ് പോകും കിടക്കാൻ നേരത്തെ. ഭക്ഷണം ഞങ്ങൾക്ക് അവിടെ നിന്ന് തരും, രാവിലെ നീന്റെ വയറ് കിടക്കുന്നൊക്കെ നല്ല ആഹാരങ്ങളും അവരുടെ ഒരു മോളെ പോലെ എനിക്കും കുഞ്ഞിനും അവരെ ഭക്ഷണം തരികയും ആവശ്യങ്ങൾക്കെല്ലാം സഹായിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ ചർച്ചിൽ പോകാൻ തുടങ്ങി. അപ്പൊ ചർച്ചിൽ പോകാൻ നേരം ഇന്ന് പറയട്ടെ, എനിക്കൊരു സാരി ഇല്ല കൊടുത്തോണ്ട് പോകാൻ. എന്റെ അമ്മ എങ്ങനെയോ എന്റെ കയ്യിൽ ഒരു 100 രൂപ തന്നാ പുല്ലൊരു ഇങ്ങനെ പഴയ സാരികള് അവർ കഴുകി അലക്കി തേച്ച് കൊണ്ടുവരും. അതൊന്നും പറയാതെ പോകാൻ പറ്റത്തില്ല. തേച്ചിങ്ങനെ കൊണ്ടുവരും. അന്നേരം ആ 100 രൂപ അങ്ങനെ അവര് അമ്മ എനിക്ക് തന്നിട്ട് പറഞ്ഞു, മക്കള് പോയി ആരോടാ ചോദിക്കുന്നേ, ആരോട് മേടിക്കാനാ, അതുകൊണ്ട് മക്കള് പോയി കാര്യം ചെയ്യും, പിന്നെ 2 സാരി കുറഞ്ഞത് ഇങ്ങനെ കൊടുക്കുന്നിടം കൊണ്ട് ആ പൊല്ലൂര് അവിടെ നിനക്കറിയാം, അവിടെ അന്ന് കുഞ്ഞിനെ പൊല്ലൂരായിട്ട് എനിക്കറിയാം, സ്ഥലങ്ങളും ചന്തയിലും അവിടെ ഇങ്ങനെ കാണും. ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഒരു സാരി 50 രൂപയ്ക്ക്, ഒരു സാരി 35 രൂപയ്ക്ക്, അങ്ങനെ 2 സാരി മേടിച്ചോണ്ട് വന്നു. അപ്പൊ ആരോ എനിക്കൊരു തുണി തന്നു, ബ്ലൗസിന്റെ തുണി തന്നു, അത് തയ്ച്ച് അതിന്റെ കൂടെ അങ്ങനെ ഇട്ട് ഞാൻ സ്നാനപ്പെടും വരെയും ഞാൻ അത് കൊടുത്തോണ്ടാ പോകുന്നത്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും പകല് മാത്രമേ പോകും, അല്ലാത്തുള്ള കൂട്ടായ്മയ്ക്ക് ഒത്തിരി ദൂരമായോണ്ട് പോകത്തില്ല. ഞാനും അമ്മയും പോകത്തില്ല. ഞങ്ങൾ ആ 2 കൂട്ടായ്മയ്ക്ക് പോകും. കുഞ്ഞുങ്ങൾ എന്റെ കൂടെ വന്നിട്ടില്ല. ഒരാഴ്ച അച്ഛൻ്റെ അടുത്ത് പോകും, വല്ലൊക്കെ ചില്ലറ മേടിക്കും, കാര്യങ്ങളൊക്കെ അവരുടെ അങ്ങനെ പോകുന്നു. പക്ഷെ എന്റെ കൂടെ വരത്തില്ല. അങ്ങനെ കഴിഞ്ഞപ്പം എനിക്ക് സ്നാനപ്പെടണമെന്ന് തോന്നി. അപ്പൊ എനിക്ക് വചനം വായിക്കാനോ വചനമൊന്നും അറിയത്തില്ല. പക്ഷെ സ്നാന സത്യം അതിനുമ്പ് രക്ഷിക്കപ്പെട്ട് ഞാനും അമ്മ ആ സ്നാനപ്പെടണം എന്നുള്ള വലിയ വാഞ്ച എന്റെ ഉള്ളത്തിലേക്ക് വന്നു. എനിക്ക് സ്നാനപ്പെടണമെന്ന്. സ്നാനപ്പെടാനെ കൊണ്ട് ഞാൻ തീരുമാനമെടുത്തപ്പോ അവർക്കെല്ലാം ഒരു പേടിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ എന്റെ പ്രിയപ്പെട്ടവന്റെ വീടിന്റെ അടുത്ത് തന്നെ ഈ ചർച്ച്. അപ്പൊ അതിലേക്കൂടെ വേണം. പിന്നെ അങ്ങനെ അമ്മയും ഞാനും കൂടെ, അപ്പൊ അവർക്ക് ചർച്ചിലുള്ള പാർശ്വതൊക്കെ എങ്ങനെ ഇത് സ്നാനപ്പെടുത്തുന്ന ഇത് പ്രശ്നമാവുമല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് ഈ ചർച്ചിന്റെ അവിടോട്ട് വരാൻ ഇങ്ങനെ മുക്കിനൂടെ വരാം, പല വഴിയിൽ കൂടി ഇങ്ങനെ വരാം. പക്ഷെ ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ആ ഒരു ഞായറാഴ്ച ഇങ്ങനെ നോക്കി ഞാനും അപ്പൊ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പം 1 മാസത്തോളം മോള് കൂടെ വന്നില്ല. എനിക്ക് സുഖമായി ഒക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ മോളും കൂടെ എന്റെ കൂടെ അങ്ങ് വന്നു, ചർച്ചിലേക്ക് വന്നു, കുഞ്ഞാവള്. അപ്പൊ അവരുടെ കാലേ കൊലുസും കമ്മലൊക്കെ, അമ്മ ഇതൊന്നും വേണ്ടാമേ, എനിക്കിതൊന്നും വേണ്ട, ഇതൊക്കെ അച്ഛന് തിരിച്ചങ്ങ് തന്നെ കൊണ്ടു കൊടുത്തോളാം, ഞാനും അമ്മയുടെ കൂടെ വരുവാ. ഞാനും എന്റെ അമ്മയും എന്റെ കുഞ്ഞും കൂടെ ആദ്യം അവിടെ അങ്ങനെ പോകാൻ ചർച്ചിൽ പോയി. അപ്പൊ ഞങ്ങൾ പല വഴിക്കൂടെ പോന്നെ. അപ്പൊ ഞങ്ങൾ വരുന്നത് നോക്കിയിരുന്നിട്ട് ഞങ്ങളെ എല്ലാം ചെയ്യും, ഉപദ്രവിക്കാനോ എന്തോ നമുക്ക് അറിയത്തില്ല, എങ്കിലും ഇങ്ങനെ പലയിടങ്ങളിൽ പാത്തിരിക്കും. ഞങ്ങൾ ദൂരെ വെച്ചേ കാണും. പിന്നെ വേറെ വഴി കൂടെ പോകും ചർച്ചിൽ.
വലിയ കയ്യാലയൊക്കെ ഉണ്ട്, അതിലെ കൂടെ ചാടി ഇങ്ങനെ ആരും കാണാതൊക്കെ ഈ ചർച്ചിലേക്ക് വരുന്നത്. അപ്പൊ എനിക്ക് സുഖമായി, എന്റെ കൈ സുഖമായി, എന്റെ ശരീരത്തിനൊക്കെ ദൈവം എല്ലാം കഴുകിനെ പോലെ പുതിയ വരുന്നത് പോലെ എന്റെ ശരീരത്തിന് ബലമെല്ലാം എന്റെ കർത്താവ് എനിക്ക് തന്നു, എനിക്ക് സൗഖ്യം തന്നു, ബലം തന്നു, ആരോഗ്യം തന്നു. അങ്ങനെ സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് ഞാൻ സ്നാനപ്പെടാൻ തുടങ്ങിയപ്പോ എന്റെ അമ്മയെ സ്നാനപ്പെടാൻ, ഞാനും അമ്മയും കൂടെ ആണല്ലോ പോണേ, അപ്പൊ അമ്മയും ഞാനും കൂടെ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അന്ന് വേറെ 4 പേരൂടെ സ്നാനപ്പെടാനുണ്ട്, 6 പേരൂടെ ഞങ്ങൾ പോയി കുളിക്കുന്ന എന്റെ വീടിന്റെ അടുത്ത് എന്റെ വീട് കഴിഞ്ഞ് 2-3-4 വീടിന്റെ ഇപ്പുറത്തൊരു കടവുണ്ട്. ആ കടവിൽ ഞാനും എന്റെ അമ്മയും കൂടെ ഒരുപോലെ സ്നാനപ്പെടാൻ, എന്റെ ദേശത്ത് ആ കുളിക്കുന്ന കടവിലെ ഞാനും എന്റെ അമ്മയും കൂടെ സ്നാനപ്പെടുവാൻ എന്റെ ദൈവം സഹായിച്ചു. എന്റെ യേശുപ്പൻ അതിന് വലിയൊരു വഴി അങ്ങനെ ഒരുക്കി. സകല ജനക്കാകെ ഞാൻ എന്റെ അപ്പനെ സ്വീകരിക്കാൻ, എന്റെ അപ്പൻ ആ സത്യം മറ്റുള്ളവരുടെ ചെയ്യത്തക്ക പോലെ ദൈവം വലിയൊരു പ്രവൃത്തി ചെയ്ത് ഞാനും അമ്മയും ഞങ്ങൾ അങ്ങ് 6 പേരുണ്ട്. 6 പേർ ഇന്നത്തെ പോലെ വണ്ടിയിലൊന്നും അല്ലെ സ്നാനക്കുളമൊന്നും ഇല്ലല്ലോ, ഞങ്ങളത് പാട്ടുപാടി നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോന്നെ. എല്ലാരും കണ്ട് ഞാൻ താമസിക്കുന്നത് എന്റെ വീട്ടില് സകല ജനം കാണെ, എന്റെ ദൈവം എനിക്ക് അങ്ങനെ വലിയൊരു ഇതെന്ന്. അങ്ങനെ വീട്ടിൽ ഞാൻ 10 മാസം നിന്ന് എന്റെ കൈ സുഖമായി. എനിക്ക് റബ്ബർ വെട്ടാൻ അറിയാം. അപ്പൊ വീട്ടിൽ നിന്നപ്പോഴേ കുറച്ച് മരം അടുത്ത് പോയി വെട്ടാൻ, എന്റെ കൈക്കൊക്കെ കർത്താവ് സുഖം തന്നു. അങ്ങനെ ഞാൻ പോയി റബ്ബർ വെട്ടാൻ തുടങ്ങി. റബ്ബർ വെട്ടാൻ ചെന്ന് വെട്ടി. അങ്ങനെ 10 മാസം വരെ വീട്ടിൽ ഞാൻ നിന്ന്. വീട്ടിൽ അങ്ങനെ നിന്നപ്പോ തന്നെ അച്ഛൻ പക്ഷേ എന്നെ വഴക്ക് പറയാൻ തുടങ്ങി, അച്ഛൻ എന്നെ അടിക്കാൻ തുടങ്ങി. അച്ഛന് പ്രശ്നമായി. അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് എന്നെ വീട്ടിൽ ഒരു ദിവസം ഞങ്ങൾ നേരത്തെ അങ്ങ് പോകും. അച്ഛൻ കുടിച്ചിട്ട് വരുന്നതിന് മുമ്പേ ആഹാരമൊക്കെ കഴിച്ചും ചെല്ല അവിടെ പോയി കഴിക്കും, ആ വീട്ടിലങ്ങ് പോകും. അപ്പൊ മോൻ വരത്തില്ല. മോനെ എന്റെ ആങ്ങളയുടെ കട്ടിലിന്റെ അരുവിലോ അല്ലെ എവിടെങ്കിലും മോൻ അങ്ങ് കിടക്കും. ഞാനും എന്റെ മോൾ ഇങ്ങനെ കയ്യെ തൂങ്ങിയിരിക്കും. മോളും ഞാനും കൂടെ പോകുന്നത്. അങ്ങനെ പോയപ്പോ ഒരു ദിവസം പോകാൻ പറ്റിയില്ല. അപ്പൊ അച്ഛൻ കുടിക്കത്തില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയില്ല, പോകാൻ പറ്റിയില്ല വീട്ടിൽ. അപ്പൊ അച്ഛൻ രാത്രി വന്നിട്ട് ഞങ്ങൾ കിടക്കുന്ന അമ്മ ഇങ്ങനെ ചെറിയ വീടാ. അപ്പൊ വെള്ളം എടുത്തോണ്ട് പോയിട്ട് വീടെല്ലാം പോയി വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് പലക വെച്ചടിച്ച ഒരു വീടാന്ന് ആ സമയം ഞാൻ വിശ്വാസത്തിൽ വന്ന് ചെല്ലുന്ന സമയത്ത് എന്റെ വീട്. അപ്പൊ അതെല്ലാം പോയി. അപ്പൊ അച്ഛനും ഒരിടത്ത് കിടക്കും, ഞാനും എന്റെ അമ്മയും കൂടെ ഇങ്ങനെ ഞാനും എന്റെ അമ്മ കട്ടിലെ കിടക്കും, ഞാനും എന്റെ മോളും കൂടെ ആ സൈഡിൽ ഒരു പായ വിട്ട് കിടക്കും. അങ്ങനെ കിടക്കും. അപ്പൊ അന്ന് പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റപ്പോ അച്ഛൻ വന്നിട്ട് കിടക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ രാത്രി ഒത്തിരി സമയമായി. പിന്നെ ഒത്തിരി ദൂരം പോകണം അവരുടെ വീട്ടിൽ പോകണമെങ്കിൽ. അന്ന് ഇന്നത്തെ കൂട്ട് ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, എല്ലാം മണ്ണെണ്ണ വിളക്കൊക്കെ ഉള്ള സമയം. അപ്പൊ ഇരുട്ടത്ത് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ പോകാനുള്ള പേടിയും ഞങ്ങൾ പോയില്ല. അപ്പൊ അച്ഛൻ കിടക്കാൻ സമ്മതിച്ചില്ല രാത്രി. അപ്പൊ ഞാൻ എങ്ങനെ കിടക്കും, എവിടെ കിടക്കും, എല്ലാം ഇതുപോലെ അതുപോലുള്ള ചാരി എല്ലാം അടച്ച് അമ്മ. അന്നേരം ഞാനും മോളും കൂടി മുറ്റത്തിറങ്ങി. അപ്പൊ അമ്മ ഒരു പുതപ്പിന്റെ എന്തോ ഒരു കയ്യിലൂടെ എന്തോ എടുത്ത് ഇട്ട് തന്ന് ഞങ്ങൾ വാഴച്ചുവട്ടി ആറ്റിന്റെ തിട്ടയ്ക്ക് ആ സൈഡിൽ ആ കിണറിന്റെ ഒക്കെ അടുത്ത് വാഴച്ചുവട്ടിൽ ഇങ്ങനെ കിടന്നപ്പോഴേ എനിക്കിതിലൊന്നും ഒരു പേടിയില്ല, ഒക്കെ ധൈര്യം കർത്താവ് തരുന്നേ. പക്ഷെ ഇപ്പൊ ഞാൻ ഓർക്കും അതൊക്കെ ഞാൻ എങ്ങനെ തരണം ചെയ്ത് പോയി എന്ന് ഇപ്പൊ ഞാൻ ചിന്തിക്കും പലപ്പോഴും. ആ സമയത്ത് നല്ല പാട്ടുകൾ കർത്താവ് എനിക്ക് തരും. പാടാനൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ നല്ല പാട്ടിന്റെ വരികളൊക്കെ തരും. ഒരു പേടിയും തോന്നില്ല. ഞാനും മോളും കൂടെ ഒരു വാഴയുടെ ചവിട്ടി ആ തുണിയും പിരിച്ച് കുറെ നേരം ഇരുന്ന് കുറെ നേരം കിടന്നു. അങ്ങനെ നേരം വെളുത്ത്. അപ്പോഴും ഞാൻ ഓർത്ത് കർത്താവ് എല്ലാത്തിലും കൂടിയിരിക്കുന്ന ഒരു അപ്പന് നമുക്ക് പേടി വരുമ്പോ പേടിയെ തരാതെ നമ്മളെ സംരക്ഷണം ചെയ്യുന്നേ, നമ്മളെ കരങ്ങൾ വഹിക്കുന്നേ, ചേർക്കേണ്ട സമയത്ത് ചേർക്കുന്നേ, കരം പിടിക്കേണ്ട സമയത്ത് പിടിക്കുന്നേ. അങ്ങനെ കർത്താവ് എപ്പോഴും എന്റെ ഒരു എങ്ങനെ അത് പറഞ്ഞറിയിക്കാത്തതുപോലെ ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ സംരക്ഷണം, അതുപോലെ എന്റെ അപ്പൻ എന്നെ സംരക്ഷിച്ച് എന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് കൊണ്ടുവന്നത്. ഭക്ഷണമില്ലാത്ത അവസ്ഥകളെ, ഒന്നുമില്ലാത്ത അവസ്ഥകളെ, വസ്ത്രമില്ല, എല്ലാം ഒന്നുമില്ലാതെ ഞാൻ ഇറങ്ങി തിരിച്ചു. നാളെ എന്തായി തീരും, എങ്ങനെ ജീവിക്കും, കുഞ്ഞുങ്ങളുടെ ഭാവി എന്തോ, അവരുടെ വിദ്യാഭ്യാസമൊന്നും എനിക്കറിയത്തില്ല. അന്നേരം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച് എന്റെ യേശു ജീവിക്കുന്ന ദൈവം. ഇപ്പോഴും ഞാനത് പറയും, എന്റെ അപ്പ ജീവിക്കുന്നു, എന്റെ അപ്പ ജീവിക്കുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രത്തോളം വരാൻ പറ്റേ. എന്റെ അപ്പ ജീവിക്കുന്ന ദൈവം. ആരും തരാത്ത സമാധാനം, ആരും തരാത്ത സന്തോഷം, ആ സ്വർഗീയമായ ആ കരുതല് ഞാൻ അനുഭവിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. 10 മാസം ആയപ്പം അതിനിടയ്ക്ക് ഒത്തിരി രോഗങ്ങളും ഭാരങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്റെ മോനൊരു ദിവസം ഇതുപോലെ പനി വന്നിട്ട് കട്ടിലെ കിടന്ന് വൈകിട്ടായപ്പോഴത്തെ രാവിലെ എന്റെ ആങ്ങളെ ബേക്കറി പോകുമ്പോഴേ എന്റെ മോൻ നല്ല പനിച്ച് കിടക്കുന്നു. പക്ഷെ ആരും കൊണ്ടുപോകാനോ പൈസ തരാനൊന്നും ആരുമില്ല. അങ്ങനെ കിടക്കുന്നു. ആരോട് പറയാന്, അമ്മയ്ക്ക് വൈകിട്ട് അമ്മയ്ക്ക് പനി, അച്ഛൻ അമ്മയും കൊണ്ട് അങ്ങ് പോയി. വീട്ടിലാരും ഞാനും മോളും ഈ മോൻ കട്ടിലെ കിടക്കുന്നു, കിടുങ്ങലടിക്കും. അത്ര ചൂട് കൂടി പനിയായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഒരാളോട് ചെന്ന് മോളെ വിട്ടിച്ചിട്ട് പൈസ വെച്ച്
ചോദിച്ചപ്പോ അവർ തന്നില്ല. ഞാനിങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകുന്ന നല്ല അധ്വാനിച്ചുകൊണ്ട് നല്ലതായിട്ട് ജീവിച്ചിട്ട് ബന്ധുക്ക സാധനം പറഞ്ഞ് പോകാതെ ഇറങ്ങി പോകാന്ന് പറഞ്ഞ് എല്ലാവർക്കും എന്നോട് കെറുവുണ്ട്. അല്ലാത്തവർക്ക് ദൈവമക്കൾക്കൊക്കെ കർത്താവ് പറയുന്നല്ലോ, എന്റെ നാമനിമിത്തം എന്ത് നഷ്ടപ്പെട്ട അതൊക്കെ തരും എന്ന് പറഞ്ഞ പോലെ അനേക അപ്പന്മാരെ, പിന്നെ അമ്മമാരെ, സഹോദരങ്ങളെ ഒക്കെ സ്നേഹിപ്പാൻ കരുതാനൊക്കെ ദൈവം അവിടങ്ങളിലെല്ലാം എന്റെ ദൈവം എനിക്ക് ഒരുക്കി. അങ്ങനെ ഞാൻ പിന്നെ മോൻ ഇങ്ങനെ കിടന്നപ്പം പെട്ടെന്നൊരു വചനത്തിന് ഭയങ്കര ശക്തിയാ. ആ വചനം എന്നിട്ട് പറഞ്ഞു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാളും യഹോവയിൽ ആശ്രയിക്കുന്നത്. എവിടെ ആ വചനം ഏത് വചനം ഒന്നും എനിക്കറിയത്തില്ല. ഇതെന്റെ ഉള്ളത്തിലോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ആ വചനം തന്നെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. കുഞ്ഞിന്റെ അടുത്ത് മുട്ടുകുത്തിന്ന് ഇങ്ങനെ കരഞ്ഞു. അപ്പൊ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ പനിയൊക്കെ കൂടി മറ്റുള്ളവരെന്നെ എന്തെങ്കിലും പറയും. ഞാൻ ഈ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച് എന്റെ അപ്പ അന്നേരം കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ വീട്ടിൽ വന്നിട്ട്. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പം ഒരു 3/4 മണിക്കൂറോളം മുട്ടുമേ നിന്ന് കുഞ്ഞെന്റെ മോൾ എന്റെ അടുത്ത് കൊണ്ട് മോൻ കട്ടിലേ കിടക്കുന്നുണ്ട്. അപ്പം ആ കിടുങ്ങൽ നിൽക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോ എന്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് നല്ല സുഖമുണ്ട്, എനിക്ക് ഇച്ചിരി കഞ്ഞിതാന്ന് പറഞ്ഞു. അപ്പം എന്റെ അപ്പൻ തൊട്ട് എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കി. എന്നാ എനിക്ക് കൊണ്ടുപോകാൻ ആരുമില്ല, പൈസ ഇല്ലാത്ത ആ സ്ഥാനത്ത് അപ്പൻ ഇറങ്ങി വന്നു. അപ്പൻ എന്റെ കുഞ്ഞിനെ തൊട്ടു. എന്റെ അപ്പൻ എന്റെ കുഞ്ഞിനെ സുഖമാക്കി. അവൻ കഞ്ഞി കുടിച്ചു. ആങ്ങളെ വന്നപ്പോ ചോദിച്ചവനെ ആശുപത്രി കൊണ്ടുപോയില്ലേ. അപ്പൊ എന്റെ ഉള്ളത്തിലുണ്ട്, എനിക്ക് പൈസ ഇല്ല, ആരും ഇല്ലല്ലോ കൊണ്ടുപോകാൻ. ഉള്ളത്തിൽ പറഞ്ഞ് സങ്കടം വന്നെങ്കിലും അപ്പം വിടുവിച്ചതെന്നുള്ള ഭയങ്കര ഒരു സന്തോഷം എനിക്കായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് അവിടെ തന്നെ റബ്ബർ വെട്ടാൻ പോയി. എനിക്ക് സുഖമുണ്ട്, കുറച്ച് പൈസയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ എല്ലാവരും ദൈവമക്കളൊക്കെ ആ ചർച്ചിൽ പോയ പാസ്റ്റർ, ആ ചർച്ചിലുള്ളവരൊക്കെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും കാര്യങ്ങൾക്കും എല്ലാം സഹായിപ്പാനും കരുതാനൊക്കെ തുടങ്ങി. ദൈവം എനിക്ക് അന്നെന്നുള്ളതൊക്കെ ദൈവം വേണ്ടതെല്ലാം തന്നെ. സ്നാനപ്പെടുമ്പോൾ തന്നെ ഒരു അത്ഭുത ദൈവം പ്രവർത്തിച്ച് ഈ 2 പഴയ സാരിയിൽ ഞാൻ ഉടുത്തോണ്ട് പോകുന്നത്. അപ്പൊ ആ പഴയ സാരി ഞാൻ ഉടുത്തോണ്ട് പോകുന്ന സാരി ഞാൻ അപ്പനോട് പറഞ്ഞു, ഞാൻ അപ്പ എനിക്ക് ഒരു വെള്ള സാരി തരണം, പിന്നെ ഞാൻ സ്നാനപ്പെടാൻ പോവാ, എനിക്ക് ആര് മേടിച്ചു തരാനാ, ആരോട് ചോദിക്കാനാ, മേടിക്കാൻ പൈസ ഇല്ല, ചോദിക്കാനും ആരുമില്ല, അപ്പൻ എനിക്കൊരു സാരി തരണമെന്ന് പറഞ്ഞ് ആ സാരി അങ്ങനെ പറഞ്ഞ് ഞാൻ ആ സ്നാനപ്പെടുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് പലരിലൂടെ കർത്താവ് എനിക്ക് 5 വെള്ള സാരി തന്നു. അതാ ദൈവത്തിന്റെ വലിയൊരു കരുതല്. 5 വെള്ള സാരി എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുപോലെ ദൈവം എന്നെ ആ സ്ഥാനത്ത് എന്റെ കർത്താവ് എന്നെ കരുതി. ഞാൻ സ്നാനപ്പെട്ട മുതൽ ചർച്ചിൽ പോകാൻ എല്ലാ ഞായറാഴ്ച എടുത്തോണ്ട് പോകാനെ കൊണ്ട് വർഷങ്ങളോട് കൊടുക്കാൻ കർത്താവ് എനിക്ക് തന്ന്. അപ്പം ഒരെണ്ണത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ ഇരട്ടി തരുന്ന ഒരപ്പേ അങ്ങനെ കരുതി. കുഞ്ഞുങ്ങൾ ആ സ്നേഹമൊക്കെ കർത്താവിന്റെ ആ കരുതലും സ്നേഹം ഓർക്കുമ്പോഴും ഇന്നും ഞാൻ പിന്നെ ഓർക്കും. ആ സ്ഥാനങ്ങളിലൊക്കെ എനിക്ക് ഭാരമില്ലാതെ വേദനയില്ലാതെ ആ ഒരു രൂപ കരങ്ങളിൽ ഇല്ലാതെ എന്റെ 2 കുഞ്ഞുങ്ങളും ഞാനുമായിട്ട് ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ച സ്ഥാനത്ത് അയ്യോ ഞാനിങ്ങനെ ഇറങ്ങിത്തിരിച്ച് എന്ത് ചെയ്യും എന്നൊരു ചിന്ത കർത്താവ് എനിക്ക് തന്നില്ല. ജീവിക്കുന്നു, മരണത്തിൽ നിന്ന് പിടിക്കുന്ന ദൈവം അപ്പ ജീവിക്കുന്നു, കരുതാൻ നടത്താനൊക്കെ ശക്തന എന്നുള്ള ഒരു ധൈര്യം എന്റെ ഉള്ളത്തിലേക്ക് എന്റെ അപ്പൻ എനിക്ക് തന്നു. അനേക വചനങ്ങൾ എനിക്ക് വായിച്ചിട്ടൊന്നും അല്ല, അനേക വചനം നിങ്ങൾ സകല ചിന്താഗതികളും അവന്റെ മേലിട്ടുള്ളേ ആ ഒരു വചനങ്ങള് ഒക്കെ ദൈവം എന്റെ ഉള്ളത്തിലേക്ക് ഇനി തരും. അനേക വചനങ്ങൾക്ക് സ്നാനപ്പെടാൻ തന്നെ വചന സത്യം ഇത് സ്വീകരിക്കണമെന്നുള്ള കർത്താവിനോട് വചനത്തിലൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെ ഞാൻ സ്നാനപ്പെടാനൊക്കെ ഞാനും അമ്മയ്ക്ക് അത്ര അറിയത്തില്ല. ഞാൻ സ്നാനപ്പെട്ട അമ്മ എന്റെ കൂടെ ഒന്ന് സ്നാനപ്പെട്ട എന്നെക്കാളും വിശ്വാസത്തോടെ അമ്മ വരും, മോളും അത് തന്നെ. ഞങ്ങൾ പോകും. മോനും കുറെ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കൂടെ വന്ന് ചർച്ച ആ അച്ഛന്റെ ഞങ്ങളുടെ കൂടെ തന്നെ ചർച്ചിലൊക്കെ മോനും വരാൻ തുടങ്ങി. അവരോട് പഠിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ എന്റെ സാക്ഷ്യം കേട്ടിട്ട് 1 വർഷം തികയുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് 1 വർഷം ഒരു ദിവസം അച്ഛനാണെങ്കിൽ ഇതിനിടയ്ക്ക് പറയാം ഞാൻ രാവിലെ ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ അച്ഛൻ ഒന്നും ജോലിക്കുമില്ല, തീ കടന്ന് എരിയുന്നുണ്ട്. എന്റെ അച്ഛൻ ഈ പ്രാർത്ഥിക്കും വെച്ചാൽ അച്ഛന്റെ കയ്യിൽ നിന്ന് അകം ഉണ്ടല്ലേ റബ്ബർ വെട്ടം. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഈ ബ്ലൗസ് സാരിയും ബ്ലൗസോ നൈറ്റി ഒന്നും ഇല്ലല്ലോ ഇടാൻ. അപ്പൊ അച്ഛൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പിടിക്കാൻ വന്ന ഈ തൊലി കട്ടിലത് ഇങ്ങനെ അങ്ങ് പോയിട്ട് അച്ഛന്റെ വിരല് നഖത്തെ ഇരുന്ന് ആ തൊലി എല്ലാം കൂടി ഇങ്ങനെ നഖത്തെ ബ്ലൗസ് എല്ലാം വലിച്ചു കീറി. അപ്പൊ ഒത്തിരി അന്നേരം ഓടി വന്നിട്ട് അച്ഛൻ തീ എടുത്തോണ്ട് വന്നിട്ട് ചോദിച്ചു, നിന്നോട് എന്തെങ്കിലും ചെയ്താൽ ആര് ചോദിക്കാം? അപ്പൊ ഞാൻ പറയാം എനിക്കൊരു യേശോപ്പച്ച ഉണ്ട് ചോദിക്കാൻ, ആരും ഇല്ലെന്നൊന്നും വിചാരിക്കണം, എന്റെ യേശോപ്പച്ച ഉണ്ട് എനിക്ക് ചോദിക്കാൻ. കുറെ നാൾ അതിങ്ങനെ വേദനയായിട്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ സാക്ഷ്യം കേട്ടപ്പോ ആ ചണ്ണപ്പേട്ടയുള്ള ഒരു അമ്മമ്മയുടെ ഒരു മോളെ ഇതുപോലെ കൊല്ലൂർ ഇങ്ങനെ കെട്ടിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ സാക്ഷ്യം ഇതുപോലെ സാക്ഷ്യം പറയുന്ന ഇങ്ങനെ കേട്ടിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ, ആങ്ങളെ അങ്ങ് ഡൽഹിയില, എന്റെ അനിയത്തിമാരെ കെട്ടിച്ച് അവിടെ വന്ന് അമ്മയുടെ കൂടെ നിൽക്കാം, റബ്ബർ വെട്ടാൻ അറിയാമല്ലോ, അവിടെ ചർച്ചിലും പോകാം, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാം,
അങ്ങനെ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ അപ്പൊ പ്രാർത്ഥിക്കാനൊന്നും അത്ര അറിയത്തില്ലല്ലോ, എങ്കിലും അപ്പനോട് കാര്യം പറയും. അപ്പൊ അതൊരു ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു എന്നെ എന്റെ വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് അങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള വലിയൊരു പദ്ധതി ആയതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു, ആ മോള് പറഞ്ഞ അമ്മാമ്മയുടെ വീട്ടിൽ പോയി. അന്ന് പോകുമ്പോ ഒന്നുമില്ല, ഒരു ചീപ്പ് മാത്രമുണ്ട്, ഒരു സഞ്ചിക്കകത്ത് നൈറ്റി ഒന്നുമില്ല, ആരെങ്കിലും തരുന്ന സാരികളൊക്കെ ഉടുക്കുന്നേ. അങ്ങനെ ആ സാരികളും തുണികളും എല്ലാം വെച്ച് ഞാനൊരു സഞ്ചിക്കകത്ത് ആ ചണ്ണപ്പേട്ട പോയി ഒരു ബസ് കയറി അവിടെ ചെന്ന് അവര് മോളും ഉണ്ടായിരുന്നു, എന്നെ കൊണ്ടുവന്ന് ആ വീട്ടിലാക്കി. അമ്മച്ചി മാത്രമേ ഉള്ളായിരുന്നു. അവിടെ നിന്ന് ഞാൻ അവിടെ അടുത്തൊക്കെ റബ്ബറുണ്ട്, കുറേശ്ശെ റബ്ബറും ഉണ്ട്, അത് വെട്ടാൻ തുടങ്ങി. കൈക്ക് ബലം കർത്താവുന്ന ആരോഗ്യം തന്നു, സൗഖ്യം തന്നു, ബലമെല്ലാം തന്നു. അപ്പൊ അമ്മയ്ക്കും എന്നെ സംരക്ഷിക്കാനോ നിർത്താനോ ഒക്കെ ഉള്ള ആ ഒരു ഇതൊന്നും ഇല്ല. അങ്ങനെ ആയിരുന്നപ്പം ഞാൻ ദൈവത്തിന്റെ ഒരു പദ്ധതി ആയതുകൊണ്ട് ഞാൻ അമ്മമ്മയുടെ വീട്ടിൽ പോയി. ആ അമ്മമ്മയുടെ വീട്ടിൽ ചെന്ന് നിന്ന് മോളും കൂടെ വരും, രാവിലെ വരും. പിന്നെ ഞങ്ങള് ഒട്ടുകറിയൊക്കെ എടുത്തു തരും, റബ്ബർ വെട്ടാൻ തുടങ്ങി. ഞങ്ങളുടെ ഉപജീവനത്തിന്റെ വഴിയായി അങ്ങനെ ഒരു വഴിയെ ദൈവം തുറന്നു തന്നു. അങ്ങനെ ജോലി ഉണ്ടെങ്കിലും മോള് രാവിലെ വെളുപ്പിനെ വന്ന് വിളക്ക് പിടിച്ചു തന്നിട്ട് ഒരു കുറച്ച് ജോലിയൊക്കെ റബ്ബറൊക്കെ ഒട്ടുകറി എടുത്തെന്ന് പാലുമൊക്കെ എടുത്തിട്ട് മോള് ഓടി പഠിക്കാൻ പോകും. അവിടെ ചെന്നപ്പോ വീട്ടിലായി പഠിക്കാൻ പോകും. മോൻ അന്നേരം വന്നിട്ടില്ല, ഒരു വർഷം കൂടെ കഴിഞ്ഞാ മോൻ പിന്നെ ചണ്ണപ്പേട്ട വരുന്നേ. അത് കഴിഞ്ഞ് വന്നിട്ട് അവിടുന്ന് ഓടി വന്ന് അങ്ങനെ അവിടെ ജോലി ചെയ്ത് ചർച്ചിലും പോകും, പ്രാർത്ഥനയ്ക്കും പോകും. അപ്പോഴും ഒറ്റ ആഗ്രഹമുള്ളൂ, ഓടി പ്രാർത്ഥനയ്ക്ക് പോകണം, പ്രാർത്ഥിക്കണം, കൂട്ടായ്മയ്ക്ക് പോകണം. എനിക്ക് വീട്ടിൽ തന്നെ നിൽക്കുമ്പോ തന്നെ ഞാൻ ചർച്ചിൽ പോകുമ്പോൾ തന്നെ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു വീട്ടിലെ കൂട്ടായ്മ വെച്ച് ഞാൻ ചെന്നിരിക്കുമ്പോ എല്ലാരും പാട്ട് പാടുന്നു, പക്ഷെ എനിക്ക് പാടാൻ അറിയത്തില്ല. അപ്പൊ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പ എല്ലാരും പാടുന്നു, ഞാൻ എത്ര ചൊല്ലി ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ അന്നത്തേക്ക് ആരാധന എന്ന് പറഞ്ഞ തീ പോലെ ഒരു പാട്ട് കുറച്ച് പാടുമ്പോ തന്നെ എല്ലാവരും ആത്മാവിലായി അഭിഷേകത്താൽ നിറഞ്ഞങ്ങ് ആരാധിക്കുക. അന്നേരം പ്രായമുള്ളവരായാലും ചെറുപ്പം എല്ലാം അത്ര അഭിഷേകത്തിന്റെ വലിയൊരു ദൈവശക്തിയാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്നിട്ട് പറഞ്ഞു, അപ്പ എല്ലാരും പാടുന്നു, എല്ലാരും എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നു, ഞാൻ എത്ര ചൊല്ലി ചുമ്മാ പാടാൻ അറിയത്തില്ല, ഒന്നുമില്ല എനിക്ക്, ഞാൻ എത്ര ചൊല്ലി ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോ അന്തന്റെ കർത്താവ് യേശുവിൻ നാമോ എന്നുള്ള ആ പാട്ട് അവര് പാടുമ്പോ ആ കൂടെ പാടാൻ അഭിഷേകത്താ ദൈവം ഞാൻ നിറച്ച്. അതൊരു ഭയങ്കര അഭിഷേകമാണ്. എനിക്ക് ഇരിക്കാൻ വയ്യ, എനിക്ക് പാടിയിട്ട് ഞാൻ എങ്ങനെ പാടുന്നതെന്ന് പോലും എനിക്കറിയാം. അപ്പൊ മറ്റുള്ളവരെല്ലാം എന്നെ നോക്കുക. അപ്പൊ ഞാനങ്ങ് പാടുക ശക്തമായിട്ട് ഇവരുടെ കൂടെ. അവര് പാടുപോലെ എനിക്ക് തന്നെ എന്റെ നാവ് എങ്ങനെ തിരിഞ്ഞങ്ങനെ പാടുന്നതെന്ന് എനിക്കറിയത്തില്ല. അവരുടെ കൂട്ടി ഇരുന്നപ്പം ആ പാട്ട് ഞാൻ ഇന്നും ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് എന്റെ ഉള്ളം തുടിക്കും. എനിക്ക് ആദ്യം കർത്താവ് പകർന്നൊരു അഭിഷേകം വന്ന പാട്ടിലൂടെ. അങ്ങനെ ആ പാട്ട് അങ്ങനെ പാടി, അങ്ങനെ ശക്തമായിട്ട് ആ പാട്ട് കൂടെ പാടിയപ്പോ അന്ന് അഭിഷേകത്താ ദൈവം എന്നെ നിറച്ച് ആ പാട്ടിലൂടെ. ഇന്നും എല്ലാ പാട്ടുകളും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് പാടാൻ അറിയത്തില്ല. ഞാൻ കൂടുതലൊട്ട് പാടി പഠിക്കാനും ഒന്നാമത്തെ കാര്യം എഴുതാനും വായിക്കാനും ഒന്നും അറിയത്തില്ല അധികം. അതുകൊണ്ട് എഴുത്തിലും വായനയിലും ഒന്നും അത്ര താല്പര്യം എനിക്കില്ല. പക്ഷെ കർത്താവ് ഇങ്ങനെ വചനം തന്നോണ്ടിരിക്കും, ശക്തമായിട്ട് വചനം തരും. പാട്ടൊക്കെ പ്രയാസം വരുമ്പോഴൊക്കെ പാട്ടുകളൊക്കെ ഇങ്ങനെ തരും. അപ്പൊ ആ പാട്ട് പാടി ഇന്നും അതിന്റെ പാടാനൊക്കെ പഠിക്കാൻ താല്പര്യം. എവിടെ ചെന്നാലും ആര് പാടിയില്ലെങ്കിലും അറിയാൻ വയ്യാലും ഞാൻ ആത്മാവിലങ്ങ് അവരുടെ കൂടെ അങ്ങ് പാടും. അപ്പൊ അതുകൊണ്ട് ആ പാട്ടിന്റെ അഭിഷേകത്തോടെ ദൈവം എന്നെ അങ്ങ് ആ അഭിഷേകം തന്ന് പാടിക്കുന്നത് കൊണ്ട് മറ്റുള്ള സാധാ പാടാന് പെട്ടെന്ന് അത് ഒരു ഇത് വരത്തില്ല. അങ്ങനെ ഞാൻ അഭിഷേകത്താ ദൈവം എന്നെ നിറച്ച്. അപ്പന്റെ ആ വലിയ ദർശനവും വചനവും ഒക്കെ കർത്താവ് എനിക്ക് തന്നു. ഞാൻ ചണ്ണപ്പേട്ട പോയി അമ്മച്ചിയുടെ കൂടെ ഒരു വർഷം നിന്ന് ഞാൻ റബ്ബർ വെട്ടി ഇങ്ങനെ ഉപജീവന വഴി കഴിഞ്ഞ് പോയി പ്രാർത്ഥനയ്ക്ക്. എന്നിട്ട് നല്ല ദേവദാസനും കുടുംബമായിരുന്നു അവിടെ ചണ്ണപ്പേട്ട ഏജി. എന്നുവെച്ചാ അവിടെ ചെന്നപ്പം ഞങ്ങളെ ഏറ്റവും കരുതുന്ന ഒരു ദേവദാസനും കുടുംബവും. ഞങ്ങൾ ഭക്ഷണമില്ലെന്നോ വസ്ത്രമില്ലെന്നോ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോകില്ല ഒന്നും നമുക്ക് വിഷമിക്കാത്ത രീതി അവരെല്ലാം കരുതാനും തുടങ്ങി. ആ അമ്മാമയ്ക്കും 2 മക്കളുണ്ട്, എന്റെ മോന്റെയും മോടെ പ്രായമാ. അപ്പൊ അവരോടൊപ്പം ആഹാരം കൊടുക്കാനും എനിക്ക് തരാനും എല്ലാം ദൈവം ആ ദേവദാസനെയും കുടുംബത്തെ നല്ലൊരു കുടുംബം അവരെ ദൈവം ഒരുക്കി ഞങ്ങളെ കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോകാനും അല്ലെ ആരെങ്കിലും ഒക്കെ കൂടെ വണ്ടിക്കകത്ത് വിടാനും ഒക്കെ ദൈവം തന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആ അമ്മച്ചി ഒരു വർഷം കഴിഞ്ഞ് സമയം പോകുമ്പോ പറയണേ, സമയത്തിന്റെ ഇത് പറയണം. നിർത്തേണ്ടപ്പോ അന്നേരം പറഞ്ഞേക്കണേ, നിർത്തേണ്ടപ്പോ പറയണം. അങ്ങനെ അന്നേരം ആ സമയമായപ്പോ പിന്നെ ആ അമ്മച്ചി ഒരു വർഷം കഴിഞ്ഞപ്പോ അമ്മച്ചി സ്ഥലം വിറ്റ് ആ മോടെ കൂടെ അങ്ങോട്ട് എഴുതി പോയി. മോന്റെ കല്യാണം കഴിഞ്ഞു, മോനും പോയി, അമ്മച്ചി അങ്ങ് പോയി. പിന്നെ എങ്ങില്ല. പിന്നെ ചർച്ചിലെ തന്നെ ഒരു വീട് എനിക്ക് തന്നു, വാടകയ്ക്ക് തന്നു. 4 വർഷം വാടക വീട്ടിൽ ഞാൻ താമസിച്ച്. അത് കഴിഞ്ഞ് പിന്നെ
ആ ചർച്ചിലുള്ള ഞങ്ങളുടെ ആ ചണ്ണപ്പേട്ട ചർച്ചിലുള്ള അവർ അബുദാബിയിലെ കുടുംബമായിട്ട് നല്ലൊരു ഒരു അച്ഛനും കുടുംബം, അവരെ അമ്മയും അപ്പനും ഒക്കെ മർത്തോമല. ഈ അച്ഛൻ മാത്രം ജനിച്ചാൻ എന്ന് പറയാം. ആ അച്ഛനും കുടുംബം അവര് ബന്ധക്കോസില നമ്മുടെ ചർച്ചിലാ വരുന്നത്. അപ്പൊ ആ ചർച്ചിൽ വരുന്ന ആ അച്ഛന് പിന്നെ എന്ത് ചെയ്ത് ഒരു വലിയ 2 നില ഒരു വീട് റോഡറമ്പിന് വെച്ചപ്പോ പറഞ്ഞു പിന്നെ അച്ഛനൊക്കെ അവർ ആ അച്ഛന്റെ പൊടിയ സാറെന്ന് പറഞ്ഞ ആ സാറ് മർത്തോമ ചർച്ചിൽ ഒരു വീട്, ബന്ധക്കോസിൽ പോകുന്നവർക്ക് ഒരു വീട് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് കൊടുത്ത് ആ ഒരു വീടിന്റെ പൈസ കൊടുത്ത് എനിക്ക് ഒരു വീടിന്റെ പൈസ എന്ന് അങ്ങനെ ആ ചർച്ചിലുള്ളവരെല്ലാം കൂടെ കൂടി ഒന്നുമില്ലാതെ ഇറങ്ങി തിരിച്ച് ഒരു രാത്രി ഒരു സഞ്ചിക്കകത്ത് 2 കുഞ്ഞുങ്ങളുടെ തുണിയായിട്ട് ഒന്നുമില്ലാതെ ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ ആ കരുതല്, എത്ര ദൈവത്തെ സ്തുതിച്ച ദൈവം കരുതുന്ന ദൈവം. നമ്മളെ വിളിച്ചിറക്കിയിട്ട് അതാ എപ്പോഴും പറയുന്നത്, വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് പറയുന്നതിന്റെ ഒരു വലിയ ഒരു സത്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സമർപ്പിച്ച് ഇറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി മുന്നമേയല്ല. നമുക്കറിയാലോ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ മോശ ഒരു കൂട്ടം ജനതയായിട്ട് പുറപ്പെട്ട ഒരിക്കലും ചെങ്കടലുണ്ടെന്ന് പറഞ്ഞില്ല. പുറപ്പെട്ടപ്പോ ചുറ്റിച്ച് നടത്തി. പക്ഷെ യഹോവ ദൈവത്തിന് അറിയാവുന്ന ഒരു ചെങ്കടൽ ഉണ്ടെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് ആ സ്ഥാനമൊക്കെ മറച്ചു വെച്ചെങ്കിൽ കർത്താവ് പുറപ്പെടുവിച്ച ചെങ്കടലും കൂടെ തുറന്ന് അവരെ അക്കരെ കടത്തി. എന്നിട്ട് മിരിയാം നോക്കി നിൽക്കുക. ഒരു ഭാഗത്ത് ആ മോശക്കുഞ്ഞിനെ നൈൽ നദിയിൽ ഇട്ടിട്ട് മിരിയാം നോക്കി നിൽക്കുക. എന്ത് സംഭവം, ഒഴുകിപ്പോന്നോ, എങ്ങനാകുന്നു, ആര് വരും, ആര് രക്ഷിക്കും എന്ന് നോക്കി നിന്ന മോശക്കുഞ്ഞിനെ നോക്കി നിന്ന മിരിയാമ കണ്ടത് ഫറവോന്റെ പുത്രി ഇറങ്ങി വന്ന് മോശക്കുഞ്ഞിനെ എടുക്കാനും ആ മാതാവ് തന്നെ പാലൂട്ടി വളർത്താനും തക്കോണം ദൈവത്തിന്റെ പ്രവൃത്തി പോലെ എന്റെ അപ്പൻ എന്നെ വിളിച്ചപ്പം ചെങ്കടലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞില്ല, പ്രതികൂലം ഉണ്ടെന്ന് അറിഞ്ഞില്ല, എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്റെ വിളിച്ച എന്റെ അപ്പൻ അറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്ന്, ഏത് രീതി നിർത്തണമെന്നും, എവിടെ ആക്കണമെന്ന്, എന്ത് കരുതണമെന്ന് അറിയുന്ന അപ്പം മുന്നമേ എനിക്ക് വേണ്ടി എല്ലാം കരുതി വെച്ചിട്ടാ എന്റെ അപ്പൻ എന്നെ ഓരോ സമയങ്ങളിലും നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ അച്ഛന്റെ ചർച്ചിൽ പൈസ കൊടുത്ത് ഒരു 10 സെന്റ് സ്ഥലം മേടിച്ച് ചർച്ചിലുള്ളവരെല്ലാം കൂടെ കൂടി തന്നെ ആദ്യം 2 മുറിയും ഒരു ചെറിയൊരു അടുക്കളയായിട്ട് വാർത്ത് തന്ന് കർത്താവ് ഒരു വീട് തന്ന്. അതിന്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോ പിന്നെ ഒരു ഹാള് വേണമെന്ന് പറഞ്ഞാൽ അത് ചർച്ചിലുള്ള ഒരു അമ്മച്ചി തന്നെ ആ അമേരിക്കയിലുള്ള മോളോട് പറഞ്ഞ് പൈസ അയച്ചു കൊടുത്ത് അതും കർത്താവ് എനിക്ക് തന്ന്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം അവിടെ എന്നെ ഈ സ്വന്തം ദേശത്ത് ചണ്ണപ്പേട്ട 15 വർഷം ചണ്ണപ്പേട്ട താമസിച്ചു. പക്ഷെ അവിടുന്ന് ഒരിക്കലും ഞാൻ ആ ചണ്ണപ്പേട്ട വിട്ട് വരികയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവിടുന്ന് എനിക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ അത്ര കരുതുന്നവര് അവിടെ ഒരു അമ്മച്ചി തന്നെ എന്നെ ഇത്രത്തോളം എനിക്ക് അവിടെ ചെന്നപ്പോഴും വസ്ത്രവലം എന്റെ കുഞ്ഞിനും ഞങ്ങൾക്കും ഒക്കെ വസ്ത്രം തരുന്നതും മക്കള് പേർഷ്യൽ അവര് വരുമ്പോ തരുന്നതും അവര് കരുതുന്നതും അവരുടെ ഭക്ഷണവും അമ്മച്ചിയുടെ കരുതലും അങ്ങനെ അവിടുത്തെ ദൈവമക്കളുടെ കരുതലും ആ സ്നേഹവും എന്നെ ഇത്രത്തോളം എന്നെ കൊണ്ടുവരാൻ സഹായിച്ചത്. ഒരു ഭാഗത്ത് അപ്പം വിളിച്ച് വേർതിരിച്ചെങ്കിലും അപ്പൻ മറ്റുള്ളവരിലൂടെ നമ്മളെ സ്നേഹിപ്പിക്കുകയും നമുക്ക് വേണ്ടി കരുതുകയും നമുക്ക് വേണ്ടി ഉള്ളത് മുന്നേ കർത്താവ് ഓരോ ഇടങ്ങളിൽ കരുതി നമ്മളെ നടത്തുന്ന ആ സ്നേഹോർത്ത എത്ര വർണ്ണിച്ചാലും നമുക്ക് മതിയാവത്തില്ല. ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഈ സത്യദൈവത്തെ അറിഞ്ഞത് നേരത്തെ ആയിരുന്നെങ്കിലോ എന്ന്. പിന്നെ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഒറ്റ കാര്യം അപ്പനോട് പറയുന്നുണ്ട്, അപ്പ പിന്നെ ഞാൻ അന്ന് രാത്രി ഒരു പൊട്ടിയെ പോലെ നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഇറങ്ങി തിരിച്ചത് അപ്പ നീ ഓർക്കണേ എന്ന്. പക്ഷെ എന്ത് ചെയ്യുന്നു, കർത്താവ് എന്നെ ഇന്നോളം ഓർക്ക്. അങ്ങനെ കുഞ്ഞുങ്ങൾ 2 പഠിച്ച് ചണ്ണപ്പേട്ട ചെന്ന് വീട് കർത്താവ് തന്ന്. അത് കഴിഞ്ഞപ്പോ മോനെ +2 കഴിഞ്ഞപ്പോ മോനെ ബൈബിൾ കോളേജിലെ പാലക്കാട് 3 വർഷം പഠിക്കാൻ ദൈവം ദേശപ്പച്ചൻ പഠിപ്പിച്ച്. മോള് പിന്നെ +2 കഴിഞ്ഞപ്പം അവക്ക് ടീച്ചർ ആവണമെന്ന് എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അവള് 1 വർഷം TTCയുടെ +2 കഴിഞ്ഞപ്പോ പോയി പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഈ ബെന്നിച്ചാൻ തന്നെ പറഞ്ഞു അതങ്ങനെ പോയി പഠിച്ചാല് എങ്ങനെയാന്ന് ചിന്തിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് അവള് BAക്ക് പോയി. ഈ +2 കഴിഞ്ഞ് TTC 1 വർഷം പ്രൈമറി സ്കൂളിലെ പഠിക്കാൻ ഒക്കില്ല. അപ്പൊ നല്ല ഇച്ചിരി BA പോയി പഠിക്കാമെങ്കിൽ വലിയ ഇച്ചിരിയുടെ സ്കൂളിൽ നല്ല ജോലിക്ക് കയറാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ BAക്ക് പോയി സർട്ടിഫിക്കറ്റും കൊടുത്ത് 3 മാസം അവിടെ പോയി പഠിച്ചപ്പോഴാ ഈ ഞങ്ങൾക്ക് വീട് വെച്ച് തന്നെ അച്ഛൻ തന്നെ നല്ലൊരു കുടുംബമായിരുന്നു. എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിട്ടാണല്ലോ, ദൈവത്തിന്റെ സ്നേഹവും മനുഷ്യ സ്നേഹവും ഉണ്ടായത് കൊണ്ടാണല്ലോ ഇത്രയും ഒന്നുമില്ലാത്ത ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എന്റെ കർത്താവ് അതാ പറയുന്നത്, ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഉയർത്തുമ്പോഴാണ് നമുക്ക് ആ സന്തോഷം വരുന്നത്. നമ്മളെല്ലാം ആയിട്ട് നമ്മൾ സന്തോഷിക്കുന്നതിൽ നമ്മുടെ ഇല്ലായ്മയെ ദൈവം തന്ന് നടത്തപ്പെടുള്ള സന്തോഷം വലുതാ, ആ കരുതൽ വലുതാ. അങ്ങനെ അന്നേരം അച്ഛന് പിന്നെ പറഞ്ഞ് ഇങ്ങനെ വിട്ടാൽ എങ്ങനെ ഒരു കാര്യം ചെയ്യാം. അപ്പൊ അവള് സയൻസ് അല്ല എടുത്ത് പഠിച്ചത്.
അപ്പൊ അതുകൊണ്ട് എങ്ങനെ കിട്ടുന്ന ലോണ് കിട്ടത്തില്ല, ഞാനും സഹായിക്കാൻ ലോൺ എടുത്ത് നേഴ്സിങ്ങിന് വിടെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം അങ്ങനെ നേഴ്സിങ്ങിന് പോകാനൊക്കെ തുടങ്ങിയപ്പോ ഒന്നുമില്ല, പൈസയുടെ കാര്യത്തില് ഒന്നുമില്ല. അന്നന്ന് ദൈവം തന്ന് നടത്തുന്നല്ലാതെ കരുതലോ കാര്യങ്ങളോ ഇല്ല. എന്നാൽ കർത്താവ് കരുതിയെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ പോകാൻ തരുമ്പോ അച്ഛന്റെ അമ്മയും അച്ഛനും ആ ഭാര്യ എല്ലാം കൂടെ പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു ശരി അങ്ങനെ വിടാന്ന് പറഞ്ഞു. അപ്പൊ ഈ കൊട്ടാരക്കരയുള്ള ഒരു ഡേവിഡ് സാർ എന്ന് പറയും, ആ സാർ കൊട്ടാരക്കര ഒരു അഡ്മിഷന്റെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിലുള്ള അതിന്റെ ഒരു ബ്രാഞ്ചായിട്ട് അവർ ചിത്രദുർഗ തുടങ്ങി, ഫസ്റ്റിലെ തുടങ്ങും. അപ്പൊ ഇവിടെ ഉള്ള കുറെ ബന്ധുക്കാരും എല്ലാ ഇടങ്ങളിൽ നിന്നൊക്കെ ചെന്ന് അവിടെ അഡ്മിഷൻ എടുത്ത് ആദ്യമായിട്ട് തുടങ്ങുന്നവ. അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ഞങ്ങൾക്ക് 5000 രൂപ കൊടുത്ത് വേണം അഡ്മിഷൻ എടുക്കാൻ. പക്ഷെ 5000 രൂപ കൊടുത്ത് അഡ്മിഷൻ എടുക്കാനില്ല. ഞാൻ മോടെ സർട്ടിഫിക്കറ്റ് BA പഠിച്ചവരിൽ പോയി എന്നെടുത്ത് അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ടെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അഡ്മിഷൻ എടുക്കുന്നേ. കർത്താവ് ഇതൊക്കെ മുന്നമേ അറിഞ്ഞോ ചെയ്തോ ഒന്നും എനിക്കറിയത്തില്ല. കർത്താവ് പറഞ്ഞ് അവിടെ കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് പോകാൻ പൈസയില്ല. ലോണ് ചെന്ന് തിരക്കിയപ്പോ അവര് പറഞ്ഞ് സയൻസ് അല്ലാത്തതുകൊണ്ട് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. തരാൻ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആരും സഹായിക്കാനില്ല. അപ്പൊ ആ അച്ഛൻ ഇത്തിരി പൈസ ഇട്ട് വന്ന് പോകാൻ ആദ്യം അവർക്ക് കുറെ 20000 രൂപ കൊടുക്കണമായിരുന്നു. ആ 20000 രൂപ അന്ന് കൊടുക്കാനില്ല. അച്ഛൻ ഇത്തിരി പൈസ ചർച്ചിൽ പറഞ്ഞു. ചർച്ചിലുള്ളവരും അന്ന് ഭവനമായിട്ടിരുന്നെങ്കിൽ ചിലര് അന്നേരം കൈ തുറന്ന് സഹായിച്ച് ടിക്കറ്റ് എടുത്ത് ചൊവ്വാഴ്ച പോണം. പക്ഷെ ഞായറാഴ്ച വരെയും പൈസ ഒന്നും ആയിട്ടില്ല. ചർച്ചിൽ എഴുതിന് ആരും തന്നില്ല. പക്ഷെ അന്നേരം അല്ല എന്റെ മോള് പറയുന്ന ഒരു കാര്യം, ഞാൻ ചോദിച്ചു മക്കളെ എങ്ങനെ പോകും? സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തു. തിരിച്ച് പിന്നെയും കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വരാം, ട്രെയിനിന്റെ ടിക്കറ്റിന്റെ പൈസ പോട്ടെ. അന്നേരം ഞാൻ പറഞ്ഞു ടിക്കറ്റിന് ആ പൈസ പോയാലും വേണ്ടിയല്ലേ മോളെ, നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഇനി വേണ്ടേ? അപ്പൊ കൊട്ടാരത്തിൽ ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിൽ പോയി, ഇനി അങ്ങനെ അത് പെട്ടെന്ന് കിട്ടാൻ പാടാണ്. അപ്പൊ എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റും പോയി, അവിടെ പോകാൻ പഠിക്കാൻ പൈസയില്ല, കൊടുക്കാൻ പൈസയില്ല. വളരെ ഭാരപ്പെട്ട് അപ്പൊ മോൾ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അമ്മേ യഹോവയിരെ. അവളും നല്ല അഭിഷേകം പ്രാപിച്ച് ചെറുപ്രായത്തിൽ തന്നെ അഭിഷേകം പ്രാപിച്ചു. അപ്പൊ അവള് പറഞ്ഞു അമ്മ എന്നിലും വിശ്വാസവും ധൈര്യവും ഒക്കെ എനിക്ക് പകർന്നു തരും. അപ്പൊ പറയാം അമ്മ എന്തിനാ വിഷമിക്കുന്നത്? എന്നെ പഠിപ്പിക്കണമെന്ന് യേശുപ്പന് ഇഷ്ടമുണ്ടെങ്കിൽ അതിന് പൈസ തന്നെ വിടും, എന്നെ പഠിപ്പിക്കും. ഇല്ലെങ്കിൽ പഠിക്കണ്ട, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? യഹോവ ഇരേ നമ്മളെ കരുതിയില്ലേ, എത്രത്തോളം വന്നില്ലേ എന്ന് പറയും. അപ്പൊ പിന്നെ എനിക്ക് വിഷമം, രാത്രിയിലൊക്കെ ഇരുന്ന് കരയും, എങ്ങനെയാ കർത്താവ് എന്ന്. പക്ഷെ പോകാനും നേരം മറ്റുള്ളവരെക്കാൾ ഉപരി കർത്താവ് കരുതി. ഞങ്ങൾ ആ ട്രെയിന് തന്നെ പോയി കുഞ്ഞിനെ അഡ്മിഷൻ എടുത്ത് അവിടെ കൊണ്ടുവന്ന് ചിത്രദുർഗയാക്കി പഠിക്കാനാക്കി. കുഞ്ഞ് 3 വർഷം. അപ്പൊ കൂടെ ആരാധിക്കുന്നവരും കൂടെ ഉള്ളവരും സകലരും പറഞ്ഞു എന്ത് കണ്ടിട്ടാ നേഴ്സിങ്ങിന് വിട്ടേക്കുന്നേ? ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ ഒരു ഭവനമില്ലാതോ വിശ്വാസത്തിന് അപ്പന്റെ സന്നിധി ഇറങ്ങി തിരിച്ചിട്ട് ഇന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും എപ്പോഴെങ്കിലും എന്നെ കേൾക്കുമ്പോ ഒന്ന് ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠത വലുതാ. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നുള്ളതും അവർക്ക് ഭാവി ഒരുക്കണമെന്നുള്ളതും ഒക്കെ നമ്മുടെ ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ച് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ കരം കണ്ട് നമുക്ക് സന്തോഷിപ്പാൻ ദൈവം വലിയവ ചെയ്യും. എന്നെ കേൾക്കുന്ന ഇന്ന് ആരെങ്കിലും കുഞ്ഞുങ്ങളുടെ പഠന കാര്യത്തിനോ അവരുടെ ഭാവിയുടെ കാര്യത്തിനോ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ഇന്ന് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോഴല്ല ഏതെങ്കിലും സമയങ്ങളിൽ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ധൈര്യപ്പെടുക. കർത്താവ് കരുതുന്ന ദൈവമാ. ഞാൻ പറയട്ടെ, 3 വർഷക്കാലം അനേകർ കരം നീട്ടി. ദേവദാസന്മാരെ ഞാൻ പറഞ്ഞില്ലേ, ആച്ചാനെ അങ്ങനെ സഭയിലുള്ളവരെ എല്ലാം കരുതി. ആ പറഞ്ഞവരുടെ വിശ്വാസികൾ തന്നെ തമ്മി പറഞ്ഞ് എങ്ങനെ പഠിപ്പിച്ചിറങ്ങും. നമുക്ക് കാണാം 1 വർഷം പോയിട്ട് ഇനി വരും എന്ന് പറഞ്ഞ ഒരു സ്ഥാനത്ത് 3 വർഷവും ശ്രേഷ്ഠമായ രീതിയിൽ കർത്താവ് എന്ത് ചെയ്ത് എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ചിറക്കി. അത് പറഞ്ഞ വലിയൊരു അത്ഭുതം. കർത്താവ് ആ 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷം പോകണം. അവധിക്ക് 1 മാസം വന്നപ്പോ പിന്നെ പോകാൻ പൈസ ഇല്ല. എങ്ങനെ പോകും? അമ്മ യഹോവയിരേ. ഒറ്റ വാക്കാ എന്റെ മോള് പറഞ്ഞു, അമ്മ യഹോവയിരേ കരുതിയിട്ടുണ്ട്. 1 വർഷം പഠിച്ചാൽ മതി, 2ാമത്തെ വർഷം പഠിപ്പിക്കണമെങ്കിൽ അപ്പം കരുതിക്കോളും, അമ്മ വിഷമിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ മോൻ ബൈബിൾ കോളേജിൽ പോയേക്കുക. 3 വർഷം പാലക്കാട് IPC പഠിക്കാൻ. മോൻ ദൈവം അങ്ങനെ ഒരു വിളി കേട്ട് അങ്ങനെ മോൻ അവിടെ പഠിക്കാൻ പോകുന്നു. മുന്നിൽ ഒരു വഴികളുമില്ല. അമ്മ അതിലൊക്കെ ഉപരിയായിട്ട് എന്റെ അമ്മ എന്റെ ഇളയ സഹോദരന് എപ്പോഴും പെണ്ണ് കിട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കുടുംബത്തിൽ നല്ലൊരു പെണ്ണിനെ എന്റെ ദൈവം എന്റെ സഹോദരനെ ഒരുക്കി. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ സുഖമായി ഇന്നും ജീവിക്കുന്നു. എന്റെ ഏറെ ഇളയ ആളും സുഖമായിട്ട്
ദൈവമായിട്ട് ജീവിക്കുന്നു. അത് ദൈവം കരുതിയ കരുതൽ. നമ്മൾ ദൈവത്തെ സേവിച്ച് നമ്മൾ മറ്റുള്ളവരെ പഴിചെന്ന് അവർക്ക് എന്തായി തീരുമെന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നെങ്കിൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ മാർഗത്തെ നിന്ദിക്കപ്പെടാൻ അനുവദിക്കാതെ, നമ്മളെ മറ്റുള്ളവരൊന്നും പറയാതെ ദൈവം കരുതിയേം കൂടെ ചെയ്യുന്ന ഒരു ദൈവമെന്ന് പറയത്തക്കതുപോലെ എന്റെ സഹോദരൻ ദൈവം നല്ലൊരു ഭാവി ഒരുക്കി, നല്ലൊരു കല്യാണം ഒരുക്കി, ഒരു പെണ്ണിനെ ഒരുക്കി, അവരിന്ന് ജീവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ സഹോദരൻ ചോദിക്കുമായിരുന്നു, നീ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് നീ ഇങ്ങനെ, എന്റെ സഹോദരനും ചണ്ണപ്പേട്ടെ ഞങ്ങൾ താമസിച്ച തൊട്ടു മേലേപ്പുറത്ത് പിന്നെ ഒരിച്ചിരി സ്ഥലവും വീടും കൊണ്ടുണ്ടായിരുന്നു. അവരും അവിടെ വന്ന് ആ സ്ഥലവും വീടും മേടിച്ച് എന്റെ തൊട്ട്, ഞങ്ങൾ താഴെ മേളുമായിട്ടാണ് കഴിയുന്നത്. അപ്പൊ അമ്മ എന്റെ കൂടെ നിൽക്കുന്ന വിശ്വാസത്തില എന്റെ കൂടെ മോന്റെ അടുത്തും പോകും, അമ്മ അങ്ങനെ പോകും. അങ്ങനെ നിന്ന് അമ്മയ്ക്ക് നല്ല വിശ്വാസം, അമ്മയ്ക്ക് ആരോഗ്യമുണ്ട്, അമ്മ കടന്നു വരും. ഞങ്ങൾ 2 പേരും കൂടെ പോന്നേ. മോള് പഠിക്കാൻ പോയി 2ാമത്തെ വർഷം കരുതാനെ കൊണ്ട് അന്നും പൈസ കൊടുക്കണം. പക്ഷെ അന്നൊരു സമയത്ത് ഒരു സഹായം ഇങ്ങനെ ചർച്ചിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ ആ അച്ഛൻ എന്നോട് ഒരു അഡ്രസ്സ് തന്നിട്ട് പറഞ്ഞു, നല്ല വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന അമേരിക്കയിലുള്ള ഒരു അച്ഛനുണ്ട്, ഞാനൊരു ഒരു അഡ്രസ്സ് തരാം, ആ അഡ്രസ്സിൽ എഴുതി ഒരു കത്തിട്ടേരെ എന്തെങ്കിലും അത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അത് അന്നേ ചെയ്ത് 1 വർഷത്തിന് മുമ്പ് ചെയ്ത്. പക്ഷെ മോള് 2ാമത്തെ വർഷം വന്ന് പഠിക്കാൻ പോകേണ്ട സമയത്ത് ഈ ബെന്നിച്ചാനെന്ന് പറയുന്ന പൊടിസ്ഥാന്റെ അവിടെ ഞങ്ങളുടെ എഴുത്തൊക്കെ കൊണ്ടിടുന്നത്. അമ്മച്ചി ഞാനും മോളും കൂടെ 2ാമത്തെ വർഷം അവധിക്ക് മോള് വന്നതാ 1 മാസത്തെ. അപ്പൊ പൈസയൊന്നും ഇല്ല പിന്നെ പോകാൻ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ അമ്മച്ചി പറഞ്ഞു, എത്ര ദിവസം കൊണ്ട് നിനക്കൊരു എഴുത്ത് വന്നതാണ്ട, സാറിരിക്കുന്നതിന്റെ കസേര സിറ്റൗട്ടിൽ കസേരയുടെ അടിയിൽ ഒരു എഴുത്ത് കൊടുക്കൊണ്ട് എടുത്തോണ്ട് പോവാം. ഞങ്ങൾ ചെന്ന് അത് പൊട്ടിച്ചു നോക്കിയപ്പോ $250. കർത്താവിന്റെ കരുതൽ എത്ര ശ്രേഷ്ഠമാണ്. കർത്താവിന്റെ കരുതൽ ഭയങ്കര, അത് അനുഭവിച്ചറിഞ്ഞ ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ഒന്നുമില്ലാതെ വന്നാല്. അപ്പൊ നോക്കിയപ്പോ അതുകൊണ്ട് മാറിയപ്പോ അതിന്റെ കൂടെ ബാക്കി കൂടി ഇപ്പൊ ആ വർഷത്തെ കർത്താവ് അങ്ങനെ 3ാമത്തെ വർഷവും അത്ഭുതകരമായി കർത്താവിന്റെ കുഞ്ഞിനെ പഠിപ്പിച്ചിറക്കിയപ്പോഴും അപ്പൊ എന്റെ ആ സഹോദരൻ ചോദിച്ചു, എങ്ങനാ നീ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങി തിരിച്ചിട്ട് ഇവർക്ക് ആര് ഭാവി ഉണ്ടാവും, എങ്ങനെ ഒരു ഭാവി ഉണ്ടാവും, ആര് ഇവർക്ക് കരുതും, എങ്ങനെ അന്നേരം പിന്നെ നൂലെ കെട്ടി ഇറക്കി തരുവോ നിന്റെ ദൈവമല്ല. അപ്പൊ എന്റെ മോള് പറഞ്ഞ്, ഞങ്ങളുടെ ദൈവം നൂലെ കെട്ടി ഇറക്കി തരുന്ന ഒരു ദൈവമാ എന്ന് പറഞ്ഞു. അപ്പം അന്നേരം പിന്നെ ഒന്നും മിണ്ടില്ല. പക്ഷെ ഈ മോള് പഠിക്കാൻ പോയപ്പോ എന്റെ 2 സഹോദരങ്ങളുടെ അടുത്തോ ഒരു വഴിച്ചെലവിന് പോലും അവരൊരു 50 രൂപ എടുത്ത് കൊടുക്കുവോ ഒരു ചെലവിടുവോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ദൈവം അതെല്ലാം എനിക്ക് തോന്നുന്നു പലപ്പോഴും അബ്രഹാമോട് വെച്ച് അവരെ കൊണ്ട് എന്താ അത് ചെയ്യിപ്പിക്കാന്ന് ചോദിച്ചപ്പോ, ഞാൻ നിന്നെ വലിയവനാക്കി എന്ന് അവർ പറയാതിരിക്കാൻ ഞാൻ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചില്ല എന്ന് കർത്താവിന്റെ വചനം പോലെ. അങ്ങനെയുള്ള എന്റെ രക്തബന്ധപ്പെട്ട എനിക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ട് ഒന്നും ദൈവം എന്ത് ചെയ്യത്തില്ല, ഒന്നും ഞാനിത് ചെയ്തു അവക്കന്ന് ചെയ്തു അവൾ ഇങ്ങനെ ആയത് ഇത്രേ എന്ന് പറയാൻ ദൈവം അനുവദിക്കാതെ ദൈവമക്കൾ ദൈവദാസന്മാര് അനേക കർത്താവ് എന്ത് ചെയ്ത് ഒരുക്കി അനേക നന്മകൾ തന്ന് ദൈവം നടത്തി. അത് കഴിഞ്ഞപ്പം മോള് പഠിച്ച് 3 വർഷം പഠിച്ചിറങ്ങി, മോൻ ബൈബിൾ കോളേജിൽ വന്നു. അത് കഴിഞ്ഞപ്പോ തന്നെ ഭാവിയോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, ഇന്ന് കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുമല്ലോ, പലരും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ എന്റെ മോക്ക് വേണ്ടി +2 കഴിഞ്ഞപ്പോ മുതൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഒരു തക്ക തുണയെ, ഭവനത്തെ സ്നേഹിക്കുന്ന ദൈവകൃപയുള്ള ഒരു തക്ക തുണയെ എന്റെ കുഞ്ഞിന് വേണ്ടി ഒരുക്കണം. എനിക്ക് സാമ്പത്തികമില്ല, കരുതാൻ ആരുമില്ല, കൊടുക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധി രാത്രിയിലും പകലും ഒക്കെ ഞാൻ ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പ എന്നെ ലജ്ജിപ്പിക്കരുതേ. മറ്റുള്ളവരെല്ലാം ചോദിക്കുന്ന എങ്ങനെ ഒരു ഭാവി ഉണ്ടാവും. പലരും നമ്മൾ ദൈവനാമത്തിലെ ഇറങ്ങി തിരിച്ച് ദൈവസന്നിധി വന്നു കഴിയുമ്പോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യം, ആര് കല്യാണം കഴിക്കും, ഇവർക്ക് എങ്ങനെ ഒരു കല്യാണം ഉണ്ടാവും എന്നാ പെട്ടെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് കേൾക്കുമല്ലോ, അവര് കേൾക്കുന്നവര് പറയാനൊക്കെ നമുക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂടെ കരുതിയിട്ടാ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നത്. നമ്മൾ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അപ്പനോട് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തക്ക സമയത്ത് അബ്രഹാമിന് വേണ്ടി കരുതിയതോലെ അബ്രഹാമിനോട് പറഞ്ഞു, നീ 25 വർഷം കാത്തിരുന്ന് എന്നിട്ട് ഒരു മകനെ കൊടുത്തിട്ട് പറഞ്ഞു, നീ മോറിയമലയെ കൊണ്ടുപോയി അതിനെ യാഗം കഴിക്കാം. ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ പരിശോധന. അപ്പൊ ഒന്നും ചിന്തിക്കാതെ ചാരത്തിൽ നിന്നാലും എനിക്കൊരു മകനെ തരാമെന്ന് പറഞ്ഞ് അബ്രഹാം എന്ത് ചെയ്തു, അങ്ങ് ഇറങ്ങി പുറപ്പെട്ട് ബാലിക്കാരെ നിർത്തിയിട്ട് യാഗത്തിനായി ആ മോറിയമലയിൽ കയറി പോയപ്പോൾ തക്ക സമയത്ത് അബ്രഹാമേ എന്ന് വിളിച്ചതുപോലെ തക്ക സമയത്തെ ദൈവം കരുതത്തുള്ളൂ. അതൊരു വലിയ സത്യമാണ്. നമുക്കും നമ്മുടെ മുൻപോ പിന്നോ ഒന്നും കാണത്തില്ല, കരുതലും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഏലിയാവ് ആ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ബാലിക്കാരനെ പറഞ്ഞു വിട്ടിട്ട് കൈപ്പത്തി വെല്ലം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചോലെ 6 പ്രാവശ്യം ചെന്നൊന്നില്ല. കൈപ്പത്തി പോലെ പൊങ്ങി വന്നതുപോലെ തക്ക സമയത്ത് മാത്രമേ നമ്മുടെ ദൈവത്തിന്റെ കരുതല് നമ്മൾ ഒരുപാട് കരുതി വെക്കും, നമ്മൾ മുന്നിലേക്ക്
ഭാവിയിലേക്ക് ചിന്തിക്കും, എങ്ങനെ അത് ചിന്തിക്കും, അങ്ങനെയൊക്കെ നമ്മൾ കണക്ക് കൂട്ടി കരുതി വെച്ചാലും പക്ഷെ ദൈവത്തിന്റെ കരുതൽ അങ്ങനല്ല. അബ്രഹാമിന് മുന്നമേ എന്ത് ചെയ്ത് ആട്ടുകാരനെ കരുതിയിരുന്ന പോലെ മുൻമഴയ്ക്കായി മുഴങ്കാലെ നിന്ന ഏലിയാവിന് വേണ്ടി തക്ക സമയത്ത് മഴ അയച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന എന്ന ധൂപം കർത്താവിന്റെ സന്നിധിയിൽ കരകയറ്റി കണ്ണുനീരോടെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കരുതൽ ശ്രേഷ്ഠവാ. അങ്ങനെ കഴിഞ്ഞ 3 വർഷം പഠിച്ച് കുഞ്ഞു വീട്ടിൽ വന്ന് 1 മാസം നിന്നിട്ട് ഫസ്റ്റില് അവള് ഈ എക്സ്പീരിയൻസിനായിട്ട് പോയത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ മക്കള് ജയ്പൂരിലുണ്ടായിരുന്നു. അങ്ങനെ ജയ്പൂരിലേക്ക് മോളെ കൊണ്ടുപോയി വിത്തുച്ചവായ അന്നത്തെ എന്റെ മോള് ആദ്യം ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് 2000 രൂപയ്ക്ക് അവിടുത്തെ നല്ല സോണി എന്ന് പറയുന്ന നല്ല ഒരു ഹോസ്പിറ്റലിൽ അവിടെ മോക്ക് ജോലി കിട്ടി. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ എന്റെ കർത്താവ് മോൾക്ക് വേണ്ടിയുള്ള ഒരു തക്ക തുണ. ഞാൻ അന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ എന്റെ മോൾക്ക് വരുന്ന ഒത്തിരി പേരെ പോയി മുന്നേ നിൽക്കാനോ അല്ലെ ഞങ്ങളുടെ സാമ്പത്തികം ആൾശേഷി സകലതും അറിഞ്ഞു വരുന്ന ഒരു ദൈവപൈതലിനെ വേണം തരാൻ. അത് ഒറ്റ വരുന്ന ആരെ കരുതിയിരിക്കുന്നോ അവര് മാത്രമേ വരാവൂ, അല്ല ഇത് ഒത്തിരി പേരുടെ അടുത്ത് വരാനും എടുക്കാനും ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒരാള് പറഞ്ഞു, ഒരു മോനുണ്ടെന്ന് പറഞ്ഞു, ഗൾഫിലാന്ന് പറഞ്ഞു, അങ്ങനെ എന്തുവായി ജോലിയുള്ളത്, കുറച്ച് ശമ്പളം ഒരു കമ്പനി ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് മോടെ ഫോട്ടോ കൊടുത്തു. അവർക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ട് അന്നേരം ഞാൻ ഓർത്ത് മോള് വന്ന് കണ്ടിട്ട് എന്തോ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. മോള് വന്ന് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ എല്ലാരും പറഞ്ഞു വാ ഒന്ന് വന്ന് കാണാം. അപ്പൊ അവൾക്ക് അന്ന് അതിനോട് ഇഷ്ടമില്ലായിരുന്നു, മറ്റൊന്നും അല്ല, അവൾക്ക് ഒന്ന് വിദേശത്ത് പോയി ഒരു നല്ലൊരു ജോലിയൊക്കെ ആയി സ്ഥിതിക്കൊക്കെ ഇച്ചിരി ഒരു ഇതായിട്ട് കല്യാണം മതി എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ നിന്നോട്ട് എല്ലാരും നിർബന്ധിച്ചപ്പോ വന്ന് കണ്ട്. ഞാൻ പറയട്ടെ, 14 ദിവസത്തിനുള്ളിൽ ആ കല്യാണത്തെ കർത്താവ് നടത്തി. നല്ല ഒരു ദൈവവൈതനെ, ഒരു ആൺവൈതനെ എന്റെ കർത്താവ് എനിക്ക് ദാനമായി തന്നു. പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആ ഒരൊറ്റ മകൻ മാത്രമേ അന്ന് കാണാമായിരുന്നു. ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട മാതാക്കളെ, ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, പിതാക്കളെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ദൈവസന്നിധി പ്രാർത്ഥിക്ക്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തക്ക തുണകളെ അതാത് സമയം ഒരുക്കി തരുന്ന ദൈവം കൂടാ നമ്മുടെ ദൈവം. നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ നിർത്തുന്ന ഒരു ദൈവമല്ല, കരുതാത്ത ഒരു ദൈവമല്ല. കരുതലും കൂടെ കാണുവാൻ തക്കോണം ദൈവം എനിക്ക് ഭാഗ്യം തന്നു. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിനെ എനിക്ക് ദാനമായിട്ട് തന്നു. അവര് കല്യാണം കഴിഞ്ഞു പിന്നെ മോള് 1 വർഷം കൂടെ അവിടെ പോയി ജോലി ചെയ്ത് അപ്പോഴത്തേക്ക് മോനായി. ഇപ്പം മോൻ 10ൽ പഠിക്കുന്നു. ഒരു മോളെ കൂടെ കർത്താവ് തന്ന്. ആ മോളിന്ന് 4ൽ പഠിക്കുന്നു. വെള്ളിമലയാണ് മോളെ കെട്ടിച്ചത്. മോനും അതുപോലെ തന്നെ ബൈബിൾ കോളേജിൽ പഠിച്ച് 3 വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞ് മുളക്കഴ വന്ന് 2 വർഷം മുളക്കഴ ചർച്ചക്കോടിന്റെ ഇതിൽ പഠിച്ച്. മോൻ ചർച്ചക്കോടിലെ സ്നാനപ്പെട്ട അവിടെ ചണ്ണപ്പേട്ട വെച്ച് തന്നെ ഒരു നല്ലൊരു സംഭാഷണം എന്ന് പറയുന്നത് നല്ല സ്നേഹമുള്ള ഒരു ദേവദാസ്. അങ്ങനെ ഈ മോനെ ആ പാർശ്വമായിട്ട് കണ്ട് കൂട്ടുകെട്ടി. അങ്ങനെ ആ പാർശ്വമായിട്ട് അങ്ങായി. ആ പാർശ്വ കൂടെ നടന്ന് അങ്ങനെ ആ ചർച്ചിൽ തന്നെ സ്നാനപ്പെട്ട് അവിടെ തന്നെ കർത്താവിനിപ്പോ കാര്യങ്ങളൊക്കെ ആ പാർശ്വ കൂടെ നടന്ന് അങ്ങനെ ചെയ്ത് അങ്ങനെ ആ മോൻ അതിലേക്ക് പോയി. ഞാൻ ഏജിയിലായിരുന്നു. അങ്ങനെ അവിടുന്ന് മോളും അപ്പോഴത്തേക്ക് ഗർഭിണിയായി. അവിടെ വെള്ളമില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അത് ദൈവം വെള്ളം വറ്റിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. വെള്ളം തരാതിരുന്നത് സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരാൻ. എവിടെ നമ്മൾ നിന്ദിക്കപ്പെടുന്നോ, എവിടെ നമ്മൾ അപമാനിക്കപ്പെടുന്നോ, എവിടെ നിന്ന് നമ്മൾ ഇട്ടുപോരുന്നോ ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് മാനിക്കും എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് ഞാൻ. എന്റെ കർത്താവ് എന്നെ ചണ്ണപ്പേട്ടേന്ന് വീട് തന്ന് എല്ലാം തന്ന്. അത് കഴിഞ്ഞ് അവിടെ വെച്ച 2 മോന്റെ കല്യാണം, മോടെ കല്യാണം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് മോന് ഒരു ആലോചന വന്ന് എന്റെ മോൾക്കുള്ള ആ മോനെ ദൈവം തന്നത്. ഞാൻ ഇതുപോലെ ഹിന്ദുന്ന് വിശ്വാസത്തിൽ വന്ന് വർഷങ്ങളായി. ആ ഒരു വിശ്വാസത്തിൽ വന്ന ഒരു മോനെയായി എനിക്ക് തന്നത്. എന്റെ മോന് തന്ന ഒരു മോളെ തന്നത്. അവര് ജനിച്ചു വളർന്നത് പെന്തക്കോസ്തിലെ അനുഭവത്തിലുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് എന്റെ മോന് വേണ്ടി ദൈവം ഒരു തക്ക ഒരു തുണയെ ദൈവം തന്നു. എനിക്കൊരു മോളെ കൂടെ ദൈവം തന്നു. എല്ലാം അനുഗ്രഹമായിട്ട് അതെല്ലാം ദൈവം നടത്തി തന്നു. എന്റെ കഴിവ് എന്റെ മിടുക്കൊന്നുമല്ല. അതിന്റെ പിന്നിലൊക്കെ ഒരു സത്യമുണ്ട്. ഞാൻ എപ്പോഴും ദൈവസനെ കരഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ വേറെ ആശ്രയം ആരുമില്ല, തരാൻ ആരുമില്ല, ചോദിക്കാൻ ആരുമില്ല. ഉടയവരെന്ന് പറയുന്ന ഒരാൾ ഉടയവൻ എന്റെ കർത്താവ്, എന്നെ രക്ഷിച്ച എന്റെ അപ്പൻ മാത്രമായിട്ട് സകല ആശ്രയവും ഞാൻ എന്റെ അപ്പനിൽ അങ്ങ് സമർപ്പിക്കും എപ്പോഴും. ഞാൻ പറയട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഭാരപ്പെടുന്നു എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടെ ഭാവിയോടല്ല, സാമ്പത്തികത്തിലാവട്ടെ, നമുക്ക് ഇല്ലായ്മയിലാവട്ടെ, നമ്മുടെ രോഗത്തിലാവട്ടെ,
ഒക്കെ നമ്മളെ സഹായിപ്പാൻ നമ്മുടെ അപ്പൻ മതിയായ ദൈവം. ഞാൻ മോള് പഠിക്കാൻ പോയി 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് റബ്ബർ വെട്ടാൻ വയ്യാത്ത ഒരവസ്ഥ. ഞാൻ എന്ത് ജോലിയും ചെയ്യും, വീട്ടിലായാലും ആർക്കെങ്കിലും സഹായിക്കണോ അല്ലെ എന്തെങ്കിലും ജോലി ചെയ്യണോ, എന്ത് ജോലി ചെയ്യാൻ ദൈവം എനിക്ക് ഒരു ആരോഗ്യം അന്ന് തന്നെ. എനിക്ക് ചെയ്യാനും എന്ത് ജോലി ചെയ്തിട്ട് ഒരു നന്മ അമ്മച്ചിയുടെ വീട്ടിലൊക്കെ പോയി ഞാൻ തൂത്തുവാരും എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇതിനിടയ്ക്ക് പറയാം ഒരുപാട് ഇല്ലായ്മകൾ. വെള്ളം ഒഴിച്ച് അടപ്പെ വെച്ചിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ എന്ത് കഴിക്കും കർത്താവേ എന്ന് ഞാനും എന്റെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ രണ്ടും പഠിക്കാൻ പോകുന്നു. ഈ പഠിക്കുന്ന മോൻ പോകുന്നതും മോള് പോകുന്നതും കഴിക്കുന്നതും എല്ലാം കർത്താവിന്റെ കരുതലാ. എനിക്ക് ജോലിയില്ല. 2000 ഞാൻ ജോലി നിർത്തി. മോള് പോയപ്പോ ഞാൻ ജോലി നിർത്തി. പഠിക്കാൻ പോയി 1 വർഷം ഞാൻ ജോലി ചെയ്യാൻ പറ്റും. ശ്വാസം മുട്ടലിന്റെ അസുഖമായി, അലർജിയായി, എനിക്ക് ജോലി ചെയ്യാൻ 20 ദിവസം ഒരുപോലെ വീട്ടിൽ. ഞാൻ 13 വർഷം ഞാൻ മരുന്ന് കഴിക്കത്തില്ലായിരുന്നു. മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. ആദ്യം എന്തെങ്കിലും ഒരു അസുഖം വരും, പ്രാർത്ഥിക്കും, ദൈവം സൗഖ്യമാക്കും. ശ്വാസം മുട്ടൽ വന്ന് 2 വർഷം വരെയും മരുന്ന് കഴിക്കാതെ ഞാൻ ഇങ്ങനെ നിന്നപ്പോ തൊട്ടടുത്തുള്ള നമ്മുടെ ചർച്ചിൽ തരുന്നവരുന്ന അമ്മമ്മ പറഞ്ഞു, കുഞ്ഞിന്റെ ഭാവി കഴിഞ്ഞില്ല, ഇങ്ങനെ ഇരുന്ന ഒക്കത്തില്ല, എന്തെങ്കിലും വന്ന് മരിച്ചു പോയ ആരുമില്ല കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞു അങ്ങനെ പോയി ഞാൻ മരുന്ന് കഴിച്ച്. മരുന്ന് ഞാൻ കഴിച്ച്, എന്നെ കൊണ്ടുപോയി അവര് മരുന്ന്. അപ്പൊ ആ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇത്രയും നാൾ ഈ ശ്വാസം മുട്ട എങ്ങനെ വെച്ചത്? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നുള്ള എന്റെ യേശുവിനെ സൗഖ്യമാക്കി എന്നെ നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ വന്നേ ഡോക്ടറെ ഒത്തിരി കൂടിയ മരുന്നൊന്നും കുറിക്കരുത്, എനിക്ക് വേണ്ട. പക്ഷെ ഈ അമ്മാമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ വരുന്നേന്ന് പറഞ്ഞു. പാർശ്വ തന്നെ ഒരു ഹിന്ദു ആയാലും ഒന്നും മിണ്ടാതിരുന്നു കുറച്ചു നേരത്തേക്ക്. പക്ഷെ ഇപ്പൊ ഞാൻ ശ്വാസം മുട്ടൽ കൂടി കഫമൊക്കെ ആകുമ്പോൾ ശ്വാസം മുട്ട ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്, മരുന്ന് കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചിലപ്പോഴൊക്കെ. എന്നാൽ ഒത്തിരി സൗഖ്യം ബലം കർത്താവ് എനിക്ക് തരുന്നില്ലയോ? ഏത് അസുഖമാകട്ടെ, എന്ത് വില, എന്റെ ബലവും ആരോഗ്യവും എന്റെ കർത്താവാണ്. അങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് അരി ഇടാനാ അങ്ങനെ വെള്ളം തിളപ്പിച്ച് പലപ്പോഴും ഒന്നും കാണത്തില്ല വീട്ടില്. അമ്മയും ഞാനും മാത്രമേ ഉള്ളെങ്കിലും വെള്ളം ഒഴിച്ച് ഒരു ദിവസം തന്നെ വെള്ളം ഒഴിച്ച് അടപ്പി വെച്ചിട്ട് അമ്മ എന്നോട് മക്കളെ അരിയില്ല. അമ്മയും പ്രാർത്ഥിച്ച് എടുക്കും, അരി തീരുന്നതിന് മുമ്പായാലും മുളക് പൊടി എല്ലാ സാധനങ്ങളും അമ്മയും പ്രാർത്ഥിച്ച് പറയും, കർത്താവെ എല്ലാം തീർന്ന് ഞങ്ങൾക്ക് ആര് തരുമെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് അമ്മയെ എല്ലാ സാധനങ്ങളും എടുക്കുന്ന മുമ്പേ കർത്താവ് തരും. അങ്ങനെ അരി ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ ഒന്നും കഴിച്ചില്ല, ഒന്നുമില്ല, മോനും മോളും അവിടെ ഇല്ല, ഞാനും അമ്മയും ഉള്ളൂ, അരിയില്ല, ഒന്നുമില്ല, ഒരു സാധനമില്ല. ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് അടപ്പെ വെച്ചിട്ട് അമ്മ പറഞ്ഞു, മക്കളെ എന്ത് ചെയ്യും, നമുക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കർത്താവിനോട്, കർത്താവേ ഒരു പൈസയില്ല, ആരോടാ പോയി ചോദിക്കുന്നേ, ഇച്ചിരി അരി താ അല്ലെ ഇങ്ങനൊക്കെ ആരോട് ചോദിക്കും ഞാൻ പറയട്ടെ. അന്നേരം എന്നോട് ഇങ്ങനെ യേശുവപ്പച്ച എന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത വന്ന, ചർച്ചിൽ തന്നെ ഉള്ള ഒരമ്മമ്മയുടെ വീട്ടിൽ അവരൊക്കെ സഹായിക്കുന്നേ, അവർ തരുന്നയാ എല്ലാം, പിടിയരി ഇടുന്നതും. ഞാൻ അന്ന് ഏറ്റവും എല്ലാ പ്രാവശ്യം ഞാനാ ഇത് മേടിക്കുന്നത്, എന്താ പിടിയരി. അന്ന് പിടിയരി കൊണ്ടിടും കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ വരുന്നത്. അപ്പൊ എല്ലാരെയും കൂടെ പച്ചരി കാണും, എല്ലാരെയും കാണും. അപ്പൊ അത് കുറച്ച് വില കൊടുത്താൽ മതി, അതുകൊണ്ട് അതൊരു പാത്രവും പാട്ടയുണ്ട്, അതെന്ന് പറയുമ്പോൾ ഞാനാ കൂടുതലും മിക്കപ്പോഴും അത് മേടിക്കുന്നത്. അത് കൊടുക്കാനുമുള്ള വഴി കർത്താവ് തരും, അതിന്റെ തുച്ഛമായ പൈസ. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയട്ടെ, അവര് പിടിയരി ഇട്ടിരുന്ന കുറെ അരിയും തേങ്ങായും 10-200 രൂപ എല്ലാം കൂടെ തന്ന് കർത്താവ് എനിക്ക് തന്ന് എത്ര ദിവസം കഴിഞ്ഞ്. അങ്ങനെ ഓരോ സമയങ്ങളിലും ഇല്ലായ്മയിലൊക്കെ കർത്താവിനോട് പ്രാർത്ഥിക്കും. അതുപോലെ വസ്ത്രം, ഏത് കാര്യവും കർത്താവ് എനിക്ക് ഓരോന്നും ആ സമയങ്ങളിൽ കർത്താവ് എനിക്ക് കരുതി എന്റെ കർത്താവ് എന്നെ കൊണ്ടുവന്നത്. അങ്ങനെ അവിടുന്ന് പോരാനപ്പെട്ട കാര്യം, ആ കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. പിന്നെ 2 പേരും രണ്ട് കുഞ്ഞുങ്ങളും ഗർഭിണിയായപ്പോ അവിടെ വെള്ളമില്ല. ഞങ്ങൾക്ക് കിണർ കുഴിച്ച് മറ്റുള്ളവരുടെ സഹായം കൂടെ തന്നായി കിണറൊക്കെ അന്ന് കുഴിക്കാൻ നോക്കിയിട്ട് കുഴിച്ചിട്ടൊന്നും വെള്ളം കാണത്തില്ല, പൈപ്പിൽ വരണം, ഞങ്ങൾക്ക് കുടിക്കാറില്ല. ഒരു 2-3 മാസത്തേക്ക് ദൂരെ പോണം, തുണി കഴുകാനും വെള്ളം കുടിക്കാൻ കൊണ്ടുവരണം, ചുമന്ന് കൊണ്ടുവരണം. അങ്ങനെ ആ ബുദ്ധിമുട്ടായപ്പോ ഞാൻ ദൈവമേ എത്ര പ്രാർത്ഥിച്ചിട്ട് കിണർ വെട്ടിയിട്ടും എന്താ ഈ വെള്ളം കാണാത്ത. ഒരിക്കലും ഞാൻ ഈ പുനരുവരുവ വരാൻ എനിക്ക് ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ ചണ്ണപ്പേട്ട എന്നെ ഇത്രത്തോളം എനിക്ക് എല്ലാം തന്നെ എന്നെ നടത്തി, ആ ദൈവമക്കളുടെ കരുതലും സ്നേഹവും എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന് 15 വർഷം. അപ്പം അത് അവിടെ വിട്ടു വരാൻ എനിക്ക് ഒരു കാരണവശാലും എനിക്ക് മനസ്സില്ല. അങ്ങനെ തന്നെയല്ല, ദൈവം ദാനം തന്നെ ഒരു ഭവനവും വസ്തു എല്ലാം ദൈവം ദാനം തന്നതാ. എന്റെ സ്വന്തം പൈസയ്ക്കോ എന്റെ സ്വന്തമായിട്ടോ മേടിച്ചതല്ലല്ലോ. അപ്പൊ അത് ദൈവം തന്ന ദാനം ആയതുകൊണ്ട് എനിക്കത് വിൽക്കാനും മനസ്സില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. പക്ഷെ അവിടെ വിട്ടുപോരാൻ അതിനുള്ള ഇങ്ങനെ ആയപ്പം ഞങ്ങൾ ആദ്യം വരുന്ന ആ വീടിട്ടിട്ട് 2 കുഞ്ഞുങ്ങളും ആവശ്യങ്ങൾക്ക് വെള്ളം വേണം, ഞങ്ങൾക്ക് വെള്ളമില്ല. അങ്ങനെ ഒരു വാടക വീട്ടിൽ ആദ്യം വരുന്നത്. വാടക വീട്ടിൽ വന്ന് താമസിച്ച് അത് കഴിഞ്ഞ് അവിടുന്ന് 1.5 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും പോയി വേറൊരു വാടക വീട്ടിൽ താമസിച്ച് അങ്ങനെ ആ ചണ്ണപ്പേട്ടയിലെ വസ്തു കൊടുത്തിട്ട് അത് കൊണ്ടുവന്നാണ് ഞങ്ങൾ ഈ കൊല്ലൂരിപ്പം
വസ്തു മേടിച്ചത്, ഒരു കൊച്ചു വീടും കർത്താവ് തന്ന് എല്ലാം കരുതുന്ന ദൈവം നമ്മളെ നിന്ദിക്കുന്ന, നമ്മൾ ആ മിരിയാൻ നോക്കി നിന്നതുപോലെ ഇവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കി നിന്നവരുടെ നടുവിലെല്ലാം കർത്താവ് തല ഉയർത്തി യേശുവപ്പം നടത്തി. വലിയ സ്നേഹത്തിനായി എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഒരു കഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിന്റെ പിന്നിലെ കർത്താവിന് ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. നമ്മുടെ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മളെ മാറി കഷ്ടത സിദ്ധിത പ്രത്യാശ ഉളവാക്കുന്നു. ആ പ്രത്യാശയിലേക്ക് കർത്താവ് കൊണ്ടുവരുവാൻ ഇത്രത്തോളം മോന് 2 കുഞ്ഞുങ്ങളുണ്ട്. മരുമോള് നേഴ്സാ. മോന് അവിടെ കൊട്ടാരക്കര ഒരു ചെറിയ ചർച്ചിന്റെ ശുശ്രൂഷകനായിട്ടിരിക്കുന്നു. എന്റെ മോന് 2 ആൺകുഞ്ഞുങ്ങളാ. ഒരാൾ 9, ഇനിയും 10ലോട്ട്, ഒരാൾ ഇനി 8ലോട്ട്. മരുമോള് നേഴ്സാ. ഇപ്പൊ ഒരു ചെറിയ ചർച്ചിന്റെ ഒരു ശുശ്രൂഷ മാത്രമേ ഉള്ളതുകൊണ്ട് മരുമോള് 2-3 വർഷം കൊണ്ട് നല്ല ദുബായി തന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദൈവം അവരെ അത്ഭുതമായിട്ട് ദൈവം നടത്തുന്നു. മോളെയും കുടുംബവും ദൈവം അത്ഭുതമായിട്ട് നടത്തുന്നു. കർത്താവ് ഇന്നുവരെ നടത്തി. കർത്താവിന്റെ ആ കരുണയുടെ കരം കൂടിരുന്നു. ഞാൻ പറയട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്നവരെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് കഷ്ടം വന്നിരിക്കും. നമ്മളെ നിന്ദിക്കുന്നവരുണ്ട്, നമ്മളെ പഴിക്കുന്നവരുണ്ട്, നമ്മളെ ദുഷിക്കുന്നവരുണ്ട്. അത് കണ്ണ് കണ്ടിട്ട് കാണാതെ, കേട്ടിട്ട് ഗ്രഹിക്കാതെയും രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ നമ്മൾ ദൈവസന്നിധി മിണ്ടാതിരുന്നു നമ്മളെ ദൈവത്തിൽ നമ്മൾ ആശ്രയം വെക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശിതരെ അവരുടെ മുകളിൽ ലജ്ജിച്ചു പോയില്ല. ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്ന് വിടിവിച്ച കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത്രയും കഷ്ടം വന്നതൊക്കെ ഒത്തിരി കഷ്ടങ്ങളെ, ഒത്തിരി ഇല്ലായ്മകളെ, ഒത്തിരി ശൂന്യതകളെ, ഒത്തിരി നിന്ദകളെ, പരിഹാസങ്ങളെ, പക്ഷെ അവിടെ എല്ലാം നമ്മളെ കരവലയത്തിൽ എങ്ങനാ ഒരു കൊച്ചു കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്ന എങ്ങനെ, അതുപോലെ നമ്മുടെ കഷ്ടങ്ങളില്ല നമ്മുടെ അപ്പം നമ്മളെ മാറോട് പിടിച്ചിട്ട് ചേർത്ത് നിർത്തിയിട്ട് നമ്മളെ ഏത് സാഹചര്യത്തിലൂടെ കൊണ്ടുപോകണമെന്ന് ആ അപ്പൻ അറിഞ്ഞു തന്നെ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എന്റെ 2 കുഞ്ഞുങ്ങൾക്ക് ഭാവി ഒരുക്കി, 2 തലമുറയ്ക്ക് കർത്താവ് 2 കുഞ്ഞുങ്ങൾക്കും 2 തലമുറകളെ കൊടുത്ത് ദൈവം ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന് എന്റെ ശ്വാസമുട്ടിലൊക്കെ ദൈവം ഒരുപാട് സൗഖ്യം എനിക്ക് തന്നു. ഒരുപാട് ഭാരപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ദൈവം എല്ലാം വിടുതലുകൾ വന്ന് ഇന്നും ആരോഗ്യം ബലത്തോടെ ശക്തമായി ദൈവത്തെ ആരാധിച്ചും പ്രാർത്ഥിച്ചും അഭിഷേകം നിറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി പോകുവാൻ തക്കോണം ദൈവത്തിന്റെ കൃപ ഇന്ന് വരെയും കൂടിരുന്ന് ദൈവം നടത്തിയതല്ലാതെ എന്റെ ഭർത്താവ് ഇന്ന് വരെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. എന്റെ അമ്മയുടെ കൂടെ ആയിരുന്നു, അമ്മായിമ്മ അങ്ങ് മരിച്ചുപോയി. പിന്നെ പെങ്ങളും അടുത്തായിരുന്നു, ഇപ്പോഴും പെങ്ങളുടെ കൂടെ ഇതുവരെ ഈ വിശ്വാസത്തിൽ വന്നിട്ടില്ല. എന്റെ സഹോദരങ്ങളൊക്കെ ഇന്ന് പറയും, പിന്നെ ദൈവത്തെ അവൾ അങ്ങനെ പോയത് കൊണ്ട്, എന്റെ നേരെയുള്ള ആള് പറയും അവൾ അങ്ങനെ ആ ദൈവത്തെ അറിഞ്ഞ് അവൾ അങ്ങ് പോയത് കൊണ്ട് നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അവരെ അങ്ങ് നടത്തുന്ന ദൈവം എന്ന് പറയുന്നത് കേൾക്കുവാൻ എന്റെ യേശുവപ്പച്ചൻ എന്റെ ചെവി കൊണ്ട് കേൾക്കാൻ തക്കോണം ഇന്നും കർത്താവ് എന്നെ സഹായിക്കുന്നു. അവരുടെ മുന്നിലൊക്കെ അഭിമാനം, നമുക്ക് വേദനയുണ്ട്. ലോകത്തെ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രിസ്തു ഈ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവമുണ്ട്. കർത്താവിന്റെ വചനം പോലെ നമുക്ക് ഉപദ്രവമുണ്ട്, നമുക്ക് കഷ്ടമുണ്ട്, നമുക്ക് സുഖമല്ല. ചെങ്കടലിലെ മോശ ജനത്തെ വിടുവിച്ച് കൊണ്ടുവന്നു, പക്ഷെ അനേക കഷ്ടങ്ങളും. കാടപ്പക്ഷിയെ കൊടുത്ത്, മന്ന കൊടുത്ത്, ഇതെല്ലാം കൊടുത്തെങ്കിലും പുറത്ത്, പക്ഷെ എന്നാലും ചെങ്കടലിന് മധ്യം ഉണ്ടെന്നറിഞ്ഞ് ആ ചെങ്കടലിൽ ആ സമയം വഴി തുറന്ന് കർത്താവ് നടത്തി. അതുപോലെ നമ്മുടെ മുന്നിലും ഭയങ്കര ചെങ്കടലിൽ വരും, മുന്നേ ശത്രു സൈന്യം വരും. എങ്കിലും നമ്മൾ ധൈര്യത്തോടെ ഉറപ്പുള്ളവരായി, നമ്മൾ വിശ്വാസമുള്ളവരായി കർത്താവിലായി യഹോ തന്നാശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 112 സങ്കീർത്തനത്തിൽ പറഞ്ഞത്, യഹോ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യം സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ തരുന്നത് നമ്മുടെ അപ്പന്റെ സ്നേഹമാണ്, നമ്മുടെ അപ്പന്റെ ആ കരുതല, നമ്മുടെ അപ്പൻ നടത്തുന്നതാ. അതാ ഞാനൊരു സാക്ഷ്യം. എന്നെ ഇത്രയും കഷ്ടത്തിലൂടെ വിളിച്ച് ഇത്രയും ഒക്കെ ആണെങ്കിലും ഇന്ന് വരെ എനിക്കൊരു ദുഃഖം, എനിക്ക് ഭാരവും പ്രയാസവും വേദനയൊക്കെ അനേക സന്ദർഭങ്ങളിൽ ആരുമില്ലാത്ത ഒറ്റപ്പെടിയിലെ അവസ്ഥയൊക്കെ വരുമ്പോഴും ഇന്ന് വരെ ഞാൻ എന്റെ ദൈവം എന്നെ രക്ഷിച്ചത് എനിക്ക് ഒരിക്കലും അത് നഷ്ടമല്ല എന്ന് എനിക്ക് ഇപ്പോഴും ചെന്ന് എന്നെ രക്ഷിച്ച ദൈവത്തിന്റെ സ്നേഹം, പിന്നെ ആ ഇരിക്കുന്ന നിത്യത. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരെങ്കിലും വിശ്വാസം നിന്നിട്ട് കടന്നു വേണ്ടും പോലെ ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ ഭവനങ്ങളിലൊക്കെ ഇരുന്ന് രഹസ്യമായി വിളിക്കുന്നവരോ ഒക്കെ ദൈവത്തോട് പ്രാർത്ഥിയെ വിടിവിച്ചെടുക്കാൻ ദൈവശക്തനാഥ കർത്താവ് പറയുന്നത്, എനിക്ക് പ്രിയമുള്ളവർ വിടിവിക്കപ്പെടേണ്ടതിന് വലം കൈ നീട്ടി രക്ഷിച്ച് ഞാൻ ഉത്തരവല്ലോ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷ യഹോവ എനിക്ക് ഉത്തരമല്ല, എന്നെ വിശാല സ്ഥലത്താക്കി. നമ്മുടെ ഞെരുക്കത്തിൽ നമ്മൾ വിളിക്കുമ്പോൾ, നമ്മൾ ഞെരുക്കത്തോടിരുന്ന് നിലവിളിച്ചാൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി ഒരു
ഒരുക്കുന്ന ഒരു വലിയ വിശാലതയുണ്ട്. ഇവിടെ മാത്രമല്ല, നമുക്ക് എവിടെയും നമ്മൾ ചെല്ലുന്നിടമൊക്കെയും നമുക്ക് വിശാലത നമുക്ക് തരുന്ന ഒരു ദൈവത്തെ യഥാർത്ഥമായി എന്റെ അപ്പ ജീവിക്കുന്നത്. എന്റെ അപ്പ ഇന്ന് ജീവിക്കുന്ന എത്രത്തോളം ഈ ഇതിലേക്ക് എന്നെ വിളിച്ച് ഇങ്ങനെ സാക്ഷി പറയാൻ ഒരു അവസരം തന്ന ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നാളുകൾക്ക് മുമ്പേ എന്നോട് എന്റെ കർത്താവ് പറയുന്ന ഒരു കാര്യമായിരുന്നു സാക്ഷ്യം. ഈ കഴിഞ്ഞ 2023 ഒരു സെപ്റ്റംബറിലാണോ ഏതോ ഒരു മാസത്തെ ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, ദാൻ മുതൽ ബേശ വരെ ശൗമേൽ പ്രവാചനെ പോലെ നീ കണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊന്നും മനസ്സിലായി, വചനമൊന്നും അറിയത്തില്ലല്ലോ അധികം. കർത്താവ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ സമയങ്ങളിൽ തരുന്ന വചനമല്ല, ഒന്നും വരത്തില്ല. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഓർത്ത് കർത്താവ് എന്താ ഈ പറയുന്നത്, എനിക്ക് പോകാനെങ്ങും ഇല്ല, എനിക്കൊന്നും അറിയത്തില്ല, ഞാനിങ്ങനെ ഭവനത്തിൽ ഇരിക്കുന്ന കർത്താവ് എന്താ എന്ന് ഇങ്ങനെ ചോദിച്ച്. ഞാൻ പറയട്ടെ കർത്താവിന്റെ പദ്ധതി, ഞാൻ പറയട്ടെ നമ്മൾ ഇന്ന് ഒരുപാട് എന്നെക്കാളും അനേക കഷ്ടത്തിലൂടെ വന്ന സാക്ഷികൾ അനേകരുണ്ട്. പക്ഷെ അവരെയൊക്കെ അതിന്റെ സമയം, എനിക്ക് പ്രായം, എനിക്ക് 62 വയസ്സുണ്ട് എനിക്ക്. അന്നേരം ആ ഏത് സമയത്തായാലും നമ്മളെ കർത്താവ് നമ്മളെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് മുന്നമേ നമ്മളെ കണ്ടിട്ടുള്ള ഒരു അപ്പനാണ് നമ്മുടെ അപ്പൻ. അല്ലാതെ തൽക്കാലം പ്രവർത്തിച്ചു വന്ന ഒരു മനുഷ്യന്റെ ഇതല്ല നമ്മുടെ കർത്താവിന് നമ്മളോടുള്ളത്. നമ്മുടെ അപ്പന്റെ ആ സ്നേഹവും കരുതലും ആ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ആ സമയങ്ങളിൽ ദൈവം വെളിപ്പെടുത്തി നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ മാനിപ്പാൻ, നമ്മളെ ആരോഗ്യം തരുവാൻ, നമ്മളെ മാനിക്കുവാൻ, നമ്മളെ സഹായിക്കുവാൻ, നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ കൂടിയിരിക്കാൻ നമുക്ക് എങ്ങനെ വേണം അതെല്ലാം തന്നു നടത്തുന്ന നല്ലൊരു അപ്പനെ പൂർണ്ണമായിട്ട് ഏൽപ്പീരെ പ്രാർത്ഥിക്കുക. ഞാൻ എന്നെ പ്രാർത്ഥനയിലൂടെ എന്റെ കർത്താവിന്റെ ആ സന്നിധിയിൽ ഞാൻ ഇരിക്കുന്ന കണ്ണീരിൽ നിന്ന് ഇന്ന് വരെ ദൈവം എനിക്ക് മറുപടി തരാതിരുന്നിട്ടില്ല. അത്രമാത്രം ദൈവം എന്നെ ഉയർത്തി മാനിച്ച് ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന് ഇങ്ങനൊരു സാവകാശം എനിക്ക് പറയാൻ തന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ദൈവാസ്യം കുടുംബമായി ദൈവം അധികം അനുഗ്രഹിക്കട്ടെ. അനേകർ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നവരൊക്കെ ഈ നാളുകൾ പുറത്തു വന്ന് അനേകർ സാക്ഷ്യം പറയാനുള്ള അവസരങ്ങളും വേദികളും ആക്കി ദൈവം തീർക്കട്ടെ. ഇത്രയും സമയം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യം. ആമേൻ, ആമേൻ, ആമേൻ. ആന്റി, കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം നേരം നല്ല രീതിയിൽ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പറയുവാനുള്ള ദൈവകൃപ കർത്താവ് തന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കട്ടെന്ന്. ശരിയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇത്രത്തോളം ഹല്ലേലൂയ വായോടും നാവോടും എല്ലാം കൂടെ ഇരുന്ന് പറയുവാനുള്ള കൃപ തന്നു. സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. ആന്റി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ. സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗപിതാവേ, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവെ, വ്യാഴാഴ്ച പകൽക്കാലം ഉച്ച കഴിഞ്ഞ സമയത്ത് കർത്താവെ പ്രിയദാസിയുമായി ഈ ചാലിലൂടെ കർത്താവെ വന്ന് എന്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, എന്റെ അപ്പനെ വിടിവിച്ചത് കർത്താവെ ഒന്ന് പറയുവാൻ ഒരു സാവകാശം ഒരുക്കി തന്ന കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെയും കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈ ചാലിലൂടെ കർത്താവിന്റെ ദാസിക്കായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവെ ഈ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. പ്രത്യാൽ കർത്തദാസ് ഈ ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ. അനേകർ കർത്താവെ സാക്ഷിയുള്ളവർ ഇന്നും ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നൊക്കെ കർത്താവെ അവരുടെ സാക്ഷ്യത്തിലൂടെ അനേകർ വിടുവിക്കപ്പെടുവാൻ തക്കോണം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുപ്പാൻ തക്കോണം ദൈവദാസിയെ ദൈവം ശക്തീകരിക്കണം. എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീൻ തികഞ്ഞ ദൈവശക്തി കൊണ്ട് പിന്നെയും അവിടെ നിന്ന് നിറയ്ക്കണം. സൈന്യത്താലല്ല, ശക്തിയല്ല, കർത്താവിന്റെ ആത്മാവിനാൽ പിന്നെയും ശക്തീകരിച്ച് കർത്താവ് ഈ ദിവസങ്ങൾ അനേകർ കർത്താവ് ഇതുപോലെ സാക്ഷ്യത്തിലൂടെ അനേകർ യേശുവിനെ കാണുവാൻ, അപ്പ ഈ സാക്ഷ്യം കേൾക്കുവാൻ ഒക്കെ കർത്താവെ ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദാസ്യ കുടുംബത്തെ, ഇതിന്റെ പ്രവർത്തനങ്ങളെ പ്രവർത്തിക്കുന്നവരെ എല്ലാം കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞ കർത്താവെ, എന്റെ അപ്പനെന്നെ വിടുവിച്ച സാക്ഷ്യം അനേകർ കേൾക്കുവാൻ, കാണുവാൻ, അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ഇന്ന് ഏതെല്ലാം ഭാരത്തിലോ പ്രയാസത്തിലോ കർത്താവെ വിശ്വാസത്തിന് വേണ്ടി ഞെരുങ്ങുന്നവരുണ്ടോ അവരൊക്കെ കേൾക്കുമ്പോൾ ഏറിയ പ്രത്യാശയോടെ അവരൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ ദാസിയൻ കുടുംബമായി അപ്പാ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചെയ്യുന്ന പ്രവർത്തനം ദൈവനാമ മഹത്വത്തിനായി ദിനംതോറും കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യ മഹത്വത്തിനോ കർത്താവെ ഒരു പുകഴ്ചയ്ക്കോ ഒന്നുമല്ല കർത്താവെ സ്തോത്രം ചെയ്യുന്ന അനേകം മറിഞ്ഞിരിക്കുന്ന സാക്ഷ്യങ്ങൾ ദിവസങ്ങൾ പുറത്തു വന്ന് അത് പറയുവാൻ, അത് അനേകർക്ക് വിടുതലും അനുഗ്രഹമായി തീരുവാൻ തക്കോണം കർത്താവെ ദാസിയെ ഗുണമായി സഹായിക്കണം, അനുഗ്രഹിക്കണം. ഇതിന്റെ എല്ലാ വഴികൾ മേഖലകൾ എല്ലാത്തിലും കർത്താവിന്റെ കൃപ കൂടിരുന്ന് ജയത്തോടെ അവിടെ നിന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയാളിയായ അപ്പന്റെ കരം കൂടിയിരിക്കണം, ഗുണമായി അനുഗ്രഹിക്കണം. എന്നെ കർത്താവിന്റെ തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇത് കാണുന്നവർ കേൾക്കുന്നവരൊക്കെയും ദൈവ അനുഗ്രഹവും കർത്താവെ വിടുതലും ആശ്വാസവും ഒക്കെ തീരുവാൻ ദൈവം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കർത്താവ് കേട്ടിരിക്കുക. സ്തോത്രം എല്ലാ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കേ, എന്റെ കർത്താവ് സഹായിക്കട്ടെ. നേരം ഞങ്ങളോട് കൂടെ ഇരുന്ന്
ജീവിതാനുഭവങ്ങളെ പറയുവാൻ കർത്താവ് സഹായിച്ചതിന് നന്ദിയുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.